ഹലോ, ചൊവ്വാഴ്ചയാണ് പരീക്ഷ അല്ലേ? എല്ലാവരും പഠിക്കുന്ന നന്നായിട്ട്. ഇന്ന് നമ്മൾ വെക്ടേഴ്സും 3D ആണ് എടുക്കുന്നത് കേട്ടോ. ആദ്യം വെക്ടേഴ്സ് എടുക്കാം, പിന്നെ 3D എടുക്കാം. വെക്ടേഴ്സിൽ പ്രധാനമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അത് നിങ്ങൾ എഴുതിയെടുക്കണം, എന്നിട്ട് അത് ചെയ്ത് പഠിക്കണം. പരീക്ഷയ്ക്ക് അതേ ക്വസ്റ്റ്യൻസ് വന്നാൽ തന്നെ ചെയ്യാൻ പറ്റണമെങ്കിൽ ചെയ്തു നോക്കണം. ഒരു പേപ്പറിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ. എന്നിട്ട് മതി. വെറുതെ കേട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്തിട്ട് അത് കണ്ടിട്ട് ബുക്ക് പേപ്പറിൽ എവിടെയെങ്കിലും എഴുതിയിട്ട് ഒന്ന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ നോക്കുക. മാത്സിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വെറുതെ വായിച്ചു നോക്കി പോയാൽ കിട്ടില്ല. പരീക്ഷയ്ക്ക് എവിടെയെങ്കിലും വെച്ച് ബ്ലോക്ക് ആവും. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ കാണാതെ എഴുതാൻ പറ്റുമോ മനസ്സിലായിട്ടൊന്ന് നോക്കുക, എന്നിട്ട് മതി പരീക്ഷയ്ക്ക് പോവാം കേട്ടോ. റൈറ്റ്, ഫസ്റ്റ് വിൽ ഡിസ്കസ് വെക്ടർ ആൾജിബ്ര. വെക്ടർ ആൾജിബ്രയിൽ പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. തുടങ്ങില്ലേ നമുക്ക്? ഓക്കെ, എപ്പോഴാണ് രണ്ട് വെക്ടേഴ്സ് പാരലൽ ആവുക? വെൻ വിൽ യു സേ ടു വെക്ടേഴ്സ് ആർ പാരലൽ? ഒരു രണ്ട് വെക്ടേഴ്സ് പാരലൽ ആവുക, ഇത്രയേ ഉള്ളൂ. അതൊന്ന് ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, എപ്പോഴാണ് രണ്ട് വെക്ടേഴ്സ് പാരലൽ ആവുക? ഇത് ഡയറക്ഷൻ ഇങ്ങനെ പറഞ്ഞാൽ മതി. എയും ബിയും രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ വെക്ടേഴ്സ് ആർ പാരലൽ ഇഫ് എ ഈക്വൽസ് സം കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഓഫ് ബി. ഈ ലാംഡ എന്തും ആവാം. ലാംഡ വേണമെങ്കിൽ 0 ആവാം, ലാംഡ 0 ആവാം. ലാംഡ 0 വലുതായാൽ എയും ബിയും ഒരേ ഡയറക്ഷനാവും. ലാംഡ 0 കുറവായാൽ, നെഗറ്റീവ് ആയാൽ എയുടെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ബിയുടെ ഡയറക്ഷൻ. ഇതിന്ന് വരാവുന്ന 2-3 ചോദ്യങ്ങൾ പറയാം. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അതായത് ഇപ്പം സപ്പോസ് യു ഹാവ് എ വെക്ടർ ലൈക്ക് ദിസ്. ഇപ്പം എ ഒരു വെക്ടറാണ്, 3i + 4j + 5k. And suppose b is equal to 6i plus alpha j plus beta k. എയും ബിയും പാരലൽ ആണെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ആൽഫ, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ബീറ്റ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാം. രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ വാട്ട് ക്യാൻ ബി ദ വാല്യൂസ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ? എന്താ നിങ്ങൾ ചെയ്യുക? ഈ രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ ഒന്ന് മറ്റതിൻ്റെ സ്കേലാർ മൾട്ടിപ്പിൾ ആവണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഫോഴ്സും ആക്സിലറേഷനും പാരലാണ്. കാരണം എന്താ? F=ma. ഒരു വെക്ടർ മറ്റേ വെക്ടറിൻ്റെ സ്കേലാർ മൾട്ടിപ്പിൾ ആണെങ്കിൽ 2 വെക്ടേഴ്സ് വിൽ ബി പാരലൽ. ആ സ്കേലാർ മൾട്ടിപ്പിൾ പോസിറ്റീവ് ആണെങ്കിൽ ഒരേ ഡയറക്ഷൻ ആയിരിക്കും. ആ സ്കേലാർ മൾട്ടിപ്പിൾ നെഗറ്റീവ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയാം. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് എ സീറോ വെക്ടർ? ഇറ്റ് ക്യാൻ ടേക്ക് എനി ഡയറക്ഷൻ. ഇറ്റ് ക്യാൻ ടേക്ക് നോ ഡയറക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതല്ല, ചിലപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പായി ചോദിക്കാം. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് എ സീറോ വെക്ടർ? ഇറ്റ് ക്യാൻ ടേക്ക് എനി ഡയറക്ഷൻ, ആർബിട്രറി ഡയറക്ഷനാണ്. ഇനി നോക്കൂ, ഇത് എപ്പോഴാണ് പാരലൽ ആവുക? നോക്കൂ, ഇതിൻ്റെ ഡി ആർ, അതായത് ഇതിൻ്റെ ഡി ആർ ആണ്, ഡയറക്ഷൻ റേഷ്യോ ആണ് 3, 4, 5. ഡി ആർ ഒക്കെ എല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കുറേ ക്ലാസ്സസിൽ ഞാൻ ഡി ആറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ വെക്ടറിൻ്റെ ഡി ആർ ആണ് 3, 4, 5. ഈ വെക്ടറിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ആണ് 6 ആൽഫ ബീറ്റ. അപ്പോൾ വാട്ട് ഷുഡ് ബി ദ വാല്യൂ ഓഫ് ആൽഫ ആൻഡ് ബീറ്റ? എന്തായിരിക്കണം ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ? 3/α 3/6 is equal to 4/α is equal to 5/β. അതാണ് ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ കാണുക. ക്ലിയർ അല്ലേ? ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പോൾ 3/6 1/2 ആണ്. അപ്പോൾ ആൽഫയുടെ വാല്യൂ 8. പിന്നെ ഇത് 1/2 ആണ്. അപ്പോൾ ബീറ്റയുടെ വാല്യൂ 10. വളരെ സിമ്പിൾ അല്ലേ ഇത്? അപ്പോൾ അതൊരു ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. റൈറ്റ്, 8 and 10. ഇനി ഇതേ ചോദ്യം എയും ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ആൽഫ? സപ്പോസ് എ ആൻഡ് ബി ആർ പെർപെൻഡിക്കുലർ, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ആൽഫ? ഇവിടെ എയും ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആൽഫയും ബീറ്റയുടെയും വാല്യൂ കാണാൻ പറ്റില്ല. സപ്പോസ് ദ ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ്. രണ്ട് ചോദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി? ഇത് ബി ആണ്. ബി സച്ച് ദാറ്റ് ദേ ആർ ഓർത്തോഗോണൽ. ഈ ഓർത്തോഗോണൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആണ്. ഓർത്തോ, മാത്സിൽ എപ്പോഴും ഓർത്തോ എപ്പോഴും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഈ രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗോണൽ ആവുക എപ്പോഴാണ്? ഈ രണ്ട് വെക്ടേഴ്സ്, നിങ്ങൾക്കറിയാം, രണ്ട് വെക്ടേഴ്സ് ഡോട്ട് പ്രോഡക്റ്റ് 0 ആയാലാണ് പെർപെൻഡിക്കുലർ ആവുക. അപ്പോൾ 3i - 2j + 4k ഡോട്ട് ലാംഡ i - 4j + 8k 0 ആയാൽ ലാംഡയുടെ വാല്യൂ, ദാറ്റ്സ് എ വാല്യൂ ഓഫ് ലാംഡ ഫോർ വിച്ച് ദേ ആർ ഓർത്തോഗോണൽ. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ദേ ആർ പാരലൽ ആണെങ്കിൽ ആൽഫയുടെ വാല്യൂ എന്താ, ബീറ്റയുടെ വാല്യൂ എന്താ ചോദിക്കാം. ഇത് അല്ലെങ്കിൽ തന്നെ ഇത് പാരലൽ ആണെങ്കിൽ നമുക്ക് നോക്കാം. പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആൽഫയുടെ വാല്യൂ എന്താണ്? പെർപെൻഡിക്കുലർ ആണെങ്കിൽ വാട്ട്സ് ദ വാല്യൂ ഓഫ് ആൽഫ? ലാംഡ. 3 ലാംഡ
പ്ലസ് 8 പ്ലസ് 32 പൂജ്യമാണ്. അതൊന്ന് ലാംഡയുടെ വാല്യൂ ആണ്. ഇത് വേറെ ചോദ്യങ്ങൾ നമ്പറൊക്കെ മാറാം, പക്ഷേ ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. 40/3 ലാംഡ ഈക്വൽസ് മൈനസ് 40/3. ഇനി ഈ ഓർത്തോഗോണൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ എന്നാണ് കേട്ടോ, ശ്രദ്ധിക്കണം. ഓർത്തോഗോണൽ എന്ന് പറഞ്ഞാൽ വി കോൾ ഇറ്റ് ആസ് വി സേ ടു വെക്ടേഴ്സ് ആർ ഓർത്തോഗോണൽ, ഇത് പെർപെൻഡിക്കുലർ. എപ്പോഴാണ് അത് പാരലൽ ആവുക? ഇപ്പോൾ നമ്മൾ ചെയ്ത മാതിരി തന്നെ പാരലൽ ആവുക എപ്പോഴാണ്? അവരുടെ ഡയറക്ഷൻ റേഷ്യോസ് പ്രൊപ്പോർഷണൽ ആയി. അപ്പോൾ വാട്ട് ഇസ് ദ ഡയറക്ഷൻ റേഷ്യോ ഓഫ് ദിസ്? പാരലൽ ആകുമ്പോഴുള്ള കണ്ടീഷൻ എന്താ മക്കളെ? ഇറ്റ് ഇസ് പാരലൽ, ഇറ്റ് ഇസ് 3/λ ഇസ് ഈക്വൽ ടു, കണ്ടോ ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ -2 ആണ്. -2/-4 ഇസ് ഈക്വൽ ടു 4/8. ഞാൻ തിയറി പറയാനൊന്നും ഉദ്ദേശിക്കില്ല. കുറേ തിയറി പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തിയറി അധികം പറയുന്നില്ല. കണ്ടോ 2/2 -2/4 1/2 അല്ലേ? 4/8 1/2 ആണ്. അപ്പോൾ 3/λ 1/2 ആണ്. അപ്പോൾ ലാംഡയുടെ വാല്യൂ എന്താ? ലാംഡ ഈക്വൽ 6. അപ്പോൾ രണ്ട് ചോദ്യം ചോദിച്ചു. എപ്പോഴാണ് രണ്ട് ലൈൻസ്, എപ്പോഴാണ് രണ്ട് വെക്ടേഴ്സ് പാരലൽ ആവുക, എപ്പോഴാണ് രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആവുക? ഇനി അടുത്ത ഐഡിയ, ഇങ്ങനൊരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, രണ്ട് വെക്ടേഴ്സ്, ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇപ്പം നമുക്കൊരു രണ്ട് വെക്ടേഴ്സ് കൊളീനിയർ അല്ലെങ്കിൽ ഇപ്പോൾ പാരലൽ ആണെങ്കിൽ നമ്മൾ പറയും when do we say two vectors are parallel if they ഇങ്ങനെയാണ്, ഇങ്ങനെയാണെങ്കിലും പാരലൽ പറയും, ഇങ്ങനെയാണെങ്കിലും പാരലൽ പറയും. ഒരേ ഡയറക്ഷൻ ആണെങ്കിലും പാരലൽ പറയും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലും പാരലൽ പറയും. ഈ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇപ്പോൾ സപ്പോസ് യു ഹാവ് എ വെക്ടർ ലൈക്ക് ദിസ്, A is equal to 2B. A equal to 2B ആണെങ്കിൽ A ന് B നെ പറ്റി എന്താ അഭിപ്രായം? വാട്ട് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ A and B? A equals 2B. വാട്ട് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ A and B? എയുടെ അതേ ഡയറക്ഷനിലാണ് B. അപ്പോൾ വാട്ട് ഇസ് ദ ആംഗിൾ? ആംഗിൾ ഇസ് 0 ഡിഗ്രി. ആംഗിൾ ബിറ്റ്വീൻ A and B 0 ഡിഗ്രി. ഇനിയിപ്പം B പ്ലസ് B ഇസ് ഈക്വൽ ടു -3C. വാട്ട് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ B ആൻഡ് C? കണ്ടോ, B ഇസ് ഈക്വൽ ടു -3C. ബിയുടെ ഡയറക്ഷൻ എന്താണോ അതിൻ്റെ നേരെ വിപരീതമാണ് സിയുടെ ഡയറക്ഷൻ. അപ്പം ബിയുടെ ഡയറക്ഷൻ ബി അങ്ങടാണെങ്കിൽ സി ഇങ്ങടായിരിക്കും. അപ്പോൾ ആംഗിൾ വിൽ ബി 180 ഡിഗ്രീസ്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. എന്താ? A plus 2B ഈക്വൽസ് അല്ലെങ്കിൽ A minus 2B ഈക്വൽസ് 0. A minus 2B equals 0, comma B plus 3C equals 0. What is the angle between A and C? എന്തായിരിക്കും ആൻസർ? A minus 2B പൂജ്യം ആയതുകൊണ്ട് എയുടെ ഡയറക്ഷൻ തന്നെയായിരിക്കും ബിക്ക്. ഇനി B plus 3C പൂജ്യം ആയതുകൊണ്ട് ബിയുടെ ഡയറക്ഷൻ എങ്ങനെയാണോ അതിൻ്റെ നേരെ വിപരീതമായിരിക്കും സിയുടെ ഡയറക്ഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എയും സിയും തമ്മിൽ ആംഗിൾ എന്തായിരിക്കും? It will be 180 degrees. അപ്പോൾ അതൊക്കെ A equals lambda B ആയിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, റൈറ്റ്. ഇനി എപ്പോഴാണ് രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുക? ഇങ്ങനെയാണ് ആഡ് ചെയ്യാൻ പറ്റുക. ദിസ് ഇസ് അഡീഷൻ ഓഫ് ടു വെക്ടേഴ്സ്. ഇത് A ആണ്, ഇത് B ആണെങ്കിൽ ദിസ് ഇസ് വാട്ട് വി കോൾ A plus B. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വി കോൾ ഇറ്റ് ആസ് ട്രയാങ്കിൾ ലോ ഓഫ് എഡീഷൻ. ട്രയാങ്കിൾ ലോ ഓഫ് എഡീഷൻ. അപ്പോൾ ഇതിൽ ചിലപ്പം ചോദിക്കാറുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്. അപ്പം A പ്ലസ് ട്രയാങ്കിൾ ഓഫ് എഡീഷനിൽ രണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റും. രണ്ട് വെക്ടേഴ്സ് പാരലൽ അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് നോൺ കൊളീനിയർ വെക്ടേഴ്സ്. പാരലൽ ആവുന്ന വെക്ടേഴ്സിന് പറയുന്ന പേരാണ് കൊളീനിയർ വെക്ടേഴ്സ്, നോൺ കൊളീനിയർ വെക്ടേഴ്സ്. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് നോൺ കൊളീനിയർ ആണെങ്കിൽ അവർ ഒരു പാരലലോഗ്രത്തിൻ്റെ സൈഡ് സൈഡ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. പാരലലോഗ്രത്തിൻ്റെ സൈഡ് സൈഡ്. അപ്പോൾ ഇത് വെക്ടർ എയും ഇത് വെക്ടർ ബിയും ആണെങ്കിൽ ഈ വെക്ടർ എന്തായിരിക്കും? A plus B ആയിരിക്കും. ഈ വെക്ടറോ B minus A ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കാം. എയും ബിയും അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം ആണെങ്കിൽ one diagonal will be along A plus B and other diagonal will be along അങ്ങനെയാണെങ്കിൽ B minus A അല്ലെങ്കിൽ A minus B. അപ്പോൾ എയും ബിയും രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം ആണെങ്കിൽ ഒരു ഡയഗണലിൽ A plus B കൂടെ ആയിരിക്കും, മറ്റേ ഡയഗണലിൽ A minus B കൂടെ ആയിരിക്കും. അപ്പോൾ അതിൽ ചോദ്യം വരിക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ചോദ്യം വരിക. സപ്പോസ് A equals 2i plus 3j plus 4k and B equals I minus j plus k. Suppose A and B are adjacent sides of a parallelogram. What are the unit vector along the diagonals? What are the A and B are
adjacent sides of a parallelogram. Adjacent sides of a parallelogram. What are the unit vectors? Unit vectors along the diagonals. അവിടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം എന്താ ഡയഗണൽസ് പറഞ്ഞാൽ ഡയഗണൽസ് എപ്പോഴും സമ്മും ഡിഫറൻസും ഡയഗണൽസ് ആയിരിക്കും. എയും ബിയും അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലഗ്രം ആണെങ്കിൽ എ പ്ലസ് ബി വിൽ ബി അലോങ് വൺ ഡയഗണൽ, എ മൈനസ് ബി വിൽ ബി അലോങ് അനദർ ഡയഗണൽ. ഓക്കെ, അപ്പം വാട്ട് വിൽ ബി എ പ്ലസ് ബി? ഒരു ഡയഗണൽ എന്തായിരിക്കും? എ പ്ലസ് ബി ആയിരിക്കും. അപ്പോൾ എ പ്ലസ് ബി വിൽ ബി ദിസ് ആൻസർ. എ പ്ലസ് ബി എന്താ വെറുതെ കൂട്ടാം, 3i പ്ലസ് 2j പ്ലസ് 3k അല്ല പ്ലസ് 4k, 3 1 4 1 5 5k അല്ലേ. വാട്ട് വിൽ ബി എ മൈനസ് ബി? സബ്ട്രാക്ട് ചെയ്യുക. എ മൈനസ് ബി ഇസ് 2i ദറ്റ് ഇസ് i പ്ലസ് 4j പ്ലസ് 3k. അപ്പോൾ വാട്ട് ഇസ് ദ യൂണിറ്റ് വെക്ടർ അലോങ് ദ ഡയഗണൽസ്? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ യൂണിറ്റ് വെക്ടർ വിൽ ബി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്യുക. ദിസ് ഇസ് യൂണിറ്റ് വെക്ടർ വിൽ ബി ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്, മോഡുലസ് ഓഫ് എ പ്ലസ് ബി. ഇവിടെ ഡിവൈഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ എല്ലാവർക്കും അറിയില്ലേ? 9 റൂട്ട് ഓഫ് 9 പ്ലസ് 4 പ്ലസ് 25. റൂട്ട് ഓഫ് 9 പ്ലസ് 4 പ്ലസ് 25. ഞാനൊന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നില്ല, നിങ്ങളത് ചെയ്താൽ മതി. റൂട്ട് ഓഫ് ഇതെന്തായിരിക്കും? റൂട്ട് ഓഫ് 1 പ്ലസ് 16 പ്ലസ് 9. റൈറ്റ്. ഓക്കെ, പിന്നെ 1 മാർക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ ഇങ്ങനെ വരാം. ഇപ്പോൾ സപ്പോസ് യു ഹാവ് എ വെക്ടർ ലൈക്ക് ദിസ്. എ എന്നുള്ളത് 2i പ്ലസ് 2j മൈനസ് k. What is a vector in the direction of A whose magnitude is 10? അതൊരു വെക്ടർ തരും. അപ്പം ഒരു വെക്ടർ തരും. വാട്ട് ഈസ് എ വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദാറ്റ് വെക്ടർ ഹോസ് മാഗ്നിറ്റ്യൂഡ് ഇസ് 10? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു വെക്ടറിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അത് യൂണിറ്റ് വെക്ടർ ആവും. എന്നിട്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് എ വെക്ടർ ഹോസ് മാഗ്നിറ്റ്യൂഡ് ഇസ് 10 ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എ എന്നുള്ള വെക്ടറിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ദ വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ഹോസ് മാഗ്നിറ്റ്യൂഡ് ഇസ് 10. ഇതിപ്പം മാഗ്നിറ്റ്യൂഡ് 20 ആണെങ്കിലോ യൂണിറ്റ് വെക്ടർ എടുക്കുക, എന്നിട്ട് അതിനെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായിരിക്കും ആൻസർ? ഇറ്റ് ഇസ് 10 ഇൻറ്റു 2i പ്ലസ് 2j മൈനസ് k ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1 എത്രയാണ്? 9 അല്ലേ. 9ൻ്റെ മാഗ്നിറ്റ്യൂഡ് 3 ആണ്. ഇസ് ദാറ്റ് ക്ലിയർ? റൈറ്റ്. അപ്പോൾ ഇതൊക്കെ സില്ലി ആയിട്ടുള്ള 1-2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഇത് സാധ്യതയുള്ള ചോദ്യമാണ്, ശ്രദ്ധിക്കണം. സാധാരണ ഒരു പാരലഗ്രം ലോ ഉണ്ട്. ഇത് വെക്ടറിലെ പാരലൽ ലോ അല്ല, ജോമെട്രിയിലെ. ഇപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, എയും ബിയും അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലഗ്രം ആണ്. എയും ബിയും നോൺ കൊളീനിയർ ആണെങ്കിൽ അവരൊരു അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലഗ്രം ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഡയഗണൽ എന്തായിരിക്കും? ഈ ഡയഗണൽ എന്തായിരിക്കും? ഈ ഡയഗണൽ വിൽ ബി അലോങ് എ പ്ലസ് ബി ആൻഡ് ദിസ് ഡയഗണൽ വിൽ ബി അലോങ് എ മൈനസ് ബി. അപ്പോൾ ഒരു ഡയഗണലിൻ്റെ ലെങ്ത് എന്തായിരിക്കും? മോഡുലസ് എ പ്ലസ് ബി. മറ്റേ ഡയഗണലിൻ്റെ ലെങ്ത് എന്തായിരിക്കും? മോഡുലസ് എ മൈനസ് ബി. അപ്പം പാരലഗ്രം ലോ പറയുന്നത്, പണ്ട് ജോമെട്രിയിലെ പാരലൽ ലോ പറയുന്നത് ഇതാണ്. ഇത് വെക്ടറായിട്ട് ബന്ധമില്ല, വെറുതെ ഒരു പാരലഗ്രം ഉണ്ടെങ്കിൽ ഇത് ലെങ്ത് ആണ്, ഇത് ബ്രെഡ്ത്ത് ആണ്, ഇത് d1 ആണ്, ഇത് d2 ആണ് വിചാരിക്കുക. സപ്പോസ് d1 and d2 ആർ ദ ഡയഗണൽസ്, L and B ആർ ദ അഡ്ജസൻറ്റ് സൈഡ്സ്. അങ്ങനെയാണെങ്കിൽ ദ ലോ സേസ് ദിസ്: d1 സ്ക്വയർ പ്ലസ് d2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു L സ്ക്വയർ പ്ലസ് B സ്ക്വയർ. d1 square, sum of squares of the diagonals, sum of squares of the diagonals in a parallelogram, sum of squares of the diagonals is equal to twice the sum of squares of the adjacent sides. ഇതാണ് ലോജിക്. അത് വെക്ടറിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് എങ്ങനെ കാണാം? നിങ്ങൾക്കറിയാലോ, ഇത് എയും ഇത് ബിയും ആണെങ്കിൽ ഇത് വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡാണ് L, ഇതോ ബിയുടെ മാഗ്നിറ്റ്യൂഡാണ്, ഇതോ എ പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ്, ഇത് എ മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഇതേ സാധനം വെക്ടറിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ പറയാം? മോഡുലസ് എ പ്ലസ് ബി സ്ക്വയർ, ഇത് d1 ആണ്, മോഡുലസ് എ പ്ലസ് ബി സ്ക്വയർ പ്ലസ് മോഡുലസ് എ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ട്വൈസ് ഓഫ് മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ. അപ്പോൾ ഈ റിസൾട്ട് ഒന്ന് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കൂ.
ഇത് ആക്ച്വലി എന്താ പാരലഗ്രം ലോ ആണ്. d1 square plus d2 square equals twice of. ഇതൊക്കെ പറയാൻ കാരണം ചിലപ്പം നാളത്തെ പരീക്ഷയിൽ ചിലപ്പോൾ കുറച്ചൊരു ഓഫ് ദ വേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് മറ്റന്നാളത്തെ. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അത് എഴുതിയെടുത്തോളൂ, ചിലപ്പം കിട്ടിയെന്ന് വരും. mod a plus b square plus mod a minus b square is twice of mod a square plus mod b square. ഒരു റിസൾട്ട് ഉണ്ട്. ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? പാരലഗ്രം ലോ. പാരലൽ എന്താ പറയുന്നത്? വെക്ടറിലെ പാരലൽ ലോ അല്ല കേട്ടോ, ജോമെട്രിയിലെ പാരലൽ ലോ. എന്താ ലോ പറയുന്നത്? സം ഓഫ് സ്ക്വയർസ് ഓഫ് ദ ഡയഗണൽസ് ഇസ് ഈക്വൽ ടു twice the sum of squares of the adjacent sides. അപ്പോൾ adjacent sides ആണ് mod a mod b, diagonals ആണ് mod a plus b mod a minus b അല്ലേ? എന്താ ഈ ഫോർമുലേനെ കൊണ്ടുള്ള ഗുണം? നോക്കൂ, ഇവിടെ 4 ആൾക്കാരുണ്ട്. mod a plus b അറിയാം, mod a minus b, mod a mod b. ഇതിൽ 4 ആൾക്കാരിൽ 3 ആൾക്കാർ തരികയാണെങ്കിൽ നാലാമത്തെ കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ഈ 4 3 എണ്ണം അറിയെങ്കിൽ നാലാമത്തെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊരു ചോദ്യമായിട്ട് ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? നമുക്ക് നോക്കാം. mod a plus b, suppose the question is like this. mod a plus b, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്യും നിങ്ങൾ. mod a യുടെ വാല്യൂ 6 ആണ്, mod b യുടെ വാല്യൂ 8 ആണ്, mod a minus b യുടെ വാല്യൂ 10 ആണ്. mod a plus b യുടെ വാല്യൂ എന്താ നിങ്ങൾ ചെയ്യുക? ഡയറക്റ്റായിട്ട് എന്താ ചെയ്യുക? ആ ഫോർമുല ഉപയോഗിക്കുക. എന്താ ഫോർമുല? mod a plus b square പ്ലസ് mod a minus b square. ഞാൻ ആ ഫോർമുല എഴുതുന്നില്ല കേട്ടോ, നിങ്ങളത് എഴുതണം. mod a plus b square plus mod a minus b square is equal to twice of mod a square. നിങ്ങൾ പരീക്ഷയ്ക്ക് mod a ആ ഫോർമുല എഴുതണം, എന്നാലേ ഓർമ്മയുണ്ടാവുള്ളൂ. mod a square is 36 plus mod b square. എളുപ്പമല്ലേ? ഇത് സിംപ്ലിഫൈ ചെയ്താൽ mod a plus b കിട്ടും. സിംപ്ലിഫൈ ചെയ്താൽ കണ്ടോ, അത് 36 64 100 അല്ലേ, 200 അല്ലേ, ഇവിടെ 100 അല്ലേ. അപ്പോൾ mod a plus b യുടെ വാല്യൂ എന്താ? mod a plus b square 100 ആണ്. അപ്പോൾ mod a plus b square 100 ആണെങ്കിൽ mod a plus b യുടെ വാല്യൂ എന്താ? It is 10. Is it very simple? അപ്പോൾ അതുകൊണ്ട് ഇതൊരു ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. ഇത് ചിലപ്പം ഇങ്ങനെ ചോദിക്കാം, mod a 1 ആണ്, mod b 1 ആണ്, mod a 1 ആണ്, mod b 1 ആണ്, mod a plus b 1 ആണ്, mod a minus b എന്താ ചോദിക്കാം. അപ്പോൾ ഇത്രയും ആലോചിച്ചാൽ മതി. ഈ 4 3 എണ്ണം അറിയെങ്കിൽ നാലാമത്തെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് റിസൾട്ട് നമ്പർ 1. ഇനി നമ്മൾ വേറൊരു ചോദ്യം. ഇനി നമുക്ക് വേറൊരു കാര്യം പറയാം. നോക്കൂ, എ ഒരു വെക്ടറാണ്, ബി വേറൊരു വെക്ടറാണ്. ഇത് ട്രയാങ്കിൾ ലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ട്രയാങ്കിൾ ലോ? എല്ലാവർക്കും അറിയാം. ഇത് വെക്ടർ എ ആണ്, ഇത് വെക്ടർ ബി ആണ്. ഇതെന്തായിരിക്കും? എ പ്ലസ് ബി ആയിരിക്കും അല്ലേ? ട്രയാങ്കിൾ ലോ അതാണ്, എ ബി. എന്താ ട്രയാങ്കിൾ ലോയിലെ പ്രധാനമായിട്ടുള്ള പിടുത്തം? സെക്കൻഡ് വെക്ടർ ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് വെക്ടർ. അതായത് തലയും വാലും കണക്റ്റഡ് ആവണം. ആദ്യത്തേൻ്റെ തലയുടെ മുകളിലായിരിക്കും രണ്ടാമത്തെ വെക്ടറിൻ്റെ വാല്, എന്നാലേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എ പ്ലസ് ബി ഇങ്ങനെ ആവണം. അപ്പോൾ ഇത് നോക്കൂ, എ ബി, നോക്കൂ എ, ഇത് ബി ആണ്. ഞാൻ ഇങ്ങോട്ട് സി എടുത്താൽ ഇത് എ ആണ്, ഇത് ബി ആണ്. അവിടെ ഇങ്ങോട്ട് സി എടുത്താൽ ഈ സി പറയണതും എ പ്ലസ് ബി പറയണതും വ്യത്യാസം എന്താ? എ പ്ലസ് ബി അങ്ങടാണ്, അതേ ദൂരം തന്നെയല്ലേ സി ഇങ്ങോട്ട്, അതേ മരത്തിലല്ലേ സി ഇങ്ങോട്ട്. അപ്പോൾ എ പ്ലസ് ബിയും സിയും തമ്മിലുള്ള ബന്ധം എന്താ? എ പ്ലസ് ബിയുടെ ഡയറക്ഷൻ എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റാണ് സി. അഥവാ എ പ്ലസ് ബി പ്ലസ് സി എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇതൊരു റിസൾട്ടാണ്. എന്താ റിസൾട്ട്? വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി. എയും ബിയും സിയും നോൺ കൊളീനിയർ ആവണം കേട്ടോ. വെക്ടർ എയും വെക്ടർ ബിയും വെക്ടർ സിയും കൂടി കൂട്ടിയിട്ട് 0 ആവുകയാണെങ്കിൽ, ശ്രദ്ധിക്കണം, വെക്ടർ എയും വെക്ടർ ബിയും വെക്ടർ സിയും കൂടി കൂട്ടിയിട്ട് 0 ആവുകയാണെങ്കിൽ they could be expressed as a sides of a triangle taken in order. ഇത് മലയാളത്തിൽ പറയാൻ പറ്റില്ല, ഇംഗ്ലീഷിൽ തന്നെ പറയാൻ പറ്റില്ല. യു ക്യാൻ എ ബി സി, എ പ്ലസ് ബി പ്ലസ് സി 0 ആണെങ്കിൽ എയും ബിയും സിയും ഒരു ട്രയാങ്കിളിൻ്റെ വശങ്ങളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ശ്രദ്ധിക്കുക, ടേക്കൺ ഇൻ ഓർഡർ. എന്താ ടേക്കൺ ഇൻ ഓർഡർ പറഞ്ഞാൽ? ബി തുടങ്ങുന്ന എയുടെ തലേന്നാവണം, സി തുടങ്ങുന്ന ബിയുടെ തലേന്നാവണം. കണ്ടോ, ആൻറ്റി ക്ലോക്ക് വൈസ്. അല്ല, ആൻറ്റി ക്ലോക്ക് വൈസ് ആവണമെന്നില്ല, ക്ലോക്ക് വൈസ് ആയാലും കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും തലവാല് കൂട്ടിമുട്ടണം. അങ്ങനെയാണെങ്കിൽ ദേ ഫോം ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനൊരു സാധനം കണ്ടാൽ, എ പ്ലസ് ബി പ്ലസ് സി 0 എന്ന് കണ്ടാൽ ഉടനെ നിങ്ങൾ എന്താ വിചാരിക്കേണ്ടത്? ദേ ഫോം ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ടേക്കൺ ഇൻ ഓർഡർ. ഒന്ന് ഓർത്തൂടെ, എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽസ് 0 മീൻസ് എ ബി സി will form the sides of a triangle taken in order. ഓർത്തൂടെ? ഓക്കെ, ഇനി അതിൽ വരാവുന്ന ചോദ്യങ്ങൾ നോക്കാം. ആദ്യ ചോദ്യം ഇതാണ്.
എയും ബിയും സിയും മുച്വലി പെർപെൻഡിക്കുലർ ആണ്. മോഡ് എയും മോഡ് ബിയും മോഡ് സിയും 1 ആണ്. ഇത് മോഡ് എ മോഡ് ബി മോഡ് സി 1 ആയിട്ട് പരീക്ഷയ്ക്ക് വരണമെന്നില്ല, അവിടെ നമ്പർ മാറാൻ സാധ്യതയുണ്ട്. ഈ മോഡ് എ 1 മോഡ് എ 2 മോഡ് എ 3 എന്തെങ്കിലും നമ്പർ മോഡ് ബിയും മോഡ് സിയും നമ്പേഴ്സ് ഡിഫറെൻ്റ് ആവാം. പക്ഷേ മാഗ്നിറ്റ്യൂഡ് ഇസ് ഗിവൺ. മോഡ് എ തന്നിട്ടുണ്ട്, മോഡ് ബി തന്നിട്ടുണ്ട്, മോഡ് സി തന്നിട്ടുണ്ട് വിചാരിച്ചോളൂ. ഇവിടെ നമ്മൾ ആൻസർ 1 ആണ്. ആൻഡ് എ ബി സി ആർ മുച്വലി പെർപെൻഡിക്കുലർ. എന്താ മുച്വലി പെർപെൻഡിക്കുലർ പറഞ്ഞാൽ? എ ബിനോട് പെർപെൻഡിക്കുലർ ആണ്, ബി സിനോട് പെർപെൻഡിക്കുലർ, എല്ലാം മുച്വലി പെർപെൻഡിക്കുലർ. എയും സിനോട് പെർപെൻഡിക്കുലർ. അപ്പോൾ ഐ ജെ കെ പോലെ പറയാം. ഐയും ജെയും പെർപെൻഡിക്കുലർ ആണ്, ജെയും കെയും പെർപെൻഡിക്കുലർ ആണ്, ഐയും കെയും പെർപെൻഡിക്കുലർ. അപ്പോൾ ഐ ജെ കെ മുച്വലി പെർപെൻഡിക്കുലർ. അതുപോലെ എയും ബിയും സിയും മുച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ then what is the value of ABC mutually perpendicular? What is the ABC mutually perpendicular ആണെങ്കിൽ what is the value of A dot B plus B dot C plus C dot A? അല്ല, mutually perpendicular ആണെങ്കിൽ what is the value of A plus B plus C 0? അല്ല, ABC mutually perpendicular നമുക്ക് അടുത്ത ഇതിലാവാം, ഇതിപ്പോൾ വേണ്ട. ഇത് വേണക്കട്ടെ. Suppose the question is like this: A plus B is equal to 0, mod A equals mod B equals mod C equals 1. The first question is this: what is the value of A dot B plus mutually perpendicular നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം, B dot C plus C dot. ആദ്യത്തെ ചോദ്യമാണ് what is the value of A dot B plus B dot C plus C dot. എങ്ങനെ നിങ്ങൾ ചെയ്യാം ഈ ക്വസ്റ്റ്യൻ? A plus B plus C 0 ആണ്. Mod A, mod B, mod C യുടെ വാല്യൂ 1 ആണ്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് A dot B plus B dot C plus C dot A? നിങ്ങൾ ഇത്രയും ചെയ്യണ്ടോ? A plus B plus C സ്ക്വയർ ചെയ്യാം. ഇത് സ്ക്വയർ ചെയ്താൽ എന്താ കിട്ടുക? ഇറ്റ് ഈസ് mod A സ്ക്വയർ. A plus B plus C സ്ക്വയർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? A plus B plus C dot A plus B plus C ആണ്. അപ്പോൾ ദിസ് ഇസ് mod A സ്ക്വയർ. ഇതെന്തുകൊണ്ടാണ് mod A സ്ക്വയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയണം കേട്ടോ. പ്ലസ് mod B സ്ക്വയർ പ്ലസ് mod C സ്ക്വയർ. എന്തുകൊണ്ടാണ് mod A സ്ക്വയർ ആയത്? A dot A പറഞ്ഞാൽ mod A സ്ക്വയർ ആണ്. അതുപോലെ B dot B mod B സ്ക്വയർ ആണ്. C dot C mod C സ്ക്വയർ ആണ്. പ്ലസ് ട്വൈസ് ഓഫ് A dot B plus B dot C plus C dot A. ഓക്കെ, ദാറ്റ് ഇസ് A plus B plus C സ്ക്വയർ. അപ്പോൾ A plus B plus C 0 ആണെങ്കിൽ എന്താ വരിക? 0 is equal to എന്താ വരിക? 1 2 3 3 പ്ലസ് 2 ഇൻറ്റു A dot B plus B dot C plus C dot A. എളുപ്പല്ലേ? അപ്പോൾ വാട്ട്സ് യുവർ ആൻസർ? A dot B plus B dot C plus C dot A വാല്യൂ നോക്കളെ ഈ 3 ഇങ്ങോട്ട് എടുക്കുക. therefore A dot B plus B dot C plus C dot A is equal to minus 3/2. minus 3/2. A dot B plus B dot C plus C dot A is equal to minus 3/2. ഓക്കെ, ഇതിൽ വേറൊരു ചോദ്യം എന്താ വെച്ചാൽ ഈ A plus B plus C ഇല്ല വെച്ചോളൂ. ഇപ്പോൾ ഇവിടെ A plus B plus C ഇല്ല. ചോദ്യം വാട്ട് ഇസ് ദ മിനിമം വാല്യൂ ഓഫ് A dot B plus B dot C plus C dot A? ചോദ്യം ഇതാണ് ചോദിച്ചോളൂ. വാട്ട് ഈസ് ദ മിനിമം വാല്യൂ ഓഫ് A dot B plus B dot C plus C dot A? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? അങ്ങനെയാണെങ്കിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. എന്താ വ്യത്യാസം? A plus B സ്ക്വയർ ഇത് തന്നെ. ഇനി എന്താ ചെയ്യേണ്ടത്? A plus B സ്ക്വയർ എന്തായാലും പോസിറ്റീവാണ്, സീറോനേക്കാൾ വലുതാണ്. അപ്പം ഇത് സീറോനേക്കാൾ വലുതായതുകൊണ്ട് നമുക്കിത് പറയാം 3 plus twice A dot B plus B dot C plus C dot A will be greater than or equal to 0. What is A dot B plus B dot C plus C dot A? A dot B plus B dot C plus C dot A is greater than or equal to minus 3/2. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ഐഡിയ. A plus B plus C 0 തന്നിട്ടില്ലെങ്കിൽ mod A, mod B, mod C 1 ആണെങ്കിൽ മിനിമം വാല്യൂ ഇസ് minus 3/2. And the minimum is attained when they form the A plus B plus C 0 ആകുമ്പോഴാണ് അത് 3/2 ആവാം, minus 3/2 ആവാം. ഓക്കെ, അപ്പോൾ അതൊരു ചോദ്യമായിട്ട് ചോദിക്കാം. പിന്നെ ഇതിൽ ഈ ഭാഗത്ത് വരാവുന്ന വേറൊരു ചോദ്യം, ഇപ്പം മോഡ് എയുടെ വാല്യൂ 1 ആണ്, മോഡ് ബിയുടെ വാല്യൂ 1 ആണ്, മോഡ് സിയുടെ വാല്യൂ 1 ആണ്. A plus B plus C 0 ആണ്. What is the angle between A and B? ഇത് സാധാരണ രീതിയിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. എന്താ അറിയോ? മോഡ് എ മോഡ് ബി മോഡ് സി 1 ആയാൽ നിങ്ങൾക്കറിയാം സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ആണെങ്കിൽ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇത് എ, ഇത് ബി, ഇത് സി. അപ്പോൾ വാട്ട് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി? ഒന്ന് ഗസ് ചെയ്യൂ.
കണ്ടോ, മോഡ് എ 1 ആണ്, മോഡ് ബി 1 ആണ്, മോഡ് സി 1 ആണ്. അപ്പോൾ ഈ ലെങ്ത് 1 ആവണം, ഈ ലെങ്ത് 1 ആവണം, ഈ ലെങ്ത് 1 ആവണം. അപ്പോൾ നോർമലി നിങ്ങൾ വരയ്ക്കുമ്പോൾ ട്രയാങ്കുലർ ഇക്വലാറ്ററൽ ആയിരിക്കും, എല്ലാ സൈഡും സെയിം ആവണ്ടേ. അപ്പോൾ നിങ്ങൾ സാധാരണ സ്വാഭാവികമായിട്ട് തോന്നുന്നത് എന്താ അറിയോ, ആംഗിൾ 60 ആണ്. ആംഗിൾ 60 അല്ല. അതുകൊണ്ട് ആ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആംഗിൾ 60 അല്ല. ഹലോ, ശ്രദ്ധിക്കൂ, ആംഗിൾ 60 അല്ല. എന്തുകൊണ്ട് ആംഗിൾ 60 അല്ലാതെ? രണ്ട് വെക്ടേഴ്സ് നമ്മൾ ആംഗിൾ എടുക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കോ ഇനീഷ്യലൈസ് ചെയ്യണം. അതായത് ഒരേ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് തുടങ്ങുന്ന വെക്ടറാവണം. കണ്ടോ, ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങണം, ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങണം. കോ ഇനീഷ്യൽ വെക്ടേഴ്സ് ആണ്. അപ്പോൾ നോക്കൂ, എൻ്റെയും ബിൻ്റെയും ഇത് കോ ഇനീഷ്യൽ വെക്ടേഴ്സ് അല്ല. കണ്ടോ, എ ഇങ്ങനെയാണ്, ബി ഇങ്ങനെയാണ്. അപ്പോൾ ആക്ച്വലി എയും ബിയും തമ്മിലുള്ള വെക്ടേഴ്സ് നമ്മൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നന്നാവും. അതായത് ഇപ്പോൾ ഇങ്ങനെയൊരു വെക്ടർ വെച്ചോളൂ, ഇങ്ങനെയൊരു വെക്ടർ, വേറൊരു വെക്ടർ ഇങ്ങനെയാണ്. ഈ ആംഗിൾ 60 ഡിഗ്രി അല്ലെങ്കിൽ 30 ഡിഗ്രിയാണെന്ന് വിചാരിച്ചോളൂ. ഈ ആംഗിൾ 30 ഡിഗ്രി വെച്ചോളൂ. ഇതിൻ്റെ ഈ ഏറോയില്ലേ, ഇതാ ഈ ഏറോ ഞാൻ മാറ്റി, ഈ ഏറോ ഞാൻ മാറ്റിയിട്ട് തിരിച്ചിട്ടു. ആദ്യം ഇങ്ങനെയായിരുന്നു, അത് ഞാൻ ഇങ്ങനെ തിരിച്ചിട്ടു. ഈ ആംഗിൾ 30 ഡിഗ്രി അല്ല. എന്ത് ചെയ്യണം അറിയോ, ഈ വെക്ടറിനെ ഒന്നായിട്ട് താഴേക്ക് കൊണ്ടുവരണം. ഈ വെക്ടറിനെ ഒന്നായിട്ട് താഴേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ടൊക്കെ ആക്കണം. അപ്പം ഈ വെക്ടറിനെ നമുക്ക് ഒന്നായിട്ട്, കാരണം കോ ഇനീഷ്യലൈസ് ചെയ്യാണ്, സോ ദാറ്റ് ദിസ് ഇസ് ആംഗിൾ. അപ്പോൾ ആംഗിൾ എന്തായിരിക്കും, 150 ഡിഗ്രി ആയിരിക്കും. അപ്പം വെക്ടർ ഷുഡ് ബി, ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് ഷുഡ് ബി ടേക്കൺ ഓൺലി ആഫ്റ്റർ കോ ഇനീഷ്യലൈസിങ് ദ വെക്ടേഴ്സ്. അപ്പോൾ അതുകൊണ്ട് എയും ബിയും തമ്മിലുള്ള ഈ ആംഗിൾ 60 ആണ്. പക്ഷേ എയും ബിയും തമ്മിലുള്ള ആംഗിൾ പുറത്തെ ആംഗിൾ, അതാ ഈ ആംഗിളാണ്. അപ്പോൾ ആംഗിൾ ഇസ് 120 ഡിഗ്രി. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ പോലെ 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് വിസ്തരിച്ച് ചെയ്യണം. ഇങ്ങനെ ഇത് വിസ്തരിച്ച് ചെയ്യാം. ഐഡിയ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ മോഡ് എ 1, മോഡ് ബി 1, മോഡ് സി 1 വരും. മോഡ് എയുടെ വാല്യൂ എന്തെങ്കിലും, മോഡ് ബിയുടെ വാല്യൂ എന്തെങ്കിലും, മോഡ് സിയുടെ വാല്യൂ എന്തെങ്കിലും ആയിട്ട് തരാം. അപ്പോൾ എയും ബിയും തമ്മിലുള്ള ആംഗിളാണ് ചോദിച്ചെങ്കിൽ യു സ്റ്റാർട്ട് ഫ്രം ഹിയർ. എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു മൈനസ് സി എന്ന് എഴുതാം. ഇപ്പോൾ ബിയും സിയും തമ്മിലുള്ള ആംഗിളാണ് ചോദിച്ചെങ്കിലോ ബി പ്ലസ് സി ഈക്വൽസ് മൈനസ് സി എഴുതാം. എയും സിയും തമ്മിലുള്ള ആംഗിളാണ് ചോദിച്ചെങ്കിലോ എ പ്ലസ് സി ഈക്വൽസ് മൈനസ് ബി എഴുതാം. എളുപ്പമല്ലേ? അപ്പോൾ എയും ബിയും തമ്മിലുള്ള ആംഗിൾ ചോദിച്ചുകൊണ്ട് നമ്മൾ എ പ്ലസ് ബി ഈക്വൽ മൈനസ് ചെയ്ത് സ്ക്വയർ ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക, എ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് സി സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യാം. വാട്ട് ഇസ് എ പ്ലസ് ബി സ്ക്വയർ? മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ പ്ലസ് ട്വൈസ് എ ഡോട്ട് ബി. അപ്പോൾ മോഡ് എ സ്ക്വയർ എന്താ 1 പ്ലസ് മോഡ് ബി സ്ക്വയർ എന്താ 1 പ്ലസ് ട്വൈസ് ഓഫ് എ ഡോട്ട് ബി. എ ഡോട്ട് ബി എന്നാ, എ ഡോട്ട് ബി ഇസ് മോഡ് എ ഇൻറ്റു മോഡ് ബി ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ 2 ഇൻറ്റു കോസ് തീറ്റ ഇസ് ഈക്വൽ ടു മോഡ് സി സ്ക്വയർ എന്താ 1. വാട്ട് ദ വാല്യൂ ഓഫ് കോസ് തീറ്റ? You get cos theta equals minus 1/2. അപ്പോൾ theta is equal to 120 degrees or 2 pi by 3. അപ്പോൾ അതേപോലെ ബിയും സിയും തമ്മിൽ ആംഗിൾ കാണാം, എയും സിയും തമ്മിൽ ആംഗിൾ കാണാം. ഈ കേസിൽ എയും ബിയും തമ്മിൽ ആംഗിളും ബിയും സിയും തമ്മിൽ ആംഗിളും എയും സിയും തമ്മിൽ ആംഗിളും ഒക്കെ 120 ഡിഗ്രീസ് ആണ്. ഇസ് ദാറ്റ് ക്ലിയർ? 60 അല്ല 120 ഡിഗ്രീസ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ വളരെ സ്വാഭാവികമായിട്ട് തോന്നുന്നൊരു ആൻസർ അല്ല അതിന്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. 60 ഡിഗ്രി അല്ല 120 ഡിഗ്രീസ് ആണ്. ഓക്കെ, ട്രൈ. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ പാരലൽ ടു എ പ്ലസ് ബി. പാരലൽ ടു എ, റൈറ്റ് ദ വെക്ടർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 15 യൂണിറ്റ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ. ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ എ പ്ലസ് ബിക്ക് വരെ എ മൈനസ് ബി ആവാം. അല്ലെങ്കിൽ ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ പാരലൽ ടു ദ ഡയഗണൽസ് ഡിറ്റർമിൻ ബൈ എ ആൻഡ് ബി പറയാം. നമ്മൾ കുറച്ച് പറഞ്ഞു എയും ബിയും 2 വെക്ടേഴ്സ് ആണ്. ഡയഗണൽസ് ഏതൊക്കെയാണ്? എ പ്ലസ് ബിയും എ മൈനസ് ബിയും. അപ്പോൾ ഡയഗണൽസ് പറയുമ്പോൾ അതും കൂടി ഓർക്കണം. ഡയഗണൽസ് ആ എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി. അപ്പോൾ ഈ കേസിൽ എന്താ, എ പ്ലസ് ബി കാണുക. വാട്ട് ഇസ് എ പ്ലസ് ബി? രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്താ കിട്ടുക? 2y മൈനസ് 3j മൈനസ് 2k വരും. എന്നിട്ട് വാട്ട് ഇസ് എ യൂണിറ്റ് വെക്ടർ? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, മോഡ് എ പ്ലസ് ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സിമ്പിൾ അല്ലേ? ഇസ് ഈക്വൽ ടു എന്താ, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 4 9 14 4. അപ്പോൾ എത്ര കിട്ടുക? 9 4 4 8 17 അല്ലേ? 2y അല്ലേ? ഓക്കെ. അപ്പോൾ ദിസ് ആൻസർ ഇസ് 2y മൈനസ് 3j 2y മൈനസ് 3j മൈനസ് 2k ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 4 4 8 17 അല്ലേ? 17. 4 4 8 9 17. റൈറ്റ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് റൈറ്റ് ദ വെക്ടർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 15 യൂണിറ്റ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് I മൈനസ് 2j പ്ലസ് 2k. അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാണ്. എന്ത് ചെയ്യണം? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. I മൈനസ് 2j പ്ലസ് 2k അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്താ മാഗ്നിറ്റ്യൂഡ്? 3.
എന്നിട്ട് 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. The vector in the direction of this whose magnitude is 15 units. മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊരു സാധാരണ വരുന്ന ചോദ്യമാണ്, സിമ്പിളാണ്. പിന്നെ ഈ രണ്ട് വെക്ടേഴ്സ് വരും, അത് സെക്ഷൻ ഫോർമുലയിൽ നിന്ന് ചിലപ്പോൾ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. സെക്ഷൻ ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സെക്ഷൻ ഫോർമുല എന്താ? അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. എ എന്നുള്ള പോയിന്റ് പൊസിഷൻ വെക്ടർ എ ആണ്, ബി എന്നുള്ള പോയിന്റ് പൊസിഷൻ വെക്ടർ ബി ആണ്. വാട്ട് ഇസ് ദ മിഡ് പോയിന്റ് ഫോർമുല? വെക്ടർ എ പ്ലസ് വെക്ടർ ബി ബൈ 2. If the point P is dividing that in the ratio m:n, what is the internal division? mb plus na by m plus n. ഇത് എക്സ്റ്റേണൽ ഡിവിഷൻ ആണെങ്കിൽ mb minus na by m minus n. അത് ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താ, 1:2 ആണെങ്കിൽ ഇവിടുത്തെ പൊസിഷൻ വെക്ടർ ഇവിടുത്തെ റേഷ്യോ അവിടുത്തെ പൊസിഷൻ വെക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടുത്തെ റേഷ്യോ ഇവിടുത്തെ പൊസിഷൻ വെക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റനിൽ എന്താ, മിഡ് പോയിന്റ് ആണ് ചോദിച്ചത്. മിഡ് പോയിന്റ് എന്താ കിട്ടുക? ഇത് വെക്ടർ എയും ഇത് വെക്ടർ ബി ആണെങ്കിൽ മിഡ് പോയിന്റ് എന്താ? a plus b by 2. അപ്പോൾ ഇവിടെ ആൻസർ എന്താ? ഇവിടുത്തെ ആൻസർ ഇത് എ ആണ്, ഇത് ബി ആണ്. എ എന്നുള്ള പോയിന്റ് 5i plus 3j ആണ്, ബി എന്നുള്ള പോയിന്റ് 3i minus j ആണ്. അപ്പോൾ ഇവിടുത്തെ മിഡ് പോയിന്റ് രണ്ടും കൂടി കൂട്ടുക, 5 3 8 4i, പിന്നെ -i plus 2j is 2j plus j. വെറുതെ ആഡ് ചെയ്യുക, രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുക. ഓക്കെ, പക്ഷേ ഇതേ ചോദ്യം മിഡ് പോയിന്റിന് പകരം എന്തൊക്കെ ചോദിക്കാം? സപ്പോസ് ഇറ്റ് ഈസ് ഡിവൈഡിങ് ഇന്റേർണലി ഇൻ ദ റേഷ്യോ 2:1, ഡിവൈഡിങ് ഇന്റേർണലി ഇൻ ദ റേഷ്യോ 1:2, ഡിവൈഡിങ് എക്സ്റ്റേർണലി ഇൻ ദ റേഷ്യോ 1:2. അപ്പോൾ ഇന്റേർണൽ ഡിവിഷൻ ഇന്റേർണലും എക്സ്റ്റേർണലും മിഡ് പോയിന്റും ഇത് പഠിക്കാം. എളുപ്പമല്ലേ? ഓക്കെ, അത് ചിലപ്പോൾ ചോദിക്കുള്ളൂ വളരെ, കാരണം ഇൻട്രൊഡക്ഷൻ ടു 3D ഫസ്റ്റ് ഇയറിലുണ്ട്, സെക്കൻഡ് ഇയറിലുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാലും അത് പഠിച്ചു വെച്ചോളൂ. റൈറ്റ്. പിന്നെ ഇത് ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ജോമെട്രിക്കൽ മീനിങ് ആണ്. അത് 3 ചോദ്യങ്ങളാണ് അതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. പ്രൊജക്ഷൻ, വെക്ടർ കമ്പോണൻറ്റ് എലോങ് എ, വെക്ടർ കമ്പോണൻറ്റ് പെർപെൻഡിക്കുലർ ടു എ. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. അപ്പം ചോദ്യം ഒന്നുകൂടി പറയാം. വാട്ട് ഇസ് ദ പ്രൊജക്ഷൻ ഓഫ് ദ വെക്ടർ ദിസ് ഓൺ അനദർ വെക്ടർ? നിങ്ങൾ ജോമെട്രിക്കലി മനസ്സിലാക്കേണ്ട ഇതാണ്. ഇതൊരു വെക്ടറാണ്, ഇതൊരു വേറൊരു വെക്ടർ ആണെങ്കിൽ ഈ വെക്ടറിന് ഇതിൻ്റെ മുകളിലുള്ള പ്രൊജക്ഷൻ. അപ്പോൾ ഇത് വെക്ടർ എ ആണെന്ന് ചോദിച്ചോളൂ, ഇത് വെക്ടർ ബി ആണെന്ന് ചോദിച്ചോളൂ. വാട്ട് ഇസ് ദ പ്രൊജക്ഷൻ ഓഫ് ദ വെക്ടർ ബി ഓൺ വെക്ടർ എ? വാട്ട് ഇസ് ദ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ ബി ഓൺ വെക്ടർ എ? ഇത് കാണാതെ പഠിക്കുക. ഫോർമുല ഉണ്ട് അതിന്. വാട്ട് ഇസ് ദ ഫോർമുല? അറിയോ? എല്ലാവർക്കും അറിയോ ഫോർമുല? അറിയില്ലെങ്കിൽ ഇപ്പം തന്നെ എഴുതിയെടുക്കുക, ഷുവറായിട്ട് വരും തോന്നുന്നു എനിക്ക്. എ ഡോട്ട് ബി ബൈ മോഡ് എ. പ്രൊജക്ഷൻ ഇസ് എ ഡോട്ട് ബി ബൈ മോഡ് എ. ഡോട്ട് പ്രോഡക്റ്റിൻ്റെയും ക്രോസ് പ്രോഡക്റ്റിൻ്റെയും ജോമെട്രിക്കൽ മീനിങ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ജോമെട്രിക്കൽ മീനിങ് പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഓൺ അനദർ വെക്ടർ. ഇതാണ് ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ജോമെട്രിക്കൽ മീനിങ്. ജോമെട്രിക്കൽ മീനിങ്ങിൽ 3 റിസൾട്ട്സ് ഉണ്ട്. ഒന്ന് റിസോൾവ്ഡ് കമ്പോണൻറ്റ് എലോങ് എ, റിസോൾവ്ഡ് കമ്പോണൻറ്റ് പെർപെൻഡിക്കുലർ ടു എ, വെറുതെ പ്രൊജക്ഷൻ. അപ്പം ആദ്യത്തെ നോക്കാം. വാട്ട് ഇസ് ദ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ ബി ഓൺ വെക്ടർ എ? ഇറ്റ് ഇസ് എ ഡോട്ട് ബി ബൈ മോഡ് എ. അപ്പോൾ നമുക്ക് ഇത് എ ആയിട്ട് വിചാരിക്കാം, ഇത് ബി ആയിട്ട് വിചാരിക്കാം, ഇത് എ ആയിട്ട് വിചാരിക്കാം. വാട്ട് ഇസ് ദ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ ബി ഓൺ വെക്ടർ എ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യുക? ഇത് ഡോട്ട് ഇത് ഡിവൈഡഡ് ബൈ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. കണ്ടോ? ഓൺ ദസ് എന്തിൻ്റെ മുകളിലാണോ പ്രൊജക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ മോഡുലസ് താഴെ. അപ്പോൾ എന്തായിരിക്കും ആൻസർ? പറയൂ. ഡിവൈഡഡ് ബൈ ന്യൂമറേറ്റർ എന്തായിരിക്കും? ന്യൂമറേറ്റർ രണ്ടും കൂടി ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം. ന്യൂമറേറ്റർ ഈസ് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ദീസ് 2 വെക്ടേഴ്സ്. അപ്പോൾ എന്താ വരിക? i plus 3j. ഈ സ്റ്റെപ്പ് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും കുറച്ചൊക്കെ. പിന്നെ അത് അവസാനത്തെ കുറച്ച് മാർക്കേ പോകുള്ളൂ തെറ്റിയിട്ടുണ്ടെങ്കിൽ. ഇതെങ്കിലും എഴുതാം. എ ഡോട്ട് ബി ബൈ മോഡ് എ നിർബന്ധമായിട്ടും എഴുതാം. ഇറ്റ് ഇസ് 3i മൈനസ് പ്ലസ് 3j പ്ലസ് 7k ഡോട്ട് 7i മൈനസ് j പ്ലസ് 8k ഡിവൈഡഡ് ബൈ അതിൻ്റെ മൗണ്ട്. ഏത് വെക്ടറിൻ്റെ, അതാണ് ഡിനോമിനേറ്റർ എഴുതുന്നത്. ന്യൂമറേറ്റർ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. എന്തിൻ്റെ മുകളിലാണോ പ്രൊജക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ മോഡുലസ് താഴെ. ഇവിടെ നോക്കൂ, എന്തിൻ്റെ മുകളിലാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്? ഇതിൻ്റെ മുകളിൽ, അതിൻ്റെ മോഡുലസ് താഴെ. റൂട്ട് ഓഫ് 49 പ്ലസ് 1 പ്ലസ് 64. അത് നിങ്ങൾക്ക് ചെയ്തുകൂടെ? ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് വെറും ലെങ്ത് അല്ല കേട്ടോ. ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ്, ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ്, ഇറ്റ് ക്യാൻ ബി ഈവൻ 0. ഓക്കെ, അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? 7i. സിംപ്ലിഫൈ ചെയ്യുക. ദാറ്റ്സ് ഓൾ. വാട്ട് ഇസ് ദ ആൻസർ? 7 മൈനസ് 3 പ്ലസ് 7 is 56 ഡിവൈഡഡ് ബൈ 49 50 50 64 114 ആണോ?
അതിൻ്റെ മോഡൽസ് ഒന്നും എടുക്കരുത് കേട്ടോ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആൻസർ 60/√14. ഇത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് വാല്യൂ കാണുന്നു വേണ്ട, വെറുതെ സമയം കളയരുതെന്നും, ഒന്നും സമയം കളയരുത്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ നെഗറ്റീവായിട്ട് കിട്ടിയാൽ നെഗറ്റീവ് അതേപോലെ എഴുതുക. പ്രൊജക്ഷൻ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ആലോചിക്കേണ്ട പ്രൊജക്ഷൻ്റെ കൺസെപ്റ്റ് ഇതാണ്. ഇത് എക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ പോസിറ്റീവ് പ്രൊജക്ഷൻ ആയിരിക്കും, പെർപെൻഡിക്കുലർ ആണെങ്കിൽ പ്രൊജക്ഷൻ ഉണ്ടാവില്ല, ഒപ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ നെഗറ്റീവ് പ്രൊജക്ഷൻ ആയിരിക്കും. ചിലപ്പം അതും ചോദിച്ചുവിടാന്നില്ല. എപ്പോഴാണ് മാക്സിമം പ്രൊജക്ഷൻ ഉണ്ടാവുക? ആംഗിൾ 0 ആകുമ്പോൾ. എപ്പോഴാണ് 0 ആവുക പ്രൊജക്ഷൻ? പെർപെൻഡിക്കുലർ ആവും. എപ്പോഴാണ് മിനിമം പ്രൊജക്ഷൻ ആവുക? 180 ആകുമ്പോൾ. അത് ഓർക്കാം. അപ്പോൾ 2 വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ വാട്ട്സ് ദ മാക്സിമം പ്രൊജക്ഷൻ ബി ക്യാൻ ഹാവ് ഓൺ എ? ഇറ്റ് ഈസ് മോഡ് ബി. അതായത് ഈ സാധനം ഒന്നായിട്ട് വന്ന് ഇതിനോട് മേർജ് ആകുമ്പോഴാണ് മാക്സിമം പ്രൊജക്ഷൻ ഉണ്ടാവുക. ഇത് ഇപ്പുറത്തേക്ക് ആകുമ്പോഴാണ് മിനിമം പ്രൊജക്ഷൻ ഉണ്ടാവുക. ഇതാകുമ്പോഴാണ് 0 പ്രൊജക്ഷൻ ഉണ്ടാവുക, അല്ലേ? നട്ടുച്ചയ്ക്ക് നിഴലുണ്ടാവില്ലല്ലോ. അതുപോലെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്തുണ്ടാവില്ല? പ്രൊജക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതൊരു കൺസെപ്റ്റാണ്. പ്രൊജക്ഷൻ 0 ആണെങ്കിൽ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ. ഓക്കെ, അപ്പോൾ അതൊരു ആദ്യത്തെ ഐഡിയയാണ്. ജോമെട്രിക്കൽ മീനിങ് ഓഫ് ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ആദ്യത്തെ ഐഡിയയാണ് പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി. ഇറ്റ് ഇസ് A.B/mod B. എന്തിൻ്റെ മുകളിലാണോ പ്രൊജക്ട് ചെയ്യുന്നത് അതിൻ്റെ മോഡൽസ് താഴെ. ഇവിടെ എ ഉണ്ട്, പ്രൊജക്ഷൻ A.B/mod A. അപ്പം പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ചോദിച്ചാൽ A.B/mod B. പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ ബി ഓൺ എ ചോദിച്ചാൽ A.B/mod A. ക്ലിയർ അല്ലേ? റൈറ്റ്. ഇനി ഇതിൽ വരാൻ സാധ്യതയുള്ള സാധാരണ പണ്ടത്തെയൊക്കെ സിസ്റ്റം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ വെച്ച് അവർ നിർത്താറുണ്ട്. പ്രൊജക്ഷൻ 3 എണ്ണത്തിൽ ആദ്യത്തെ മാത്രമേ മാക്സിമം ചോദിക്കുള്ളൂ. പക്ഷേ നമുക്ക് ഇതും കൂടി ഒന്ന് വേഗം നോക്കാം. വാട്ട് ഇസ് ദ റിസോൾവ്ഡ് കമ്പോണന്റ് ഓഫ് ബി എലോങ് എ? ഒരു ഫോർമുല ഉണ്ട്, അതുകൂടി നോക്കാം. എന്താ? ഇതൊരു ബി ആണ്, ഇതൊരു എ ആണ്, ഇത് എ ആണെന്ന് വെച്ചോളൂ, ഇത് ബി ആണ്. വാട്ട് ഇസ് ദ റിസോൾവ്ഡ് കമ്പോണന്റ് ഓഫ് ബി എലോങ് എ? റിസോൾവ്ഡ് കമ്പോണന്റ് ഓഫ് ബി എലോങ് എ പറഞ്ഞാൽ ഇതാണ് ഈ വെക്ടർ. ഇത് കാരണം പ്രൊജക്ഷൻ ഇതല്ലേ, ഇതാണ് നമ്മളെ പ്രൊജക്ഷൻ, ഇതാണ് പ്രൊജക്ഷൻ. അപ്പോൾ ഈ വെക്ടർ ഇത് ബിയുടെ എയിൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനം, ബി എന്നുള്ള വെക്ടറിനെ എയിൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനം, അതിന് വി കോൾ ഇറ്റ് റിസോൾവ്ഡ് കമ്പോണന്റ്. ബി എന്നുള്ള വെക്ടറിനെ എയിൽ കൂടി റിസോൾവ് ചെയ്യാനാണ്. അപ്പോൾ ഈ വെക്ടറിന് ഇതിപ്പോൾ ഒ ആണ്, ഇതിപ്പോൾ ബി ആണ്, ഇത് എ ആണ്, ഇത് എൻ ആണെങ്കിൽ വെക്ടർ ഒ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒ എൻ സാധാരണ ഒ എൻ ഇൻറ്റു എ ക്യാപ് എന്നാണ്. കാരണം സാധാ ഒ എൻ എന്താ? പ്രൊജക്ഷനാണ്. ഇൻറ്റു എ ക്യാപ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് വെക്ടർ എലോങ് എ. അപ്പോൾ ഇതിങ്ങനെ ആലോചിച്ചാൽ മതി. വെക്ടർ ഒ എൻ ഇസ് ഒ എൻ ഇൻറ്റു എ ക്യാപ്. ഇങ്ങനെ മനസ്സിലാക്കിയാൽ പെട്ടെന്ന് ആ ഫോമിൽ ഓർമ്മ വരും. എന്താ വെക്ടർ ഒ എൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇസ് A.B/mod A ഇൻറ്റു എ ക്യാപ്. ഇതാണ് റിസോൾവ്ഡ് കമ്പോണന്റ് ഓഫ് ബി എലോങ് എ. റിസോൾവ്ഡ് കമ്പോണന്റ് ഓഫ് ബി എലോങ് എ. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്തായിരിക്കും ആൻസർ? റിസോൾവ്ഡ് കമ്പോണന്റ് ഓഫ് ബി എലോങ് എ പറയുമ്പം A.B/mod A നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താ A.B/mod A? 60/114. അപ്പോൾ 60/114 ഇൻറ്റു എ ക്യാപ്. എ ക്യാപ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തിൻ്റെ മുകളിലാണോ പ്രൊജക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ മോഡൽസ്, അതിൻ്റെ യൂണിറ്റ് വെക്ടർ. അപ്പോൾ 7i - j പ്ലസ് 8k ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇറ്റ് ഇസ് എ ക്യാപ് √114. അപ്പോൾ എന്തായിരിക്കും ആൻസർ? റിസോൾവ്ഡ് കമ്പോണന്റ് വിൽ ബി ഈക്വൽ ടു 60/114 ഇൻറ്റു 7i - j പ്ലസ് 8k. അതാണ് റിസോൾവ്ഡ് കമ്പോണന്റ് ഓഫ് ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ. ഇനി അതിൽ തന്നെ എന്ത് ചോദിക്കാം? ഈ വെക്ടർ, വാട്ട് ഇസ് ദിസ് വെക്ടർ? ഈ വെക്ടർ ഇതാണ് എൻ ബി. അപ്പോൾ എൻ ബി പറഞ്ഞാൽ എന്തായിരിക്കും? എൻ ബി ഈസ് എ റിസോൾവ്ഡ് കമ്പോണന്റ് ഓഫ് ബി പെർപെൻഡിക്കുലർ ടു എ. അപ്പോൾ ബി എന്നുള്ള നമ്മൾ പണ്ട് പഠിച്ചില്ലേ പ്രൊജക്ടൈൽസിലെ? എഫ് ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ എഫ് കോസ് ആൽഫ എഫ് സൈൻ ആൽഫ. എഫ് കോസ് ആൽഫ ഇസ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്, എഫ് സൈൻ ആൽഫ ഇസ് വെർട്ടിക്കൽ കമ്പോണന്റ്. അതേപോലെ ഇപ്പം ബി ഒരു വെക്ടർ ആണെങ്കിൽ, 2 വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ ബിക്ക് എയിൽ ചെലുത്താൻ കഴിയുന്ന ഒരു സ്വാധീനം ഉണ്ടാവും. എക്ക് ലംബമായിട്ടും എക്ക് സമാന്തരമായിട്ടും എക്ക് ലംബമായിട്ടും റിസോൾവ് ചെയ്യാം ബി എന്നുള്ള വെക്ടറിനെ. അപ്പം ബീനെ എക്ക് പാരലായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? A.B/mod A ഇൻറ്റു എ ക്യാപ്. ഇത് കാണാതെ പഠിക്കണം കേട്ടോ. A.B/mod A ഇൻറ്റു എ ക്യാപ്. ഇനി എക്ക് പെർപെൻഡിക്കുലറായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇറ്റ് ഇസ് B മൈനസ് A.B/mod A ഇൻറ്റു എ ക്യാപ്. ഇത് കൂടി ഓർക്കാം. B മൈനസ് ദിസ്.
അപ്പോൾ ബി അറിയാം, ഇതറിയാം, വെറുതെ സബ്ട്രാക്ട് ചെയ്യാം. ദാറ്റ് ഈസ് ദ റിസോൾവ് കമ്പോണൻറ്റ് പെർപെൻഡിക്കുലർ ടു എ. അപ്പോൾ ഈ 3 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചോദ്യം ചോദിക്കാം. എന്താ ചോദിക്കുക? കമ്പോണൻറ്റ് ഓഫ് ബി ഓൺ എ ഡോട്ട് ബി ബൈ മോഡ് എ. റിസോൾവ് കമ്പോണൻറ്റ് ഓഫ് ബി അലോങ് എ ഡോട്ട് ബി ബൈ മോഡ് എ ഇൻറ്റു എ ക്യാപ്. What is the resolved component of B perpendicular to A? It is B minus A dot B by mode A into A cap. അപ്പോൾ എയും ബിയും തന്നിട്ടുണ്ടാവും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അതാണ് ആ ചോദ്യം, ഞാൻ ആ ചോദ്യം പറഞ്ഞു തന്നായിരുന്നു. ഇനി ഇതെന്തായാലും സാധ്യതയില്ല, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയില്ല. 3 പോയിന്റ്സ് വരും, അത് ഒരു വരയുടെ മുകളിലാണോ? നിങ്ങൾക്കറിയാലോ കൊല്ലീനിയർ പോയിന്റ്സ് ഒന്നും എന്താ, ഇത് ലൈൻ ഉണ്ട്, സെയിം ലൈൻ, ഒരേ വരയുടെ മുകളിലാണ്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. വി സേ 3 points are collinear if they lie on a line. അപ്പോൾ ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണെന്ന് വിചാരിക്കാം. ഇതൊരു വരയുടെ മുകളിലാണെങ്കിൽ എന്താവണം കണ്ടീഷൻ? എ ബി എന്നുള്ള വെക്ടറും ബി സി എന്നുള്ള വെക്ടറും പാരലാണ്. ഇതാണ് അതിൻ്റെ മെയിൻ കൺസെപ്റ്റ്. അതൊന്ന് എഴുതി എടുത്തോളൂ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 3 പോയിന്റ്സ് വന്നിട്ട് കൊല്ലീനിയർ ആണെന്ന് ചെക്ക് ചെയ്യുക. എങ്ങനെയാണ്? എ ബി എന്നുള്ള വെക്ടറാണ്, ബി സി എന്നുള്ള വെക്ടറാണ്. ഈ 2 വെക്ടേഴ്സ് പാരലൽ ആയാൽ, നിങ്ങൾക്കറിയാലോ 2 വെക്ടേഴ്സ് എപ്പോഴാണ് പാരലൽ ആവുക? ഈ 1 വെക്ടർ ഇസ് സ്കേലാർ മൾട്ടിപ്പിൾ ഓഫ് ദ അതർ വെക്ടർ അല്ലേ? അപ്പം എ ബിയും ബി സിയും പാരലൽ ആയാൽ പോയിന്റ്സ് വിൽ ബി കൊല്ലീനിയർ. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക? ഈ പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്, ഇത് വൃത്തിയില്ലല്ലോ, വൃത്തിയില്ലാതെ ആയിട്ടുണ്ട്, ഒന്ന് വൃത്തിയിൽ എഴുതാം അല്ലേ? ദിസ് ഇസ് എ ബി. അപ്പോൾ എ എന്നുള്ള പോയിന്റ് എന്താ? 1 2 7. ബി എന്നുള്ള പോയിന്റ് 2 6 3. സി എന്നുള്ള പോയിന്റ് 3 10 -1. 3 പോയിന്റ്സ് കൊല്ലീനിയർ ആണ്. അപ്പോൾ നമുക്ക് എ ബി കാണാം. എങ്ങനെയാണ് എ ബി കാണാം? നിങ്ങൾക്കറിയാലോ, ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷൻ വെക്ടർ എന്താ? എക്സ് വൈ സെഡ്. ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷൻ വെക്ടർ എന്താ? എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ. അപ്പോൾ വാട്ട് വിൽ ബി വെക്ടർ എ ബി? വെക്ടർ എ ബി ഈസ് പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. അതറിയാമെന്ന് വിചാരിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? വെക്ടർ എ ബി ഈസ് പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. വാട്ട് ഈസ് വെക്ടർ എ ബി? വെക്ടർ എ ബി ഈസ് പി വി ഓഫ് ബി മൈനസ് പി വി ഓഫ് എ. ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. വാട്ട് ഈസ് പി വി ഓഫ് ബി? ബിയുടെ പൊസിഷൻ വെക്ടർ 2 6 3യുടെ പൊസിഷൻ വെക്ടർ എന്തായിരിക്കും? 2i പ്ലസ് 6j പ്ലസ് 3k. അപ്പോൾ 2i പ്ലസ് 6j പ്ലസ് 3k മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ i പ്ലസ് 2j പ്ലസ് 7k. അപ്പോൾ എന്താ കിട്ടുക? 2 മൈനസ് 1 i, പിന്നെ 6 മൈനസ് this 4j പ്ലസ് 4j, 3 മൈനസ് 7 ഇറ്റ് ഇസ് മൈനസ് 4k. ഇതാണ് വെക്ടർ എ. ഇതേപോലെ യു ഫൈൻഡ് വെക്ടർ ബി സി. വെക്ടർ ബി സി കാണാം. വാട്ട് ഈസ് വെക്ടർ ബി സി? വെക്ടർ ബി സി ഈസ് പൊസിഷൻ വെക്ടർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് ബി അല്ലേ? ഒന്ന് കണ്ടു നോക്കൂ. 3 മൈനസ് 2 i, 10 മൈനസ് 6 പ്ലസ് 4j, പിന്നെ -1 -3 -4k. ഓഫ് കോഴ്സ് ഇത് 2 സെയിം തന്നെയാണ്. ഡയറക്ഷൻ റേഷ്യോസ് പ്രൊപ്പോർഷണൽ ആയാൽ മതി കേട്ടോ. ഡയറക്ഷൻ റേഷ്യോസ് പ്രൊപ്പോർഷണൽ ആയാൽ മതി. ഇപ്പോൾ ഇവിടെ i4, അപ്പോൾ കണ്ടോ 1/4 കണ്ടോ, 1/1 = 4/4 = -4/4. അപ്പം എ ബി ഈസ് പാരലൽ ടു ബി സി, therefore എ ബി സി ആർ കൊല്ലീനിയർ പോയിന്റ്സ്. അപ്പം 3 പോയിന്റ്സ് തരും. 3 പോയിന്റ്സ് കൊല്ലീനിയർ ആണോ ചെക്ക് ചെയ്യാൻ ചോദിക്കും. ഇതിപ്പോൾ ഇതിൽ വേറൊരു ചോദ്യം ചോദിക്കുകയെന്ന് വെച്ചാൽ, ഈ 3 പോയിന്റ്സിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ലാംഡ അറിയാത്തൊരു അൺനോൺ ഉണ്ടാവും. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ആൽഫ ഫോർ വിച്ച് ദീസ് 3 പോയിന്റ്സ് ആർ കൊല്ലീനിയർ ചോദിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നിങ്ങൾ വേണമെങ്കിൽ അതൊന്ന് നോക്കാം നമുക്ക്. സപ്പോസ് യു ഹാവ് ഇങ്ങനെ ചോദ്യം. അപ്പം 1 1 ഇതേ ചോദ്യം തന്നെ ആവാം നമുക്ക്. 1 വേണമെങ്കിൽ എഴുതാം. 1 5 4 ഒരു പോയിന്റ്, 3 2 6 വേറൊരു പോയിന്റ്, 3 2 6. അപ്പോൾ എൻ്റെ ഡി ആർ 2 ആയിരിക്കും. അപ്പോൾ 4 വരണമെങ്കിൽ 7. ഇത് -3 ആണ്. -6 വരണമെങ്കിൽ -4. ഇവിടെ ആൽഫ. ഇനി ഈ ചോദ്യം ഒന്ന് ചെയ്തു മക്കളെ.
ഇത് എ എന്നുള്ള പോയിന്റ്, ബി എന്നുള്ള പോയിന്റ്, സി എന്നുള്ള പോയിന്റ്. എ ബി സി കൊളീനിയർ ആണെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ആൽഫ? അപ്പം ആ രണ്ട് ചോദ്യങ്ങളിൽ ഏതെങ്കിലും ചോദ്യം സാധ്യതയുണ്ട്. 3 പോയിന്റ്സ് തരും, ഷോ ദാറ്റ് ദേ ആർ കൊളീനിയർ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ആൽഫ ഉണ്ടാവും. ഇഫ് ദേ ആർ കൊളീനിയർ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ആൽഫ? ഒന്ന് ചെയ്യൂ. ആദ്യം എന്താ ചെയ്യേണ്ടത്? എ ബിയുടെ ഡി ആർ കാണാം. ഡി ആർ കാണാം, അല്ലെങ്കിൽ എ ബി എന്നുള്ള വെക്ടർ ആണ്. വാട്ട് ഇസ് വെക്ടർ എ ബി? പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. ഇറ്റ് ഈസ് 2i 2 minus 5 minus 3j. ഇങ്ങനെ എഴുതിയാൽ മതി, പരീക്ഷയ്ക്കും അങ്ങനെ എഴുതിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. 6 minus 4 plus 2k. ഇത് കിട്ടിയാൽ മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. അതേപോലെ വാട്ട് യു ഫൈൻഡ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ബി സി? വെക്ടർ ബി സി എന്തായിരിക്കും? ഇറ്റ് ഈസ് പൊസിഷൻ വെക്ടർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് ബി. നോക്കൂ, 7 minus 3 4. പിന്നെ -4 -2 -6j. പിന്നെ പ്ലസ് ആൽഫ മൈനസ് 6k. അപ്പോൾ ഇറ്റ് ഇസ് ഗിവൺ ദാറ്റ് ദേ ആർ കൊളീനിയർ. അത് കൊളീനിയർ ആണെന്ന് തന്നിട്ടുണ്ട്. കൊളീനിയർ തന്നിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക? കൊളീനിയർ തന്നിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സ് പാരലാണ്. അപ്പോൾ എ ബിയും ബി സിയും പാരലൽ ആയതുകൊണ്ട് നമുക്കെന്ത് പറയാം? ഇതിൻ്റെ ഡി ആറും ഇതിൻ്റെ ഡി ആറും പ്രപ്പോർഷണൽ ആവും. അപ്പോൾ ഇതിൻ്റെ ഡി ആർ എന്താ? 2/4 ഇസ് ഈക്വൽ ടു -3/-6 ഇസ് ഈക്വൽ ടു 2/α-6. ഇത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? അപ്പോൾ ഒന്നുകിൽ 3 പോയിന്റ്സ് വന്നിട്ട് കൊളീനിയർ പ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ ആ 3 പോയിന്റ്സിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അൺനോൺ ഉണ്ടാവും. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആൽഫ ഫോർ ദേ ആർ കൊളീനിയർ. ക്ലിയർ അല്ലേ? റൈറ്റ്. അപ്പോൾ ഇതുണ്ടോ 1/2 അല്ലേ? അപ്പോൾ 1/2. അപ്പോൾ ആൽഫയുടെ വാല്യൂ എന്താണെന്ന് പറയൂ. വാട്ട്സ് ദ വാല്യൂ ഓഫ് ആൽഫ? എന്തായിരിക്കും ആൽഫയുടെ വാല്യൂ? ഇറ്റ് ഈസ് 1/2 is equal to 2/α-6. α-6 is equal to 4. Alpha equals 10. അപ്പോൾ അതൊരു നല്ല ചോദ്യമാണ്. അപ്പോൾ എന്താ ചോദ്യം? ഒന്നുകൂടി പറയാം. 3 പോയിന്റ്സ് തരും, ഷോ ദാറ്റ് ദേ ആർ കൊളീനിയർ. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? എ ബി കാണുക, ബി സി കാണുക, എ ബിയും ബി സിയും പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യുക. അടുത്ത ചോദ്യം എന്താ? 3 പോയിന്റ്സ് തരും, ഇറ്റ് വിൽ ബി ഗിവൺ ദാറ്റ് ദേ ആർ കൊളീനിയർ. അതിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ആൽഫ ഉണ്ടാവും. വാട്ട്സ് ദ വാല്യൂ ഓഫ് ആൽഫ ഫോർ ദേ ആർ കൊളീനിയർ? ഓക്കെ. ഇനി അടുത്തത്, ഇതൊക്കെ സാധാരണഗതിയിൽ ചോദിക്കാറില്ല, പക്ഷേ നിങ്ങൾ എപ്പോഴത്തെ സിനാറിയോയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് തോന്നുന്നു എനിക്ക്. അതുകൊണ്ട് ചെയ്യാം. സാധാരണഗതിയിൽ ചോദിക്കാറില്ല, പക്ഷേ ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ചോദ്യമാണ്. കഴിഞ്ഞ കൊല്ലമൊന്നും ചോദിച്ചിട്ടില്ല. കഴിഞ്ഞ കൊല്ലമൊക്കെ സിമ്പിൾ ആയിട്ടുള്ള പേപ്പറാണെങ്കിൽ ചോദിക്കാറില്ല. പക്ഷേ എനിക്ക് ഇന്നലത്തെ കെമിസ്ട്രിയുടെ പേപ്പർ കണ്ടപ്പോൾ ഒരു സംശയം തോന്നി, അതുകൊണ്ട് ചെയ്യാണ്. കുറച്ചധികം ആയാലും കുഴപ്പമൊന്നുമില്ല, അത്ര പ്രശ്നമുള്ള ക്വസ്റ്റ്യൻ അല്ല അത്. പക്ഷേ കഴിഞ്ഞ കൊല്ലം അതിൻ്റെ ഉന്നത കൊല്ലം ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ പഠിച്ചോളൂ. എയും ബിയും യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. തീറ്റയാണ് ആംഗിൾ ബിറ്റ്വീൻ ദം. വാട്ട്സ് ദ വാല്യൂ ഓഫ് മോഡ് എ പ്ലസ് ബി? ഇത് 2 ചോദ്യങ്ങളാണ് ചോദിക്കാം. മോഡ് എ പ്ലസ് ബി, മോഡ് എ മൈനസ് ബി ചോദിക്കും. മോഡ് എ പ്ലസ് ബി, മോഡ് എ മൈനസ് ബി. യു ക്യാൻ ഓൾസോ സീ ദാറ്റ് മോഡ് എ മൈനസ് ബി ഇസ് 2 sin θ/2. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാം. പിന്നെ മാത്രമല്ല, വേണമെങ്കിൽ ഇതിൽ സ്റ്റെമ്മായിട്ട് ചോദിക്കുമ്പോൾ മോഡ് എ പ്ലസ് ബി, മോഡ് എ മൈനസ് ബി ഈക്വൽ ആയാൽ എന്താ സംഭവിക്കാൻ ചോദിക്കാം. വാട്ട് യു ക്യാൻ സേ അബൌട്ട് ദ ഫിഗർ ഓഫ് ദ ട്രയാങ്കിൾ? ആ ഫിഗർ ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിക്കാം. ഒരുപാട് സാധ്യതയുള്ളൊരു ചോദ്യമാണ്. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ. എന്താ ചെയ്യുക? മോഡ് എ മോഡ് ബി 1 ആണ്. മോഡ് എ പ്ലസ് ബി ആണ് ചോദിച്ചത്. എന്ത് ചോദിച്ചാലും മോഡ് എ പ്ലസ് ബി ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ. മോഡുലസ് ഓഫ് എ വെക്ടർ ഈസ് റൂട്ട് ഓഫ് വെക്ടർ എ സ്ക്വയർ. ഇതാണ് കൺസെപ്റ്റ്. Modulus of a vector is root of vector a square. അപ്പോൾ what is modulus of a plus b? എന്തായിരിക്കും? root of a plus b square. എന്താ a plus b square? ഒന്ന് പറയൂ നിങ്ങൾ. സിമ്പിൾ അല്ലേ? എന്തായിരിക്കും a plus b square? a square mod a square plus mod b square. അത് എഴുതണേ, നിങ്ങൾ എഴുതണം. mod a square plus mod b square plus twice a dot b. a plus b square അതാണ്. mod a square plus mod b square plus twice a dot b. a dot b is the a dot b യുടെ വാല്യൂ 1 into mod a യുടെ വാല്യൂ 1 അല്ലേ? 1 into cos theta. അപ്പോൾ mod a plus b യുടെ വാല്യൂ ഇതാണ്. അപ്പോൾ mod a plus b ഞാൻ വൃത്തിയായിട്ട് എഴുതാം. mod a plus b is equal to root of 1
plus 1 plus 2 cos theta. Simplify the root of 2 plus 2 cos theta. It is root of 2 into 1 plus cos theta. 1 plus cos theta, 2 cos theta, cos square theta by 2 ആണ്. Root of 2 into 2 cos square theta by 2 is equal to 2 cos theta by 2. This is mod A plus B. അപ്പോൾ ഇതേ ലോജിക്കിലാണ് മോഡ് എ മൈനസ് ബി പോവുക. മോഡ് എ മൈനസ് ബി ആണെങ്കിൽ എന്താ വരിക? മോഡ് എ മൈനസ് ബി ആണെങ്കിൽ ഇതേ ലോജിക്. വാട്ട്സ് ദ ലോജിക്? മോഡ് എ മൈനസ് ബി ആണെങ്കിൽ ഇത്രയേ വ്യത്യാസമുള്ളൂ. മോഡ് എ മൈനസ് ബി എന്തായിരിക്കും? ഇറ്റ് ഈസ് റൂട്ട് ഓഫ് മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ മൈനസ് ട്വൈസ് എ ഡോട്ട് ബി. ഈ പ്ലസിന് പകരം അവിടെ മൈനസ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇറ്റ് ഈസ് റൂട്ട് ഓഫ് 2 into 1 minus cos theta. ഇതേപോലെ it is root of 2 into 2 sin square theta by 2. Or mod A minus B is 2 sin theta by 2. അപ്പോൾ mod A plus B ഇതാണ്, mod A minus B ഇതാണ്. it is sin square theta by 2. അപ്പം രണ്ട് ഫോർമുലാസ് എന്തൊക്കെയാ? mod A plus B is 2 cos theta by 2. mod A minus B is 2 sin theta by 2. അപ്പോൾ അവിടെ ഒരു കണ്ടുപിടുത്തമുണ്ട്. എ പ്ലസ് ബിയും എ മൈനസ് ബിയും ഈക്വൽ ആകുമ്പോൾ എന്താ സംഭവിക്കുക? വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ ഫിഗർ? മോഡ് എ പ്ലസ് ബി മോഡ് എ മൈനസ് ബി ഈക്വൽ ആയ പാരലൽ, നിങ്ങൾക്കറിയാലോ എ പ്ലസ് ബി പറയുന്നത് പാരലഗ്രത്തിൻ്റെ ഡയഗണലാണ്, എ മൈനസ് ബി പറഞ്ഞാൽ പാരലഗ്രത്തിൻ്റെ മറ്റേ ഡയഗണലാണ്. അപ്പോൾ മോഡ് എ പ്ലസ് ബി മോഡ് എ മൈനസ് ബി ഈക്വൽ ആയ എന്താ സംഭവിക്കുക? ഡയഗണൽസ് ഈക്വൽ ആവും. ഡയഗണൽസ് ഈക്വൽ ആയ എന്താ സംഭവിക്കുക? പാരലഗ്രം ബിക്കംസ് എ റെക്റ്റാങ്കിൾ. പാരലഗ്രം റെക്റ്റാങ്കിൾ ആണെങ്കിൽ എയും ബിയും തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. അപ്പോൾ അതൊരു ചോദ്യം ചോദിക്കുക. അതിൻ്റെ സ്റ്റെം ആയിട്ട് വേണമെങ്കിൽ മോഡ് എ പ്ലസ് ബി മോഡ് എ മൈനസ് ബി ഈക്വൽ ആണെങ്കിൽ ഷോ ദാറ്റ് ഇഫ് മോഡ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു മോഡ് എ മൈനസ് ബി ഷോ ദാറ്റ് എ ആൻഡ് ബി ആർ പെർപെൻഡിക്കുലർ. അത് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? മോഡ് എ പ്ലസ് ബി മോഡ് എ മൈനസ് ബി ഈക്വൽ ആയ 2 cos theta by 2 2 sin theta by 2 ആവും. sin theta by 2 cos theta by 2 ഈക്വൽ ആവും. theta by 2 45 ആവും. theta 90 ആവും. എയും ബിയും പെർപെൻഡിക്കുലർ ആവും. ഡോട്ട് പ്രോഡക്റ്റ് 0 ആവും. അപ്പോൾ അത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. ഡോട്ട് പ്രോഡക്റ്റ് 0 ആയ മോഡ് എ പ്ലസ് ബി മോഡ് എ മൈനസ് ബി ഈക്വൽ ആവും. അപ്പോൾ അതൊക്കെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ്, പക്ഷേ ചോദിക്കാറില്ല. പക്ഷേ എന്നാലും ഇപ്പോഴത്തെ സിനാരിയോയിൽ നമുക്കത് പഠിക്കാം. റൈറ്റ്. ഇനി ഇത് ഏത് സിനാരിയോ ആയാലും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഇത് വെക്ടർ ഉപയോഗിച്ചിട്ട് മാത്രമേ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത്. യു വിൽ ബി ഗിവൺ 3 പോയിന്റ്സ്. 3 നോൺ കൊളീനിയർ പോയിന്റ്സ് തന്നിട്ടുണ്ടാവും. ചോദ്യം, വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഫോംഡ്? ട്രയാങ്കിൾ നിങ്ങൾക്കറിയാമല്ലോ, ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ 2 ഡയമെൻഷനിൽ ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല 3 ഡയമെൻഷനിൽ വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് 3 ഡയമെൻഷനിൽ വെക്ടർ ഉപയോഗിച്ചിട്ട് മാത്രമേ ഏരിയ കാണാൻ പറ്റുള്ളൂ. അപ്പം അതാണ് നമ്മുടെ ക്രോസ് പ്രോഡക്റ്റിൻ്റെ ജോമെട്രിക്കൽ മീനിങ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇത് വെക്ടർ എയും ഇത് വെക്ടർ ബിയും ആണെങ്കിൽ, ഇത് വെക്ടർ എ ആണ്, ഇത് വെക്ടർ ബി ആണെങ്കിൽ, ഈ പാരലഗ്രത്തിൻ്റെ ഏരിയ എന്താ? ഏരിയ ഈസ് ഈക്വൽ ടു മോഡുലസ് എ ക്രോസ് ബി. എ ക്രോസ് ബി എടുക്കുക, അതിൻ്റെ മോഡുലസ് എടുക്കുക. അതാണ് ഏരിയ ഓഫ് ദ പാരലഗ്രം വിത്ത് അഡ്ജസൻറ്റ് സൈഡ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി. അപ്പോൾ അതിൻ്റെ പകുതി ആയിരിക്കില്ല ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി ആണെങ്കിൽ ഇതിൻ്റെ പകുതി ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും? ഹാഫ് മോഡ് എ ക്രോസ് ബി. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് 3 ചോദ്യങ്ങളാണ് വരിക. 3 ചോദ്യങ്ങൾ എന്താ വരിക? ഒരു പാരലഗ്രത്തിൻ്റെ 2 അഡ്ജസൻറ്റ് സൈഡ്സ് വരും. 2 അഡ്ജസൻറ്റ് സൈഡ്സ് വരും. ആ പാരലഗ്രത്തിൻ്റെ ഏരിയ എന്താ ചോദിക്കും. അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ 2 അഡ്ജസൻറ്റ് സൈഡ്സ് വരും. എന്നിട്ട് ആ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താ ചോദിക്കും. അല്ലെങ്കിൽ മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെ ചോദിക്കാം. എന്താ? ഒരു പാരലഗ്രത്തിൻ്റെ ഡയഗണൽസ് വരും. ഇത് D1, ഇത് D2. വാട്ട് ഇസ് ദ ഏരിയ ചോദിക്കും. വാട്ട് ഇസ് ദ ഏരിയ? ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് മോഡുലസ് D1 ക്രോസ് D2. പിന്നെ ഓഫ് കോഴ്സ് ഈ ചോദ്യം. അപ്പോൾ ആകെ 4 ചോദ്യം, 1 2 3 4 ചോദ്യത്തിൻ്റെ കൺസെപ്റ്റ് ഒറ്റൊന്നാണ്. എന്താണ്? ക്രോസ് പ്രോഡക്റ്റ്. ക്രോസ് പ്രോഡക്റ്റിൻ്റെ ജോമെട്രിക്കൽ മീനിങ്ങിൽ വരുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഒന്നെന്താ? 2 അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലഗ്രം, 2 നോൺ കൊളീനിയർ വെക്ടേഴ്സ് വരും. എന്നിട്ട് അത് അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ടുള്ള പാരലഗ്രത്തിൻ്റെ ഏരിയ എന്താ ചോദിക്കും. ക്രോസ് ചെയ്യാം, മാഗ്നിറ്റ്യൂഡ് എഴുതാം. പിന്നെ 2 അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ വരും. അത് അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ടുള്ള ആ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താ ചോദിക്കും. എന്ത് ചെയ്യണം? ഹാഫ് മോഡ് എ ക്രോസ് ബി. പിന്നെ ഒരു പാരലഗ്രത്തിൻ്റെ ഡയഗണൽസ് വരും, D1 ഉം D2.
വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ പാരലഗ്രാം. അപ്പോൾ ഈച്ച് ആൻഡ് എവറിഥിങ് നമുക്ക് ഓരോന്നോരോന്ന് ചെയ്യാം. അപ്പോൾ ആദ്യം ഇത് നാലെണ്ണത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഇതാണ്. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ഇതോ ഏതെങ്കിലും ഒന്ന് ചോദിക്കുന്നുള്ള 100% ഷുവറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഫോംഡ്? അപ്പം ഇതിൽ ഏതാ കൺസെപ്റ്റ്? ട്രയാങ്കിളിൻ്റെ കൺസെപ്റ്റാണ്. അപ്പോൾ എന്താ, ഒരു ട്രയാങ്കിൾ വരയ്ക്കാം, ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ ആയിക്കോട്ടെ. ഇത് വെക്ടർ എ ആയിക്കോട്ടെ, ഇത് വെക്ടർ ബി ആയിക്കോട്ടെ, ഇത് വെക്ടർ സി ആയിക്കോട്ടെ. അല്ല, വെക്ടർ അല്ല, പോയിന്റ്, വെർട്ടിസസ്. അപ്പോൾ എ എന്നുള്ള പോയിന്റ് 1 1 ആണ്, 1 1 1. ബി എന്നുള്ള പോയിന്റ് 1 2 3 ആണ്. സി എന്നുള്ള പോയിന്റ് 2 3 1 ആണ്. ഇതിൽ ആ ട്രയാങ്കിളിൻ്റെ ഷേപ്പ് എന്താ ചോദിക്കാം. വാട്ട് ഈസ് ദ ഷോ ദാറ്റ് ദ ട്രയാങ്കിൾ ഇസ് റൈറ്റ് ആംഗിൾ, അല്ലെങ്കിൽ ഷോ ദാറ്റ് ദ ട്രയാങ്കിൾ ഇസ് ഐസോസെലസ്, ഷോ ദാറ്റ് ദ ട്രയാങ്കിൾ ഇസ് ഇക്വലാറ്ററൽ. അങ്ങനെയൊക്കെ ചോദിക്കാം. 3 ഡയമെൻഷനിൽ ഇക്വലാറ്ററൽ ആവാം. എങ്ങനെ ഇക്വലാറ്ററൽ ആവാം? ഡിസ്റ്റൻസ് ഫോമിൽ ചോദിച്ചത് എല്ലാം ഈക്വൽ ആണെന്ന് നോക്കുക. പിന്നെ എങ്ങനെയാണ് റൈറ്റ് ആംഗിളിലാണ് നോക്കുക? ഏതെങ്കിലും 2 വെക്ടേഴ്സ് എടുക്കുക, എന്നിട്ട് അത് ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെന്ന് നോക്കുക. അല്ലെങ്കിൽ പൈത്തഗോറസ് ഉപയോഗിക്കാം. പൈത്തഗോറസ് ഉപയോഗിക്കാതെ ചെയ്യാൻ പാടില്ല കേട്ടോ, അത് വിൽ ഡിസ്കസ്. പിന്നെ എന്താണ്, ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ ചോദിക്കാം. അതാണ് ഈ ചോദ്യം, ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ വെക്ടർ എടുക്കുക, ഈ വെക്ടർ എടുക്കുക. വാട്ട് ഈസ് ബി എ വെക്ടർ? നിങ്ങൾക്കറിയാലോ, ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു വശത്തിനെ ക്രോസ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് മാഗ്നിറ്റ്യൂഡ് എടുത്താൽ ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. അപ്പോൾ വാട്ട് ഈസ് വെക്ടർ ബി എ? ബി എ ശ്രദ്ധിക്കണേ, ഇവിടെ ഏറോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബി എ പറഞ്ഞാൽ ബി ആണ് ഇനീഷ്യൽ പോയിന്റ്, എ ആണ് ടെർമിനൽ പോയിന്റ്. വെക്ടർ ഇസ് ഒറിജിനേറ്റിംഗ് ഫ്രം ബി ആൻഡ് ഇസ് ആക്ടിങ് അലോങ് എ. ബിന്ന് തുടങ്ങി എയിൽ കൂടി എന്നാണ്. വാട്ട് ഈസ് വെക്ടർ ബി എ? ഇത് മൈനസ് ഇത്, പൊസിഷൻ വെക്ടർ ഓഫ് എ മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് ബി. അപ്പോൾ എന്താ വരിക? 1 - 1 ഉണ്ടാവില്ല. 1 - 2 - j, പിന്നെ 1 - 3 - k. ഇതാണ് വെക്ടർ ബി. ശരിയല്ലേ? ഇനി വാട്ട് ഈസ് വെക്ടർ ബി സി? ബി സി ഒന്ന് പറയൂ. ബി സി പറയുന്നത് പൊസിഷൻ വെക്ടർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് ബി ആണ്. ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം. അപ്പോൾ എന്താ വരിക? പൊസിഷൻ വെക്ടർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് ബി പറയുമ്പോൾ 2 - 1 i, പിന്നെ 3 - 2 പ്ലസ് j, പിന്നെ 1 - 3 - 2k. ശരിയല്ലേ? അപ്പോൾ ഏരിയ കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടും കൂടി ക്രോസ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഹാഫ് ബി എ ക്രോസ് ബി സി. ഏരിയ ഇസ് half ബി എ ക്രോസ് ബി സി. മോഡ്ലസ്. അപ്പോൾ ആദ്യം ബി എ ക്രോസ് ബി സി ചെയ്യാം. വാട്ട് ഈസ് ബി എ ക്രോസ് ബി സി? ഫിസിക്കൽ ഡിറ്റർമിനന്റ് പ്രോഡക്റ്റ്, ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക എങ്ങനെയാണ്? ഐ ജെ കെ. ഇനി ബി എ പറഞ്ഞാൽ എന്താ? മൈനസ് ജെ മൈനസ് കെ ആണ്. മൈനസ് ജെ മൈനസ് കെ ആകുമ്പം ഇവിടെ ഐ ജെ കെ, മൈനസ് ജെ മൈനസ് കെ, ഇവിടെ -1 ഇവിടെ 0. പിന്നെ ബി സി, വാട്ട് ഈസ് ബി സി? ഐ പ്ലസ് ജെ മൈനസ് 2k ആണ്. ഐ പ്ലസ് ജെ മൈനസ് 2k. സിംപ്ലിഫൈ, വാട്ട് യു ഗെറ്റ്? 2 + 1 3i minus j into 0 + 1 അപ്പം പ്ലസ് j പ്ലസ് k into 1. ഇന്നലെ കിട്ടാം ബി എ ക്രോസ് ബി സി ഇസ് 3i 2 + 1 3i minus j into +1 minus j plus k into minus k. ഇതാണ് ബി എ ക്രോസ് ബി സി. അപ്പോൾ വാട്ട് ഇസ് ഏരിയ? ഇറ്റ് ഇസ് ഹാഫ് മോഡ്ലെസ് 3i മൈനസ് ജെ പ്ലസ് കെ. അത്രയേ ഉള്ളൂ. അപ്പോൾ വാട്ട് ഇസ് ഏരിയ? ഇറ്റ് ഇസ് ഹാഫ് ഇൻറ്റു റൂട്ട് ഓഫ് 9 + 1 + 1 10 11 അല്ലേ? റൂട്ട് 11/2 സ്ക്വയർ യൂണിറ്റ്സ്. അപ്പോൾ ഇതേ ചോദ്യം ഒരു ട്രയാങ്കിൾ ഏരിയ, ഈ ട്രയാങ്കിൾ ഏരിയ എന്താ? ഹാഫ് ഇൻറ്റു റൂട്ട് 11 സ്ക്വയർ യൂണിറ്റ്സ്. ഇതേ ചോദ്യം ഇങ്ങനെ ചോദിക്കാം. വാട്ട് ഈസ് കോസ് ബി? കോസ് ബി എന്താണെന്ന് ചോദിക്കാം.
അല്ലെങ്കിൽ വാട്ട് ഈസ് കോസ് എ, അല്ലെങ്കിൽ വാട്ട് ഈസ് ബി, വാട്ട് ഈസ് എ ഒക്കെ ചോദിക്കാം. കോസ് ബി ചോദിച്ചാൽ എന്താ നിങ്ങൾ ചെയ്യാം? കോസ് ബി എസ് കണ്ടോ, ബി എന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന രണ്ട് വെക്ടർ എടുക്കുക, ബി എയും ബി സി. ഇപ്പം വാട്ട് ഈസ് കോസ് എ ചോദിച്ചാൽ എന്താ നിങ്ങൾ ചെയ്യുക? എയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന രണ്ട് വെക്ടർ എടുക്കുക, എ ബിയും എ സി. കോസ് സി ചോദിച്ചാൽ സിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന രണ്ട് വെക്ടർ എടുക്കുക, സി എയും സി ബി. അപ്പോൾ വാട്ട് വിൽ ബി കോസ് ബി? ഇവിടെ ഓൾറെഡി നമ്മൾ ഈ രണ്ട് വെക്ടേഴ്സ് എടുത്തുകൊണ്ട് കോസ് ബി ചെയ്യാം. വാട്ട് ഈസ് കോസ് ബി? കോസ് ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? കോസ് ബി ഈസ് ഈക്വൽ ടു ബി എ ഡോട്ട് ബി സി. ഇറ്റ് ഈസ് ബി എ ഡോട്ട് ബി സി ഡിവൈഡഡ് ബൈ മോഡ് ബി എ ഇൻറ്റു മോഡ് ബി സി. ബി എ ഡോട്ട് ബി സി എന്താ? ഐ മൈനസ് ഐ മൈനസ് ജെ, മൈനസ് ഐ മൈനസ് അല്ല മൈനസ് ജെ, this is minus j minus k dot vector bc is I plus j minus 2k, I plus j minus 2k divided by root 2 into root of 4 plus 2, root 6. So answer എന്തായിരിക്കും? minus 1 plus 2 divided by root 12. This is cos b. What is b equals? b equals cos inverse 1 by root 12. അപ്പോൾ അതേപോലെ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ യു ക്യാൻ ഫൈൻഡ് കോസ് എ ഓൾസോ. എ ആണ് ചോദിച്ചെങ്കിലോ, എ ആ ചോദിച്ചെങ്കിൽ എയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന രണ്ട് വെക്ടർ എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? എ ബിയും എ സിയും എടുക്കാം. അപ്പോൾ നമ്മൾ ബി എ ഓൾറെഡി കണ്ടുകൊണ്ട് എ ബി എങ്ങനെയാണ് കാണുക? അതിൻ്റെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, എ ബി എ സി. അപ്പം ആംഗിൾ കോസ് സിയെ ചോദിച്ചെങ്കിൽ സിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന രണ്ട് വെക്ടർ എടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആംഗിൾ എടുക്കുമ്പം ഏത് വെർട്ടെക്സിൽ നിന്നാണോ ഒറിജിനേറ്റ് ചെയ്യുന്നത് അത് എടുക്കണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പം എന്തൊക്കെ ചോദിക്കുക ഈ ക്വസ്റ്റിൽ? ഷോ ദ ആ ട്രയാങ്കിളിൻ്റെ ഷേപ്പ് എന്താ ചോദിക്കാം, ട്രയാങ്കിൾ ഈക്വലാറ്ററലാണോ ഐസോസസ് ആണോ റൈറ്റ് ആംഗിൾ ആണോ ചോദിക്കാം, പിന്നെ ആംഗിൾസ് ചോദിക്കാം, പിന്നെ എന്താണ് ഏരിയ ചോദിക്കാം, വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഓക്കെ, ഇനി നമുക്ക് വേറെ ചോദ്യം ട്രൈ ചെയ്യാം. വേറെ ചോദ്യം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ട്രയാങ്കിളിൻ്റെ 3 വെർട്ടിസസ് തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് ഇറ്റ് ഇസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഓൾസോ ഫൈൻഡ് അതർ 2 ആംഗിൾസ്. ഇങ്ങനത്തെ ചോദ്യങ്ങളും ചോദിക്കാം. ഞാൻ ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താ, മൂന്ന് ആംഗിൾസ് വെർട്ടിസസ് തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് ഇറ്റ് ഫോം എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. എന്താ നിങ്ങൾ ചെയ്യുക? എ ബി കാണുക, ബി സി കാണുക, എ സി കാണുക. എന്നിട്ട് ഏതെങ്കിലും രണ്ട് വെക്ടേഴ്സ് ഡോട്ട് ചെയ്തിട്ട് 0 ആവുണ്ടോ നോക്കുക. 0 ആവണമെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ആണ്. അപ്പോൾ ഇതേപോലെ തന്നെ എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്. അപ്പം ഷോ ദാറ്റ് ഇറ്റ് ഇസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ സാധാരണ ഗതിയിൽ നിങ്ങൾ എന്താ ചെയ്യുക? പൈത്തഗോറസ് ആണ്. പൈത്തഗോറസ് ഉപയോഗിച്ച് ചെയ്യരുത്. എന്ത് ചെയ്യുക? ഏതെങ്കിലും വെക്ടർ, എ ബി എന്നുള്ള വെക്ടർ കാണാം, എ ബി എന്നുള്ള വെക്ടർ കാണാം, ബി സി എന്നുള്ള വെക്ടർ കാണാം, എ സി എന്നുള്ള വെക്ടറാണ്. ഇതിപ്പോൾ നിർബന്ധമൊന്നുമില്ല, ഏതെങ്കിലും രണ്ട് വെക്ടേഴ്സ് എടുത്താൽ മതി, യോജിപ്പിച്ചാൽ മതി. വെക്ടർ എ ബി എന്തായിരിക്കും? പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ വേഗം പറയാം, ഇറ്റ് ഇസ് 3i plus 2j plus 6k. ശരിയല്ലേ? വാട്ട് ഈസ് വെക്ടർ ബി സി? പൊസിഷൻ വെക്ടർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് ബി. എത്രയാണ്? 2i plus 6j minus 3k അല്ലേ? വാട്ട് ഈസ് വെക്ടർ എ സി? പൊസിഷൻ വെക്ടർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. എന്താ കിട്ടുക? ഇറ്റ് ഇസ് 5i plus 8j അല്ലേ? പിന്നെ പ്ലസ് 3k. ഇനി ഈ 3 വെക്ടേഴ്സ് എടുത്താൽ നോക്കൂ, 3 2 6, 3 2 6 കേട്ടോ, 3 2 6, ഇവിടെയും 3 2 6, ഇവിടെയും 3 2 6 അല്ലേ? അപ്പോൾ ഈ ട്രയാങ്കിൾ ഐസോസസ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എ ബിയുടെ ലെങ്ത്തും ബി സിയുടെ ലെങ്ത്തും സെയിം അല്ലേ മക്കളെ? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? 36 4 40 9 49 7ആണ്. ബി സിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താ? ബി സിയുടെ മാഗ്നിറ്റ്യൂഡും 7ആണ്. അപ്പോൾ എ സിയും എ ബിയുടെയും ലെങ്ത്ത് സെയിം ആയതുകൊണ്ട് ഐസോസസ് ആണ് അല്ലേ? ഇനി ഏതെങ്കിലും രണ്ട് വെക്ടേഴ്സ് ക്രോസ് ചെയ്ത് നോക്കും, അല്ല ഡോട്ട് ചെയ്ത് നോക്കൂ, വെറുതെ ഡോട്ട് ചെയ്ത് നോക്കും. നോക്കൂ, ഏതെങ്കിലും ഡോട്ട് ചെയ്ത് നോക്കൂ. ഇത് രണ്ടും ഡോട്ട് ചെയ്തു. 6 6 12 18
18 മൈനസ് 18 0 അല്ലേ? അപ്പോൾ എ ബി ഡോട്ട് എ ബി ബി സി ഈക്വൽ ആണ് വെക്ടർ എ ബി ഡോട്ട് വെക്ടർ ബി സി 0ആണ്. അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം? ട്രയാങ്കിൾ ഇസ് ഐസോസെലസ് റൈറ്റ് ആംഗിൾ. അപ്പോൾ ട്രയാങ്കിൾ ഇങ്ങനെയാണ്, ഐസോസെലസും ആണ് റൈറ്റ് ആംഗിൾഡും ആണ്. അപ്പോൾ റൈറ്റ് ആംഗിൾ ദാറ്റ്സ് ബി. അപ്പോൾ ഇത് ബി ആണ്, ഇത് എ ആണെങ്കിൽ ഇത് സി ആണ്. അപ്പോൾ ഐസോസെലസ് ആയതുകൊണ്ട് ഈ ലെങ്തും സെയിം ആണ്. അപ്പോൾ ഇത് 45 ആണ്. സിമ്പിൾ അല്ലേ? എത്ര വേഗം കഴിഞ്ഞു? അത് നോക്കേണ്ട ആവശ്യമില്ല, കാരണം അത് മറ്റേമാതിരി ചെയ്യേണ്ട. ഇത് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ഇറ്റ് ഈസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾഡ് ആണ്. പിന്നെ ഈ രണ്ട് ലെങ്ത്തും എ ബി ലെങ്ത്തും ബി സി ലെങ്ത്തും സെയിം ആയതുകൊണ്ട് ഇത് ഐസോസെലസ് റൈറ്റ് ആംഗിൾഡ് ആണ്. ഐസോസെലസ് റൈറ്റ് ആംഗിൾഡ് ആണെങ്കിൽ 45 90 ആകില്ലേ? അപ്പോൾ അതുകൊണ്ട് എ ബി വെക്ടർ കറക്റ്റായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റേമാതിരി കോസ് ബി കോസ് എ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അത് നല്ല ചോദ്യമാണ്. റൈറ്റ്. പിന്നെ ഫോം എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, വാട്ട്സ് ദ വാല്യൂ ഓഫ് എ, ദേ ആർ പെർപെൻഡിക്കുലർ, അത് ചെയ്യാം. പിന്നെ ഇതോടെ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞാണ് പാരലഗ്രത്തിൻ്റെ. പാരലഗ്രത്തിൻ്റെ 2 അഡ്ജസൻറ്റ് സൈഡ്സ് തരും, വാട്ട്സ് ദ ഏരിയ ഓഫ് ദ പാരലഗ്രാം. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. ഒരു ട്രയാങ്കിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് തരും, വാട്ട്സ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ചോദിക്കാം. അല്ലെങ്കിൽ ഒരു പാരലഗ്രത്തിൻ്റെ 2 സൈഡ്സ് തരും, വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ പാരലഗ്രാം ചോദിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രൊജക്ഷൻ ഓഫ് ദ വെക്ടർ ഓൺ ഐ മൈനസ് ജെ ഓൺ ഐ പ്ലസ് ജെ എസ്, നമുക്കറിയാലോ എ ഡോട്ട് ബി ബൈ മോഡ് എ. അപ്പം ഇത് രണ്ടും കൂടി ഡോട്ട് ചെയ്യുക, ഇതിൻ്റെ മോഡ്ലെസ് താഴെ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഐ മൈനസ് ജെ ഡോട്ട് ഐ പ്ലസ് ജെ ഡിവൈഡഡ് ബൈ മോഡ്ലെസ് ഐ പ്ലസ് ജെ, എ ഡോട്ട് ബി ബൈ മോഡ് എ. അപ്പോൾ എന്താ ആൻസർ വരിക? 1 മൈനസ് 1 0. അപ്പോൾ ആൻസർ ഇസ് 0. പ്രൊജക്ഷൻ ഇല്ല, കാരണം ഇത് പെർപെൻഡിക്കുലർ ആണ്. ആൻസർ ഇസ് 0. ഓക്കെ, ദിർ ഇസ് നോ പ്രൊജക്ഷൻ. ഇതൊരു നല്ല ചോദ്യമാണ്. 3 വെക്ടേഴ്സ് വരും, അവർ കോപ്ലൈനർ ആണെങ്കിൽ ലാംഡയുടെ വാല്യൂ എന്താ? കോപ്ലൈനർ ആണ്. ഇഫ് ദ വെക്ടേഴ്സ് എ ബി ആൻഡ് സി ആർ കോപ്ലൈനർ, വാട്ട്സ് ദ വാല്യൂ ഓഫ് ലാംഡ? ഇത് ബോക്സ് പ്രോഡക്റ്റ് നിങ്ങളുടെ സിലബസിൽ ഉണ്ട്, കഴിഞ്ഞ കൊല്ലം ചോദിച്ചതാണ്. ഇങ്ങനൊരു ഫോർമുല ഉണ്ട്, ബോക്സ് പ്രോഡക്റ്റ് എ ബി സി, വി കോൾ ഇറ്റ് ബോക്സ് പ്രോഡക്റ്റ്. ബോക്സ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി ക്രോസ് സി ആണ്. എ ഡോട്ട് ബി ക്രോസ്. ഇതിൻ്റെ വാല്യൂ ഇപ്പോൾ എ ഇസ് ഈക്വൽ ടു A1i പ്ലസ് A2j പ്ലസ് B3k ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ ഇതാണ്: A1 A2 A3, B1 B2 B3, C1 C2 C3. ഇങ്ങനെയാണ് ഒരു വാല്യൂ ആണ്. അപ്പോൾ ബോക്സ് പ്രോഡക്റ്റിൻ്റെ ജോമെട്രിക്കൽ മീനിങ് എന്താ വെച്ചാൽ ഇറ്റ് ഇസ് ദ വോളിയം ഓഫ് ദ പാരലോപൈപ്പറ്റ്. ഒരു പാരലോപൈപ്പറ്റിൻ്റെ എഡ്ജസ് വെക്ടർ എയും വെക്ടർ ബിയും വെക്ടർ സി ആണെങ്കിൽ ബോക്സ് എ ബി സി ഇസ് ദ വോളിയം ഓഫ് ദ പാരലോപൈപ്പറ്റ്, ചെരിഞ്ഞ പെട്ടിയുടെ വോളിയാണ്. ഓക്കെ, അപ്പം ബോക്സ് എ ബി സി 0 ആയാൽ, ഇപ്പോൾ നമ്മളൊരു പെട്ടി വാങ്ങിയിട്ട് ആ കടലാസ് പെട്ടി ചവിട്ടി തേച്ചിട്ടുണ്ടെങ്കിൽ ബോക്സ് എ ബി സി 0 ആവും. ബോക്സ് എ ബി സി 0 ആയാൽ, വോളിയം 0 ആയാൽ എയും ബിയും സിയും എന്താവും? കോപ്ലൈനർ ആവും. അപ്പോൾ 3 വെക്ടേഴ്സ് കോപ്ലൈനർ ആവാനുള്ള കണ്ടീഷൻ എന്താ? ബോക്സ് എ ബി സി 0 ആവലാണ്. അപ്പോൾ ബോക്സ് എ ബി സി 0 ആവാൻ ഇവിടെ കണ്ടീഷൻ എന്താ? ഡിറ്റർമിനൻറ്റ് നിങ്ങളിങ്ങനെ നോക്കിയാൽ മതി. 3 2 മൈനസ് ലാംഡ, 7 മൈനസ് 1 മൈനസ് 2, 1 1 1. ഇത് 0 ആണ്. അതൊന്ന് ലാംഡയുടെ വാല്യൂ ആണ്. സിമ്പിൾ അല്ലേ? അപ്പോൾ 3 വെക്ടേഴ്സ് കോപ്ലൈനർ ആണെങ്കിൽ ബോക്സ് പ്രോഡക്റ്റ് 0 ആയാൽ മതി. ബോക്സ് പ്രോഡക്റ്റ് 0 ആകുമ്പോഴാണ് 3 വെക്ടേഴ്സ് കോപ്ലൈനർ ആവുക. അപ്പം അതിനെന്താ ചെയ്യേണ്ടത്? ഡിറ്റർമിൻ്റെ 0ലേക്ക് കിട്ടുക. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലാംഡ. ഇത് സിംപ്ലിഫൈ ചെയ്തൂടെ? 3 ഇൻറ്റു മൈനസ് 1 പ്ലസ് 2, ദറ്റ് ഈസ് 1, മൈനസ് 2 ഇൻറ്റു അല്ലേ മൈനസ് 1 പ്ലസ് 2, മൈനസ് 2 ഇൻറ്റു 7 പ്ലസ് 2 9, മൈനസ് ലാംഡ ഇൻറ്റു എന്താ വരിക? 7 പ്ലസ് 1 8, 0. ഇവിടെ 18 15 അല്ലേ? അല്ല, 18 ആകുമ്പോൾ 16. അപ്പം 8 ലാംഡ പറയണത് എത്രയാണ്? മൈനസ് 16 പ്ലസ് 16 അല്ലേ? അതെ, ലാംഡയുടെ വാല്യൂ അല്ല, മൈനസ് 8 ലാംഡ ഇസ് 16, ലാംഡ ഇസ് ഈക്വൽ ടു മൈനസ് 2 അല്ല മൈനസ് 2, ലാംഡ ഈക്വൽസ് മൈനസ് 2. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം സാധാരണ ഇതിൽ വെക്ടേഴ്സ് കോപ്ലൈനർ ആണെങ്കിൽ ബോക്സ് പ്രോഡക്റ്റ് 0 ആക്കാം. ഓക്കെ, യു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലാംഡ. അത് ഓർക്കാം. അപ്പോൾ ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള വേറെ ചോദ്യം വെച്ചാൽ ഈ 2-3 വെക്ടേഴ്സ് വരും. വാട്ട് ഇസ് ദ വോളിയം ഓഫ് ദ പാരലോപൈപ്പറ്റ്? അപ്പോൾ എന്താ ചെയ്യുക? അതേപോലെ ഡിറ്റർമിൻറ്റ് കാണുക. അത് എത്ര വെച്ചാൽ അത്രയും ക്യൂബിക് യൂണിറ്റ്സ് അത്ര ചെയ്താൽ മതി കേട്ടോ. റൈറ്റ്. പിന്നെ
Using vectors, find the area of the triangle with vertices. സ്ഥിരം ചോദിക്കുന്നതാണ് ഞാൻ പറഞ്ഞു. എന്താ എ ബി കാണുക, ബി സി കാണുക, ക്രോസ് ചെയ്യുക, ഹാഫ് കൊണ്ട് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പിന്നെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാം? എയും ബിയും രണ്ട് വെക്ടേഴ്സാണ്. എയുടെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, ബിയുടെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, എ ഡോട്ട് ബി തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി? എന്താ സാധാരണ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എ ഡോട്ട് ബി പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് എ ഡോട്ട് ബി? എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു √6 ആണ്. എ ഡോട്ട് ബിയുടെ വാല്യൂ എന്താ? മോഡ് എ ഇൻറ്റു മോഡ് ബി ഇൻറ്റു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു √6. എല്ലാം തന്നിട്ടുണ്ട്. മോഡ് എ തന്നിട്ടുണ്ട് √3 ആണ്, മോഡ് ബി തന്നിട്ടുണ്ട് 2 ആണ്, ഇൻറ്റു കോസ് തീറ്റ ആണ് √6. അതിന് കോസ് തീറ്റ വാല്യൂ വേണം. എളുപ്പമല്ലേ? ഇറ്റ് ഇസ് √6/2 ഇൻറ്റു √3. √3 ഇവിടെ പോവും, √2 വരും, ഇറ്റ് ഇസ് 1/√2 വരും. അപ്പോൾ കോസ് തീറ്റ ഈസ് 1/√2, തീറ്റ ഈസ് 45 degrees. ആൻസർ ഈസ് π/4. അപ്പോൾ ഇത് നമ്പറൊക്കെ മാറാം, ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഇതിൽ എനിക്കിപ്പോൾ തോന്നുന്ന വേറൊരു ചോദ്യം എന്താ വെച്ചാൽ, എ ക്രോസ് ബിയും എ ഡോട്ട് ബിയും ഈക്വൽ ആയാൽ വാട്ട് ഈസ് ആംഗിൾ? ആംഗിൾ വിൽ ബി 45 degrees. എന്താ കാരണം? എ ക്രോസ് ബി പറഞ്ഞാൽ മോഡ് എ മോഡ് ബി സൈൻ തീറ്റയാണ്, എ ഡോട്ട് ബി പറഞ്ഞാൽ മോഡ് എ മോഡ് ബി കോസ് തീറ്റയാണ്. അപ്പോൾ സൈൻ തീറ്റയും കോസ് തീറ്റയും ഈക്വൽ ആയ തീറ്റ 45 degrees ആണ്. ആംഗിൾ ബിറ്റ്വീൻ ദ ടു വെക്ടേഴ്സ് ഷുഡ് ബി 45. അപ്പം ഇതിൽ വേറൊരു ഐഡിയ ഉണ്ട്. എന്താ വെച്ചാൽ എ ക്രോസ് ബി പൂജ്യമായാൽ എയും ബിയും പാരലലാവും. എയും ബിയും പാരലലാവും. എ ക്രോസ് ബി പൂജ്യമായാൽ എയും ബിയും പാരലലാവും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എ ക്രോസ് ബി പൂജ്യമായാൽ എയും ബിയും പാരലലാവും. അപ്പം ഇത് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ആക്കാം. എന്താണ്? എ ക്രോസ് ബി പൂജ്യമായാൽ നോക്കൂ, എ ക്രോസ് ബി പൂജ്യമായാൽ സൈൻ തീറ്റ അല്ലേ 0? സൈൻ തീറ്റ 0 ആയാൽ ഒന്നുകിൽ 0 ആവാം അല്ലെങ്കിൽ പൈ ആവാം അല്ലേ? പൈ ആയാൽ എന്താ വരും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവും. 0 ആയാലോ ഒരേ ഡയറക്ഷൻ ആവും. അപ്പോൾ എന്തായാലും എ ക്രോസ് ബി 0 ആയാൽ എയും ബിയും പാരലൽ ആവും. ഇതിൽ ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, എ ഒരു വെക്ടറാണ്. എ ക്രോസ് ഐ മൈനസ് ജെ 2i minus j plus 2k is equal to 0. And A is a unit vector. Then what is the value of A? ചോദിച്ചാൽ എന്താ ചെയ്യുക? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, ചോദിക്കാൻ സാധ്യതയില്ലേ? എ ക്രോസ് 2i മൈനസ് ജെ പ്ലസ് 2k 0 ആണ്, ക്രോസ് പ്രോഡക്റ്റ് വെക്ടറാണ്. അങ്ങനെയാണെങ്കിൽ ആൻഡ് എ ഈസ് എ യൂണിറ്റ് വെക്ടർ. അപ്പോൾ എ ഈസ് എ യൂണിറ്റ് വെക്ടർ സച്ച് ദാറ്റ് എ ക്രോസ് 2i മൈനസ് ജെ പ്ലസ് 2k is വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എ? എന്താ ചെയ്യേണ്ടത്? ഇതിൽ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. രണ്ട് വെക്ടേഴ്സ് ക്രോസ് ചെയ്തിട്ട് 0 ആവുകയാണെങ്കിൽ ഈ വെക്ടറും എന്താവണം? പാരലൽ ആവണം. അതൊരു കണ്ടുപിടുത്തല്ലേ? ഇറ്റ് ഷുഡ് ബി പാരലൽ. അപ്പോൾ എ ഷുഡ് ബി പാരലൽ. അപ്പോൾ എയുടെ വാല്യൂ എന്താണ്? എ ഷുഡ് ബി ലാംഡ ടൈംസ് 2i മൈനസ് ജെ പ്ലസ് 2k ഡിവൈഡഡ് ബൈ എ യൂണിറ്റ് വെക്ടർ ആണല്ലോ, അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്താ മാഗ്നിറ്റ്യൂഡ്? ലാംഡ ഇൻറ്റു ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 3. അപ്പോൾ ഈ ലാംഡ വെട്ടിപ്പോവും. അപ്പോൾ വാട്ട് ഇസ് എ? എ ഇസ് ഈക്വൽ ടു 2i മൈനസ് ജെ പ്ലസ് 2k ഡിവൈഡഡ് ബൈ 3. എളുപ്പമല്ലേ? ദാറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ. ഓക്കെ, അതേപോലെ ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ദർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രോസ് പ്രോഡക്റ്റ് ആൻഡ് ഡോട്ട് പ്രോഡക്റ്റ്. ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. അതൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് എ ക്രോസ് ബി സ്ക്വയറും എ ഡോട്ട് ബി സ്ക്വയറും കൂടി കൂട്ടിയാൽ യു ഗെറ്റ് മോഡ് എ സ്ക്വയർ ഇൻറ്റു മോഡ് ബി സ്ക്വയർ. എന്താ റിലേഷൻ? എ ക്രോസ് ബി സ്ക്വയർ പ്ലസ് എ ഡോട്ട് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇങ്ങനെ ചോദിക്കാം, പ്രൂവ് ദാറ്റ് എ ക്രോസ് ബി സ്ക്വയർ പ്ലസ് എ ഡോട്ട് ബി സ്ക്വയർ ഈക്വൽസ് മോഡ് എ സ്ക്വയർ മോഡ് ബി സ്ക്വയർ. അത് കഴിഞ്ഞിട്ട് മോഡ് എ തരും, മോഡ് ബി തരും, മോഡ് എ ക്രോസ് ബി തരും. വാട്ട് ഇസ് എ ഡോട്ട് ബി ചോദിക്കും. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക? ഇതിങ്ങനെ പ്രൂവ് ചെയ്യാം. ഹൗ ടു പ്രൂവ് ദിസ്? ഒന്ന് ചെയ്യാം മക്കളെ. മോഡ്ലെസ് എ ക്രോസ് ബി. എ ക്രോസ് ബി പറഞ്ഞാൽ മോഡ് എ മോഡ് ബി സൈൻ തീറ്റ ഇൻ ക്യാപ്പ് ആണ്. അപ്പോൾ മോഡ് എ ക്രോസ് ബി എന്തായിരിക്കും? മോഡ് എ ഇൻറ്റു മോഡ് ബി ഇൻറ്റു സൈൻ തീറ്റ. What will be a cross b square? Mod a square, mod b square, sin square theta. Sin square theta. What will be a dot b?
A dot B നിങ്ങൾക്കറിയാം, it is mod A mod B cos theta. Square ചെയ്താൽ mod A dot B square will be mod A square mod B square cos square theta. ഇതിലൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? If you add the two things, what do you get? A cross B square plus A dot B square is equal to mod A square into mod B square into cos square plus sin square. You know cos square plus sin square is 1. But that's the relation. Okay, simple അല്ലേ? ഇനി ഏതെങ്കിലും mod A തരും, mod B തരും, mod A cross B തരും, what is A dot B ചോദിക്കും. ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും മൂന്നെണ്ണം തരും, നാലാമത്തെ ചോദിക്കും. അത് ഞാൻ പറയുന്നില്ല. എന്തായാലും അത് ചോദിക്കുകയാണെങ്കിൽ എന്തായാലും ബി പാർട്ട് അതായിരിക്കും. അപ്പോഴും എ പാർട്ട് ബി പാർട്ടായിട്ട് വരിക. എ പാർട്ട് ഇത് ചോദിക്കും, പ്രൂവ് ദാറ്റ് എ ക്രോസ് ബി സ്ക്വയർ പ്ലസ് എ ഡോട്ട് ബി സ്ക്വയർ ഇക്വൽസ് ടു എ ഡോട്ട് മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് എ സ്ക്വയർ ഇൻറ്റു മോഡ് ബി സ്ക്വയർ. പിന്നെ ആ നാലെണ്ണത്തിൽ ഏതെങ്കിലും മൂന്നെണ്ണം തരും, നാലാമത്തെ എന്താ ചോദിക്കും. ഓക്കെ, റൈറ്റ്. ഇനി വേറൊരു ഐഡിയ എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം, എ വെക്ടർ വിച്ച് ഇസ് ഈക്വലി ഇൻക്ലൈൻഡ് വിത്ത് എ കോർഡിനേറ്റ് ആക്സിസ്. അതെ, ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. എ വെക്ടർ വിച്ച് ഇസ് ഈക്വലി ഇൻക്ലൈൻഡ് വിത്ത് എ കോർഡിനേറ്റ് ആക്സിസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു വെക്ടർ, വെറുതെ ഒരു വെക്ടർ എന്ന് വെച്ചോളൂ. ഈ വെക്ടർ എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫയും വൈ ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റയും സെഡ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഗാമയാണെങ്കിൽ യു ഹാവ് എ റിലേഷൻ. എന്താ റിലേഷൻ? കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ 1 ആയിരിക്കും. അതിന് വിളിക്കുന്ന പേരാണ് ഡയറക്ഷൻ കൊസൈൻസ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ എപ്പോഴും 1 ആയിരിക്കും. അത് കോസ് സ്ക്വയറിനെ സൈൻ്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. എന്താണ്? സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ബീറ്റ പ്ലസ് സൈൻ സ്ക്വയർ ഗാമ ഇസ് ഈക്വൽ ടു 2. ഇത് നിങ്ങൾ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡ് ആയിട്ട് എടുക്കാം. അപ്പം ചിലപ്പോൾ ചോദിക്കാം, ഇഫ് എ വെക്ടർ മേക്ക് ആംഗിൾസ് ആൽഫ ബീറ്റ ഗാമ വിത്ത് എക്സ് ആക്സിസ് വൈ ആക്സിസ് സെഡ് ആക്സിസ് ഷോ ദാറ്റ് സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ബീറ്റ പ്ലസ് സൈൻ സ്ക്വയർ ഗാമ ഈക്വൽസ് 2 ചോദിച്ചിട്ടുണ്ടെങ്കിൽ വി ഹാവ് നമ്മൾ തുടങ്ങാം. വി ഹാവ് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ ഈസ് 1. കോസ് സ്ക്വയറിന് വരും 1 മൈനസ് സൈൻ സ്ക്വയർ വയ്ക്കുക. അത്രയേ ഉള്ളൂ. റൈറ്റ്. ഇനി ഈ ചോദ്യത്തിന് ഉത്തരം എന്താ? വെക്ടർ വിച്ച് ഇസ് ഈക്വലി ഇൻക്ലൈൻ വിത്ത് ദ ആക്സിസ്, വിത്ത് ദ കോർഡിനേറ്റ് ആക്സിസ്. ഈക്വലി ഇൻക്ലൈൻ ആണെങ്കിൽ എന്തായിരിക്കും? ആൽഫയും ബീറ്റയും ഗാമയും ഈക്വൽ ആവും. അപ്പോൾ ആൽഫയും ബീറ്റയും ഗാമയും ഈക്വൽ ആയാൽ വിച്ച് ഇസ് ഈക്വലി ഇൻക്ലൈൻഡ് ആണെങ്കിൽ സെയിം ആംഗിൾ ആകുമ്പോൾ ഇത് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ ഈക്വൽസ് 1. ദിസ് 3 കോസ് സ്ക്വയർ ആൽഫ ഈക്വൽസ് 1. or cos square alpha is equal to 1/3 or cos alpha equals acute angle എടുക്കണമെങ്കിൽ 1/√3 or alpha equals cos inverse 1/√3. അപ്പോൾ ഇതൊന്ന് പഠിച്ചോളൂ. The vector which is equally inclined with the coordinate axis is cos inverse 1/√3. Okay. Well, these are the things you have to learn in the case of vectors. Right? കാണുന്നേ ഇല്ലല്ലോ. കുറേ നേരമായി. Okay. Now we'll start. We'll start three-dimensional geometry. നിങ്ങളിത് ചാറ്റ് എനിക്ക് കാണുന്നില്ല മക്കളെ, അതുകൊണ്ടാണ് കേട്ടോ. എന്തോ ഒരു ടെക്നിക്കൽ പ്രശ്നമുണ്ട്. ചാറ്റ് ബോക്സ് തീരെ കാണുന്നില്ല. അപ്പം വെക്ടേഴ്സിൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് പോവാം കേട്ടോ. Now we'll go to 3D, three-dimensional geometry. Three-dimensional geometryയിൽ ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ് ഒക്കെ ഒന്ന് ഓർക്കാം. ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ് ഇത്രയേ ഉള്ളൂ. എന്താണ്? R equals A plus lambda B.
എന്താ എ പ്ലസ് ലാംഡ ബിയുടെ പ്രത്യേകത? എ ആണ് ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ്, ബി ആണ് പാരലൽ വെക്ടർ. ഒരു ലൈനിന് എപ്പോഴും ഒരു പാരലൽ വെക്ടർ വേണം, ഒരു പോയിന്റ് വേണം. ആലോചിച്ചൂടെ? ആർ ഈക്വൽസ് എ പ്ലസ് ലാംഡ ബി. ഇതാണ് വെക്ടർ ഫോം ഓഫ് എ ലൈൻ. There is a Cartesian form of a line. The Cartesian form of a line, it is x minus a1 by b1 is equal to y minus a2 by b2 is equal to z minus a3 by b3. ഓർമ്മയുണ്ടാവില്ലേ? This is a vector equation of a line. ഇനി ലൈനിനെ പറ്റി പറയുമ്പം എപ്പോഴാണ് രണ്ട് ലൈൻസ് പാരലൽ ആവും? അവരുടെ പാരലൽ വെക്ടേഴ്സ് പാരലൽ ആയി. ലൈൻസ് ആർ പാരലൽ. ലൈൻസ് എപ്പോഴാണ് പാരലൽ ആവുക? അവരുടെ പാരലൽ വെക്ടേഴ്സ് പാരലൽ ആയ. ലൈൻസ് എപ്പോഴാണ് പെർപെൻഡിക്കുലർ ആവുക? അവരുടെ പാരലൽ വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആവുക. ഓക്കെ, എപ്പോഴാണ് രണ്ട് ലൈൻസ് നോൺ പാരലൽ ആവുക? പാരലൽ വെക്ടേഴ്സ് പാരലൽ അല്ലെങ്കിൽ എപ്പോഴാണ് രണ്ട് വെക്ടേഴ്സ് പാരലൽ ആവുക? അവരുടെ ഡയറക്ഷൻ റേഷ്യോസ് പ്രൊപ്പോർഷണൽ ആകുമ്പോൾ അല്ലേ? ഇനി എപ്പോഴാണ് രണ്ട് ലൈൻസ്? അപ്പം രണ്ട് ലൈൻസ് നോൺ പാരലൽ അയച്ചിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യാത്ത ലൈൻസിനെ പറയുന്ന പേരാണ് സ്ക്യൂ ലൈൻസ്. എന്താ സ്ക്യൂ ലൈൻസ് പറഞ്ഞാൽ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 0 ആവാത്ത ലൈൻസ്. വാട്ട് ഈസ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻസ്? a1 മൈനസ് a2 ബൈ ഹാർട്ട് പഠിക്കുന്ന ഈ ഫോർമുലാസ് ഒക്കെ. ഡോട്ട് b1 ക്രോസ് b2 ഡിവൈഡഡ് ബൈ മോഡുലസ് b1 ക്രോസ് b2. ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻസ്. എസ് ഡി 0 അല്ലെങ്കിൽ ഇത് സ്ക്യൂ ആണ്, സ്ക്യൂ ലൈൻസ് ആണ്. ഈ ലൈൻസ് ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനത്തെ ലൈൻസിന് വി കോൾ ഇറ്റ് സ്ക്യൂ ലൈൻസ്. എസ് ഡി. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ b1 ക്രോസ് b2 0 ആവരുത്, നോൺ പാരലൽ ആവണം. അപ്പം നോൺ പാരലലും നോൺ ഇൻ്റർസെക്റ്റിങ്ങും ആയാലാണ് എന്ത് പറയുക? ലൈൻസ് ആർ സ്ക്യൂ ലൈൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ എസ് ഡി 0 ആയാൽ എന്താ സംഭവിക്കുക? എസ് ഡി 0 ആയാൽ ലൈൻസ് ആർ കോപ്ലാനാർ അല്ലെങ്കിൽ ഇന്റർസെക്റ്റിംഗ്. അപ്പോൾ രണ്ട് ലൈൻസ് എപ്പോഴാണ് ഇന്റർസെക്റ്റ് ചെയ്യുക? അവർ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 0 ആയാൽ ദേ വിൽ ഇന്റർസെക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഫെയിൽ ചെയ്യും. എപ്പോഴാണ് ഫെയിൽ ചെയ്യുക? b1ഉം b2ഉം പാരലൽ ആയാൽ രണ്ട് വെക്ടർ p1ഉം b2 പാരലൽ. b1ഉം b2 എപ്പോഴാണ് പാരലൽ ആവുക? ലൈൻസ് പാരലൽ. അപ്പോൾ ലൈൻസ് പാരലൽ ആയാൽ അത് ഫെയിൽ ചെയ്യും. അപ്പോൾ ആ സമയത്ത് ദർ ഇസ് അനദർ ഫോർമുല ഫോർ ദിസ്. എന്താ? ഡിസ്റ്റൻസിൻ്റെ ഫോർമുല ഉണ്ടാവും. എന്താ ഫോർമുല? a1 മൈനസ് a2 ക്രോസ് b ബൈ മോഡുലസ് b. ഇത് രണ്ട് സമയത്ത് ഉപയോഗിക്കാൻ പറ്റും. രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ ദൂരം കാണാൻ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഒരു പോയിന്റിൽ നിന്ന് ലൈനിലേക്കുള്ള ദൂരം കാണാൻ ഉപയോഗിക്കാൻ പറ്റും. ഈ ഫോർമുല എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ലൈൻസിനെ പറ്റി പഠിക്കാം. എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് പ്ലെയിൻസിലേക്ക് പോകാം. ഓക്കെ, വിൽ ഡു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻസ് ചെയ്യാം, അത് നന്നാവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ, ഇതൊരു പ്ലെയിൻ ആണല്ലേ, അത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. രണ്ട് ലൈൻസ് ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു രണ്ട് ലൈൻസ് എപ്പോഴാണ് പാരലൽ ആവുക മക്കളെ? എപ്പോഴാണ് രണ്ട് ലൈൻസ് പാരലൽ ആവുക? അവരുടെ പാരലൽ വെക്ടേഴ്സ് പാരലൽ ആയാൽ. എപ്പോഴാണ് രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആവുക? അവരുടെ പാരലൽ വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആയാൽ. ഇവിടെ രണ്ട് ലൈൻസ് ഉണ്ട്. നോക്കൂ, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ലാംഡ സോ ദാറ്റ് ദ ഫോളോയിങ് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അപ്പോൾ ആദ്യത്തെ ലൈനിൻ്റെ പാരലൽ വെക്ടറും രണ്ടാമത്തെ ലൈനിൻ്റെ പാരലൽ വെക്ടറും കൂടി ഡോട്ട് ചെയ്താൽ 0 വരും. നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ രണ്ട് ലൈൻസ് ഭംഗിയിലാണോ, സിമെട്രിക് ഫോമിലാണോ നോക്കാം. നോക്കൂ, എക്സ് മൈനസ് 5 ഡിവൈഡഡ് ബൈ 5 ലാംഡ പ്ലസ് 2 ഇത് ഓക്കെയാണ്. ഇവിടെ കേട്ടോ 2 മൈനസ് വൈ ബൈ 5 ആണ്. ഭംഗിയിലാവണമെങ്കിൽ y മൈനസ് 2 ബൈ മുകളിലും താഴെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം.
നെഗറ്റീവ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെയോ 1 മൈനസ് സെഡ് അതും അത് ഇങ്ങനെ എഴുതാം. z-1/1. അപ്പോൾ ആദ്യത്തെ ലൈൻ ഇങ്ങനെ എഴുതാം. രണ്ടാമത്തെ ലൈൻ നോക്കൂ. രണ്ടാമത്തെ ലൈനിൻ്റെ ഭംഗിയിലല്ല. എന്താ x/1 = 2y + 1/4 ലാംഡയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ 2 ഉണ്ടാവാൻ പാടില്ല. മുകളിലും താഴെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ y + 1/2 ഡിവൈഡഡ് ബൈ 2 ലാംഡ = ഇവിടെ കണ്ടോ 1 മൈനസ് സെഡ് ഉണ്ടാവാൻ പാടില്ല. z-1/3. അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്താവണം? ഇവരുടെ പാരലൽ വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ്. അപ്പോൾ ഇതിൻ്റെ പാരലൽ വെക്ടേഴ്സ് ഏതാ? ഇതിൻ്റെ പാരലൽ വെക്ടർ ഈ താഴെയുള്ള ആളാണ് അതിൻ്റെ dr. അപ്പോൾ ഈ ലൈനിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് പാസിംഗ് ടു ദ പോയിന്റ് 0 - 1/2 1 ആൻഡ് ഇസ് പാരലൽ ടു ദ വെക്ടർ I + 2 ലാംഡ j + 3k ആണ്. താഴെയുള്ള ആൾ ആ ലൈനിൻ്റെ പാരലൽ വെക്ടറും മുകളിലുള്ള ആൾ അതിലെ പോയിന്റുമാണ്. കുറച്ച് മുമ്പേ പറഞ്ഞു x-a1/b1, y-a2/b2, z-a3/b3. b1 b2 b3 പറയുന്നത് ലൈനിൻ്റെ പാരലൽ വെക്ടറിൻ്റെ dr ആണ്. a1 a2 a3 പറയുന്നത് പോയിന്റാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ലൈനിൻ്റെ പാരലൽ വെക്ടർ I + 2 ലാംഡ j + 3k ആണ്. ഈ ലൈനിൻ്റെ പാരലൽ വെക്ടർ 5 ലാംഡ + 2y + this j + this k ആണ്. അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ if the lines are perpendicular എന്താ പറയാൻ പറ്റുക? 5 ലാംഡ + 2 I - 5j + k ഡോട്ട് I + 2 ലാംഡ j + 3k 0 ആണ്. എന്ന് വെച്ചാൽ 5 ലാംഡ + 2 × 1 പ്ലസ് -5 × 2 ലാംഡ പ്ലസ് 1 × 3 ഷുഡ് ബി 0. ഇത് ഓക്കെ അല്ലേ മക്കളെ? നിങ്ങളെ ചാറ്റ് ബോക്സ് എനിക്ക് കാണുന്നില്ല, പക്ഷേ യു ബി തീരെ കാണുന്നില്ല. അത് തിരിഞ്ഞുപോയി. കുഴപ്പമില്ല, പക്ഷേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇറ്റ് ഈസ് 5 ലാംഡ. യു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലാംഡ. വാട്ട് ഇസ് ദാറ്റ്? ഇവിടെ 5 ലാംഡ ഉണ്ട്, ഇവിടെ -10 ലാംഡ ഉണ്ട്. അപ്പോൾ -5 ലാംഡ ഉണ്ടാവില്ലേ? -5 ലാംഡ + 2 + 3 അപ്പോൾ +5 = 0. അപ്പോൾ എന്താ ലാംഡയുടെ വാല്യൂ? ലാംഡ = 1. അപ്പം the value of lambda for which these two lines are parallel is perpendicular is this. Okay അല്ലേ? ഓക്കെ റൈറ്റ് സെറ്റിൽ. ഇനി അപ്പോൾ പെർപെൻഡിക്കുലർ ചിലപ്പോൾ ഇത് പാരലൽ ആണെങ്കിൽ ലാംഡയുടെ വാല്യൂ എന്താ ചോദിക്കും? പാരലൽ ലാംഡയുടെ വാല്യൂ ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്താണ്? പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ രണ്ട് ചോദ്യം ചോദിക്കാം. വാട്ട്സ് ദ വാല്യൂ ഓഫ് ലാംഡ ഫോർ വിച്ച് ദ ടു വെക്ടേഴ്സ് ആർ ടു ലൈൻസ് ആർ പാരലൽ? വാട്ട്സ് ദ വാല്യൂ ഓഫ് ലാംഡ ഫോർ വിച്ച് ദ ടു ലൈൻസ് ആർ പെർപെൻഡിക്കുലർ? ഓക്കെ, എളുപ്പമാണ് ആ ചോദ്യം. പിന്നെ പ്ലീസ് നമുക്ക് അടുത്തേക്ക് വരാം. പിന്നെ ഒരു ചോദ്യം, ഇത് ഷുവറായിട്ട് വരുന്ന ചോദ്യമാണ്. 100% ഷുവറാണ്. ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ്. 3 മാർക്ക് ഉണ്ടാവും, ചിലപ്പോൾ 2 മാർക്ക് ആയിരിക്കും. എന്തായാലും ചോദിക്കുന്ന ചോദ്യമാണ്. എന്താ ഫോർമുല? ഇപ്പം തന്നെ പഠിക്കൂ. R ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് = എന്താ ഫോർമുല? മോഡുലസ് ഓഫ് A1 - A2 ഡോട്ട് B1 × B2. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്, എന്നാലും ചെയ്തോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഹോംവർക്ക് ഒന്നും വേണ്ട. ഡിവൈഡഡ് ബൈ മോഡുലസ് B1 B2. A1 - A2 ഡോട്ട് B1 × B2 ബൈ മോഡുലസ് B1 × B2. ഇതിൽ A1ഉം A2ഉം B1ഉം B2 എഴുതാം. ക്രോസ് ചെയ്യുക, തെറ്റാതെ ക്രോസ് ചെയ്യുക, ഡോട്ട് ചെയ്യുക, വാല്യൂ കാണാം. ഓക്കെ, വാട്ട് ഇസ് A1 - A2? എന്താ A1? A1ഉം A2ഉം പോയിന്റ്സ് ആണ്, ലൈനിൻ്റെ മുകളിലെ പോയിന്റ്സ് ആണ്. B1ഉം B2ഓ ലൈനിൻ്റെ പാരലൽ വെക്ടേഴ്സ് ആണ്. അപ്പോൾ ഈ ലൈനിൻ്റെ പാരലൽ ഇതാണ് B1, ഇതാണ് B2, ഇതാണ് A1, ഇതാണ് A2. അപ്പോൾ ആദ്യം നിങ്ങൾ ഏറ്റവും നല്ലത് എന്താ അറിയോ? കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി A1 എഴുതുക, A2 എഴുതുക, പിന്നെ B1 എഴുതുക, B2 എഴുതുക. അത് വളരെ ഡെലിക്കേറ്റ് ആയതുകൊണ്ട് തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് A1 A2 B1 B2 ഒക്കെ എഴുതാം. വാട്ട് ഇസ് A1? I - j + k.
ഇപ്പോൾ ടെക്നിക്കൽ എറർ ശരിയായി. ഇനി നിങ്ങളുടെ നോക്കാം. ശരി, ഇവർ എന്തൊക്കെയാണ് പറയുന്നത്? ഇറ്റ് ഈസ് എ ഈക്വൽസ് I minus j plus k. What is a2? 3i minus 2j plus 7k. And what is vector b1? b1 is this line parallel vector. b1 is 2i minus 3j plus 3k. b2 this is parallel vector. It is 3i minus 2j plus 2k. ഇത് പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റുണ്ടാവും പരീക്ഷയ്ക്ക്. ദയവായിട്ട് ഈ ക്വസ്റ്റ്യൻ ഫോർമുല എഴുതിയെടുക്കുക. ഈ ഡോട്ട്, ഇവിടെ ഡോട്ട്, ക്രോസ്, ഇതിൻ്റെയൊക്കെ സാധനങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റിപ്പോകും. വെറുതെ 3 മാർക്ക് കളയണ്ട. സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. ഒന്നുകിൽ അത് 2 വെക്ടർ ഫോർമുല തരിക, അല്ലെങ്കിൽ 2 കാർട്ടീഷ്യൻ ഫോർമുല തരിക. അത് ഞാൻ പറയാം എങ്ങനെയൊക്കെയാണ് അത്, അതിൻ്റെ ഷെയ്ഡ്സൊക്കെ പറയാം. എന്നിട്ട് a1 മൈനസ് a2 ആണ്. വാട്ട് ഇസ് a1 മൈനസ് a2? a1 മൈനസ് a2 ഡോട്ട് b1 ക്രോസ്. ആദ്യം b1 ക്രോസ് b2 കണ്ടോളൂ. What is b1 cross b2? b1 cross b2 is determinant I, j, k. b1 b2 kando 2 minus 3 3. 2 minus 3 3. b2 is 3 minus 2 2. 3 minus 2 2. Cross here. b1 cross b2 here. I, j, k. You find the value of this. It is I into minus 6 plus 6, 0. Minus j into 4 minus 9. 4 minus 9 is minus 5. Plus k into minus 4 plus 9. Minus 4 plus 9 is 5. തെറ്റാതെ നോക്കണേ. I 2 minus 3 3, 3 minus 2 2, I into minus 6 plus 6, 0. Minus j into 4 minus 9. 4 minus 9 is minus 5. Plus k into minus 4 plus 9. Minus 4 plus 9 is plus 5. Simplify എന്താ കിട്ടുക? It is 5j plus 5k. ഇതാണ് b1 cross b2. ശരിയല്ലേ? Now what is a1 minus a2? a1 minus a2 എന്താ? Subtract ചെയ്യുക. It is minus 2i plus j minus 6k. ശരിയല്ലേ? minus 2i plus j minus 6k. ഇതിപ്പോൾ a1 മൈനസ് a2 പകരം a2 മൈനസ് a1 എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട്. ഈ ഫോർമുല ബൈ ഹാർട്ട് പഠിക്കണം. a1 മൈനസ് a2 ഡോട്ട് b1 ക്രോസ് b2 ബൈ മോഡുലസ് b1 ക്രോസ് b2. അപ്പോൾ എന്താ കിട്ടിയ ആൻസർ മക്കളെ പറയൂ? ഇറ്റ് ഇസ് a1 മൈനസ് a2. a1 മൈനസ് a2. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് a1 മൈനസ് a2? 5j plus 5k. It is 5j plus 5k dot b1 cross b2. b1 cross b2 എത്രയാ? അതാണ് b1 cross b2 അല്ലേ? a1 മൈനസ് minus 2i plus j minus 6k. minus 2i plus j minus 2i plus j minus 2i plus j minus 6k. minus 6k dot this divided by root of 25 plus 25, 50. ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ എത്ര കിട്ടുക? 5 മൈനസ് 5 മൈനസ് 30 ശരിയല്ലേ? ഡിവൈഡഡ് ബൈ റൂട്ട് 50 മോഡുലസ്. അപ്പോൾ ഇറ്റ് ഇസ് 25 by root 50. വേണമെങ്കിൽ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാം. 50 is 25 into root 2, simplify it. That's all. But that is how you find the shortest distance. ഈ ക്വസ്റ്റ്യൻ 100% ഷുവർ ആണ്. പഠിച്ചിട്ട് പോവാം കേട്ടോ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. പിന്നെ ഈ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ഇത് ചോദിക്കാറുണ്ട്. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്, രണ്ട് ലൈൻസ് തരും. വാട്ട് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്?
അപ്പോൾ ആദ്യം ലൈൻസ് ഭംഗിയിലാണ് നോക്കണം. കണ്ടോ, ഇത് ലൈൻസ് ഭംഗിയിലല്ലേ? കണ്ടോ, ഇത് ഭംഗിയിലല്ലേ? ഭംഗിയിലാണ്. അപ്പോൾ ഇതിൻ്റെ പാരലൽ വെക്ടറാണ് 3i + 5j + 4k. ഇതിൻ്റെ പാരലൽ വെക്ടറാണ് i + j + 2k. അപ്പോൾ വാട്ട് ഇസ് എ ആംഗിൾ? cos θ = ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് നോക്കുമ്പോൾ മോഡുലസ് എടുക്കണം നിർബന്ധമാണ്. വെക്ടർ തമ്മിൽ ആംഗിൾ എടുക്കുമ്പോൾ മോഡുലസ് എടുക്കരുത്. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് എടുക്കുമ്പോൾ ആംഗിൾ എടുക്കണം നിർബന്ധമാണ്. അപ്പോൾ എന്താ വരിക? 3i + 5j + 4k ഡോട്ട് എന്താ വരിക? ഡോട്ട് i + j + 2k ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് √9 + 25 + 16 into √1 + 1 + 2 4 1 + 1 + 4. ശരിയല്ലേ? സിംപ്ലിഫൈ ചെയ്യാം. വാല്യൂ വിൽ ബി cos θ = എന്താ കിട്ടുക? cos θ = എന്താണ്? 3 5 8 8 8 16. അപ്പോൾ 16 ഡിവൈഡഡ് ബൈ ഇത് എത്രയാ? 25 25 50 50 ആകുമ്പം 5√2 ഇൻറ്റു ഇത് എത്രയാ? √6 അല്ലേ? ഇൻറ്റു √6. അങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ cos θ = 16/5√12. കുറച്ചുകൂടി വൃത്തിയിൽ എഴുതാം, മതി. ദാറ്റ് ഈസ് cos θ. എല്ലാം കൂടി എഴുതൊന്നും വേണ്ട. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, റൈറ്റ്. ദാറ്റ്സ് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ആദ്യം ഇത് ഭംഗിയിലാണോ നോക്കണം കേട്ടോ. ഇതിപ്പോൾ y - 1 - y ഒക്കെ ആണെങ്കിൽ ഭംഗിയിലാക്കണം കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് ലൈൻസിലെ ക്വസ്റ്റ്യൻസ്. ഈ ചോദ്യം ഇങ്ങനെ ചെയ്യാം. ഫൈൻഡ് ദ പോയിന്റ് ഓൺ ദ ലൈൻ at a distance 3√2 from the point 1, 2, 3. 1, 2, 3 എന്നുള്ള പോയിന്റിൽ നിന്ന് 3√2 ദൂരം, അതായത് ഇതാണ് ലൈൻ. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് 1, 2, 3. അപ്പം ഈ ദൂരം എന്താവണം? 3√2 ആവണം. അപ്പോൾ ആ പോയിന്റ് എന്താണ്? നോക്കൂ, ഇങ്ങനെയാവാം രണ്ട് പോയിന്റ്സ് ഉണ്ടാവും. നോക്കാം. അപ്പോൾ ദ പോയിന്റ് ഓൺ ദ ലൈൻ അറ്റ് എ ഡിസ്റ്റൻസ് 3√2 ഫ്രം എ പെർട്ടിക്കുലർ പോയിന്റ്. ഇതാണ് ചോദ്യം. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ കേട്ടോ, ഇത് വെക്ടർ ഫോമിലോ കാർട്ടീഷ്യൻ ഫോമിലാണ്. അപ്പോൾ ഈ ലൈനിലെ ജനറൽ പോയിന്റ് എഴുതാം. എങ്ങനെ ജനറൽ പോയിന്റ് എഴുതാം? ഇത് ഈക്വൽ ടു ലാംഡയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ഈക്വൽ ടു ലാംഡയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താ നോക്കൂ? x + 2/3 is equal to lambda is equal to y + 1/2 lambda is equal to z - 3/2 lambda. എല്ലാം ലാംഡയാണ്. അപ്പോൾ x + 2/3 ലാംഡയാണ്. എക്സിൻ്റെ വാല്യൂ എന്താ മക്കളെ? 3 lambda - 2 ആണ്. ശരിയല്ലേ? 3 lambda - 2. അതുപോലെ വൈയുടെ വാല്യൂ എന്താ? 2 lambda - 1. പിന്നെയോ സെഡിൻ്റെ വാല്യൂ എന്താ? 2 lambda + 3. എന്നിട്ട് തന്നിട്ടുണ്ട് ഈ ദൂരം 3√2 ആണെന്ന്. ആ ദൂരം 3√2 ആണെങ്കിൽ ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിച്ചൊരു ഇക്വേഷൻ കിട്ടില്ലേ? അപ്പോൾ ലാംഡയ്ക്ക് 2 വാല്യൂസ് ഉണ്ടാവും. ആ ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോയിന്റ് കിട്ടും. അപ്പോൾ എന്താ ചോദ്യം? ഫൈൻഡ് ദ പോയിന്റ് ഓൺ ദ ലൈൻ അറ്റ് എ ഡിസ്റ്റൻസ് 3√2 ഫ്രം ദ പോയിന്റ് 1, 2, 3 പറഞ്ഞാൽ ലൈനിൻ്റെ മുകളിലെ ജനറൽ പോയിന്റ് ഇൻ ടേംസ് ഓഫ് ലാംഡ എടുക്കാം. അപ്പോൾ ഇത് എയും ഇത് ബിയും ആണെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ട് എ ബിയുടെ ലെങ്ത് 3√2 ആണ്. അപ്പോൾ AB² എന്തായിരിക്കും? ഈ ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിക്കാം. വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ഫോർമുല? നോക്കാം. AB² is equal to, what is the value of AB²? AB² is equal to എന്തായിരിക്കും? ഇത് മൈനസ് ഇത് 3 lambda - 2 - 1. അപ്പോൾ 3 lambda - 3 സ്ക്വയർ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കണം കേട്ടോ. പ്ലസ് 2 lambda - 1 - 2. അപ്പോൾ എന്താ വരിക? 2 lambda - 1 - 2. 2 lambda - 3 സ്ക്വയർ പ്ലസ് ഇവിടെ നോക്കൂ 2 lambda + 3 - 3. 3 വെട്ടിപ്പോകും. 2 lambda സ്ക്വയർ. ഇറ്റ് ഈസ് 2 lambda സ്ക്വയർ. അത് AB² ആണ്. പക്ഷേ തന്നിട്ടുണ്ട് എ ബിയുടെ വാല്യൂ എന്താ? 3√2 ആണ്. അപ്പോൾ എ ബിയുടെ വാല്യൂ 3√2 ആണെങ്കിൽ AB² എന്തായിരിക്കും? 3√2 സ്ക്വയർ. അപ്പം 9 × 2
18. അപ്പോൾ ഇതിന് പകരം നമുക്ക് 18 എന്ന് എഴുതാം. ഇതിന് പകരം 18 എന്ന് എഴുതാം. ഇതിന് പകരം 18 എഴുതാം. ഇത് സിംപ്ലിഫൈ ചെയ്യുക, ലാംഡയിലെ വാല്യൂ കാണും. സിംപ്ലിഫൈ യു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലാംഡ ഫ്രം ദിസ്. ഇത് സിംപ്ലിഫൈ ചെയ്യുക, കുറച്ച് മെനക്കെടുണ്ട്, ലാംഡ കാണണം. ഇത് സിംപ്ലിഫൈ ചെയ്യുക, ലാംഡയുടെ വാല്യൂ കാണാം. ആ ലാംഡയുടെ വാല്യൂ ആ പോയിന്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോയിന്റ് കിട്ടും. ഓക്കെ, കുറച്ച് ലെങ്തിയാണ്, പക്ഷേ ആ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു ലൈനിൻ്റെ മുകളിൽ അറ്റ് എ ഡിസ്റ്റൻസ് 3√2 ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ്, ഒരു പോയിന്റ് തരും, ലൈനിലേക്കുള്ള ദൂരം 3√2 ആണെങ്കിൽ ആ പോയിന്റ് എന്താണെന്ന് ചോദ്യം. ഇതിന് ലാംഡയുടെ വാല്യൂ കാണും. ദിസ് ഇസ് 9 ലാംഡ സ്ക്വയർ മൈനസ് 326, 339 അപ്പോൾ 18 ലാംഡ പ്ലസ് 9 പ്ലസ് 4 ലാംഡ സ്ക്വയർ പ്ലസ് 9 മൈനസ് 326, 12 ലാംഡ പ്ലസ് 4 ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു 18. ഇതിൽ നിന്ന് ലാംഡയുടെ വാല്യൂ കാണാം. ലാംഡ ഈക്വൽ സംതിങ്, ലാംഡ ഈക്വൽ സംതിങ് കിട്ടും. ഈ ലാംഡ ഈക്വൽസ് ലാംഡയുടെ വാല്യൂസ് ഈ പോയിന്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏത് പോയിന്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഈ പോയിന്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ പോയിന്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അതാണ് ആ പോയിന്റ്. അപ്പോൾ എന്താ സംഭവം? ലൈനിലെ ജനറൽ പോയിന്റ് ആ പോയിന്റ് ആയിട്ട് എടുക്കുക, ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിച്ചിട്ട് ഇക്വേഷൻ ഉണ്ടാക്കുക, ലാംഡയിൽ ഒരു ക്വാഡ്രാറ്റിക് കിട്ടും, ലാംഡയുടെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പം മിക്കവാറും അത് ലാംഡ സിംപ്ലിഫൈ ചെയ്താൽ ലാംഡയുടെ വാല്യൂ പെട്ടെന്ന് കിട്ടും. -b നിങ്ങൾക്കറിയാലോ, ക്വാഡ്രാറ്റിക്കിൻ്റെ സോൾവ് ചെയ്യാൻ 3 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുകൊണ്ട് അതൊന്ന് സോൾവ് ചെയ്യാം. ഞാനിവിടെ സോൾവ് ചെയ്യാൻ ചെയ്യുന്നില്ല, ഫാക്ടറൈസ് ചെയ്യാൻ കുറേ ലെങ്തി ആയതുകൊണ്ട് ചെയ്യുന്നില്ല. പക്ഷേ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. പിന്നെ വേറൊരു ചോദ്യം, നമുക്ക് ലൈനിൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഇത് സാധാരണഗതിയിൽ ചോദിക്കാറില്ല, പക്ഷേ ഇക്കൊല്ലം അത് ചോദിക്കാൻ സാധ്യതയുണ്ടെന്നൊരു തോന്നൽ. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ആൻഡ് ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദ പോയിന്റ്. ഇത് A, B ആയിട്ടാണ് ചോദിക്കാം. ആദ്യം ഫുട്ട് ചോദിക്കും, പിന്നെ ലെങ്ത് ചോദിക്കും. ഡ്രോൺ ഫ്രം ദ പോയിന്റ് ടു ദ ലൈൻ R equals this and also find the image of P on this line. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ഒന്ന് നന്നായി ശ്രദ്ധിക്കും. ഈ ലൈൻ വെക്റ്റർ ഫോമിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ലൈൻ തന്നിട്ടുണ്ട്, ഇതാണ് ലൈൻ. ഈ ലൈനിൻ്റെ പ്രത്യേകത എന്താ? ഈ ലൈനിന് ഒരു പ്രത്യേക പോയിന്റ് കൂടി പാസ് ചെയ്ത്. ഏതാ പോയിന്റ്? -i 3jk. അപ്പോൾ ഏതാ പോയിന്റ്? കാർട്ടീഷ്യൻ ഫോമിൽ പറയുകയാണെങ്കിൽ -1 3 1. ഇതിന് പാരലൽ ആയിട്ടൊരു വെക്റ്റർ തന്നിട്ടുണ്ട്. What is the vector parallel to this line? 2i plus 3j minus k. Coordinates of the foot of the perpendicular point from phi. അപ്പോൾ ഇതാണ് പോയിന്റ്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് P. ഈ P എന്നുള്ള പോയിന്റ് ഏതാ? 5 4 2. ഇവിടെ ഞാൻ കുത്തനെ ഒരു വര വരയ്ക്കാം. ഈ പോയിന്റിന് പറയുന്ന വരയാണ് ഫുട്ട്. We can call it as F. ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ് കാണാനാണ് ചോദിച്ചത്. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് P. ഇപ്പം എന്താ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം എ പോയിന്റ് ടു എ ലൈൻ. ഇതാണ് ചെയ്യുന്നത്. ചിത്രം വരച്ചില്ലേ നിങ്ങളെല്ലാവരും? ഇതിപ്പോൾ ഈ ലൈൻ കാർട്ടീഷ്യൻ ഫോമിലാവാം അല്ലെങ്കിൽ വെക്റ്റർ ഫോമിലാവാം. എന്തായാലും ഭംഗിയിൽ എഴുതണം. കാർട്ടീഷ്യൻ ഫോം ആയാലും വെക്റ്റർ ഫോം ആയാലും ഭംഗിയിൽ എഴുതണം. ഓക്കെ, ഇതിപ്പോൾ ഭംഗിയിലാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. അഥവാ ഭംഗിയില്ലെങ്കിൽ ഭംഗിയിലാക്കിയിട്ട് വേണം പോയിന്റും പാരലൽ വെക്റ്റർ കൊടുക്കാൻ. ഓക്കെ, ചിത്രം വരച്ചു. ഈ പോയിന്റാണ് കാണുന്നത്. എങ്ങനെയാണ് ഈ പോയിന്റ് കാണാം? ആദ്യം ഈ ലൈനിലെ വെക്റ്റർ ഫോം കാർട്ടീഷ്യൻ ഫോം എഴുതിക്കോളും. വാട്ട് ഇസ് ദ കാർട്ടീഷ്യൻ ഫോം ഓഫ് ദിസ് ലൈൻ? x+1/2 ഇസ് ഈക്വൽ ടു അല്ലേ, -1 കൂടി പാസ് ചെയ്യുന്നത് ഇസ് ഈക്വൽ ടു y-3/3 ഇസ് ഈക്വൽ ടു ഒന്ന് നിങ്ങൾ പറഞ്ഞേ z-1/-1. ഇത് ലൈൻ്റെ വെക്റ്റർ ഫോം, ലൈൻ്റെ വെക്റ്റർ ഫോം അതാണ്. അപ്പം അല്ല ലൈൻ്റെ കാർട്ടീഷ്യൻ ഫോമാണ് തന്നിട്ട്. ലൈൻ വെക്റ്റർ ഫോമിലാണ്, നമ്മൾ ലൈൻ്റെ കാർട്ടീഷ്യൻ ഫോം. എന്തിനാണ് ലൈൻ്റെ കാർട്ടീഷ്യൻ ഫോം ആക്കി അറിയോ? ലൈനിലെ ജനറൽ പോയിന്റ് എടുക്കാം. ലൈനിലെ ജനറൽ പോയിന്റ് ഫുട്ടായിട്ട് ചേർക്കാം. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് ഫുട്ടായിട്ട് ചേർക്കാം. വി ക്യാൻ ടേക്ക് ദിസ് ഫുട്ട് ആസ്, ഇതിൽ ജനറൽ പോയിന്റ് എന്താ? ഇവിടെ ലാംഡ ഉണ്ട് വിചാരിച്ചോളൂ. അപ്പോൾ ജനറൽ പോയിന്റ് എന്തായിരിക്കും? ഇത് ലാംഡയിലേക്ക് ഇക്വേറ്റ് ചെയ്താൽ
2 lambda minus 1. ശരിയല്ലേ? 3 lambda plus 3. 3 lambda plus 3. പിന്നെയോ മൈനസ് ലാംഡ പ്ലസ് 1. അതാണ് ഫുട്ട് എന്ന് വിചാരിക്കുക. അതായത് ലൈനിലെ ജനറൽ പോയിന്റ് ഫുട്ടായിട്ട് വിചാരിക്കുക. ലൈനിലെ ജനറൽ പോയിന്റ് ഫുട്ടായിട്ട് വിചാരിക്കുക. ഓക്കെ അല്ലേ? ലൈനിലെ ജനറൽ പോയിന്റ് ഫുട്ട്. ലൈനിലെ ജനറൽ പോയിന്റ് എടുക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? വെക്ടർ ഫോമിലാണെങ്കിൽ കാർട്ടീഷ്യൻ ഫോമിലേക്ക് ആക്കണം. കാർട്ടീഷ്യൻ ഫോമിൽ സിമെട്രിക് ഫോമിലേക്ക് ആക്കണം. എന്നിട്ട് ലാംഡയിലേക്ക് ഇക്വേറ്റ് ചെയ്യണം. എക്സിൻ്റെയും വൈൻ്റെയും സെറ്റിൻ്റെയും വാല്യൂ കാണണം. ഓക്കെ, ഇനി ലാംഡയുടെ വാല്യൂ കാണണം. എങ്ങനെയാണ് ലാംഡയുടെ വാല്യൂ കാണാം? നിങ്ങൾക്കറിയാം പി എഫും ഈ ലൈനും ഈ ആംഗിൾ 90 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ പി എഫിൻ്റെ ഡി ആറും ഈ ലൈനിൻ്റെ ഡി ആറും കൂടി ഡോട്ട് ചെയ്താൽ എന്ത് കിട്ടണം? 0 കിട്ടണം. കാരണം രണ്ട് പെർപെൻഡിക്കുലർ അല്ലേ? അപ്പോൾ ഈ ലൈനിൻ്റെ ഡി ആർ എന്താ? 2, 3, -1 ആണ്. കാരണം 2i മൈനസ് പ്ലസ് 3j മൈനസ് 4k ആണ് ഈ ലൈനിൻ്റെ പാരലൽ വെക്ടർ. അപ്പം വാട്ട് ഇസ് ദ ഡി ആർ ഓഫ് പി എഫ്? ഡി ആർ ഓഫ് പി എഫ് ഒന്ന് ഡി ആർ ഓഫ് പി എഫ് പറയൂ. വാട്ട് ഇസ് ദ ഡി ആർ ഓഫ് പി എഫ്? നോക്കൂ, ഇത് മൈനസ് ഇതാ പറയാം. പി എഫ് എന്ന് പറയുന്നത് ഈ പോയിന്റ് പറയാം. അപ്പോൾ ഇത് മൈനസ് ഇത് ചെയ്താൽ മതി. 2 ലാംഡ മൈനസ് 1 അറിയാലോ. x1 y1 z1 x2 y2 z2. ഡി ആർ എന്താ? x2 മൈനസ് x1 y2 മൈനസ് y1 z2 മൈനസ് z1. അപ്പോൾ ഇതിൻ്റെ ഡി ആർ എന്താ? ഇത് മൈനസ് ഇത് 2 ലാംഡ മൈനസ് 1 മൈനസ് 5 എത്രയാ? 2 ലാംഡ മൈനസ് 6. 3 ലാംഡ പ്ലസ് 3 മൈനസ് 4 എത്രയാ? 3 ലാംഡ പ്ലസ് 3 മൈനസ് 4 മൈനസ് 1. ശരിയല്ലേ? മൈനസ് ലാംഡ പ്ലസ് 1 മൈനസ് 2 എത്രയാ? മൈനസ് ലാംഡ മൈനസ് 1. ഇതാണ് ഡി ആർ. മൈനസ് ലാംഡ പ്ലസ് 1 മൈനസ് 2 മൈനസ് ലാംഡ പ്ലസ് 1 മൈനസ് 2 ഇസ് മൈനസ് ലാംഡ മൈനസ് 1. ഇതാണ് ഡി ആർ. Of course, dr of this line is 2, 3, minus 1. ഈ ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് വി ഹാവ്, അതായത് പി എഫും ലൈനും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്കിത് പറയാം, ഇതും കൂടി ഡോട്ട് ചെയ്താൽ 0 വരണം. അപ്പോൾ എന്ത് കിട്ടും? 2 ലാംഡ മൈനസ് 6 ഇൻറ്റു 2 പ്ലസ് 3 ലാംഡ മൈനസ് 1 into 3 plus minus lambda minus 1 into minus 1 എന്താവണം? 0 ആണ്. അതായത് ഈ വെക്ടറും കൂടി ഡോട്ട് ചെയ്താൽ 0 വരണം. പെർപെൻഡിക്കുലർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ പി എഫിൻ്റെ ഡി ആറും ഈ ലൈനിൻ്റെ ഡി ആറും കൂടി ഡോട്ട് ചെയ്താൽ 0 വരണം. ലാംഡയുടെ വാല്യൂ കാണാം. അപ്പോൾ ഇവിടെ ഒരു 4 ലാംഡ ഉണ്ടാവും, ഇവിടെ ഒരു 9 ലാംഡ ഉണ്ടാവും, 13 ലാംഡ, 14 ലാംഡ. ശരിയല്ലേ? ശരി. ഇവിടെ -12, ഇവിടെ -3, -12 -15, -15 പ്ലസ് 1 -14. അപ്പം -14 0. അപ്പോൾ ലാംഡയുടെ വാല്യൂ 1 അല്ലേ? അപ്പോൾ ലാംഡയുടെ വാല്യൂ 1. മിക്കവാറും ലാംഡ ഭംഗിയിലാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇവിടെ ലാംഡയ്ക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും? ഫോർ ഫുട്ട് ഇസ് ഈക്വൽ ടു എന്താ? ലാംഡ 1 സബ്സ്റ്റിറ്റ്യൂട്ട് എന്താ കിട്ടുക? 1 എത്രയാ? 6, 0. മനസ്സിലായോ? It's a very important idea. Therefore, foot of the perpendicular is 1, 6, 0. Ini, how to find the image? Find the coordinates of the foot of the perpendicular. Therefore, coordinates of the foot of the perpendicular is 1, 6, 0. ഞാൻ എന്താ ചെയ്തത് ഒന്നുകൂടി പറയാം. എന്താ ചെയ്തത്? ലൈനിനെ കാർട്ടീഷ്യൻ ഫോമിലേക്ക് ആക്കി, എന്നിട്ട് അതിനെ ഈക്വൽ ടു ലാംഡ ഇക്വേറ്റ് ചെയ്തിട്ട് ജനറൽ പോയിന്റ് ഫുട്ടായിട്ട് വിചാരിച്ചു. പി എഫിൻ്റെ ഡി ആറും ഇതിൻ്റെ ഡി ആറും ലൈനിൻ്റെ ഡി ആറും കൂടി ഡോട്ട് ചെയ്താൽ 0 വരണം. അതൊന്ന് ലാംഡയുടെ വാല്യൂ കാണും. ആ ലാംഡ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഫുട്ടായി. സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ആൻഡ് ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദ പോയിന്റ് ദിസ് ടു ദ ലൈൻ. അപ്പോൾ ലെങ്ത്, ഇതാ ഈ ലെങ്ത് കാണാം. അപ്പോൾ പി എഫിൻ്റെ ലെങ്ത് കാണാൻ എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ഫോമിൽ ചോദിച്ചാൽ പറയാം. പി എഫിൻ്റെ ലെങ്ത് ഡിസ്റ്റൻസ് ഫോമിൽ ചോദിച്ചാൽ മതി. എങ്ങനെ ഡിസ്റ്റൻസ് ഫോമിൽ? root of x2 minus x1 square plus y2 minus y1 square plus z2 minus z1 square. But what is pf? It is root of this minus 1, 16, plus this minus this, 4, plus this minus this, 4. അപ്പം
6 4 20 24 റൂട്ട് 24 യൂണിറ്റ്സ്. ഇനി പിന്നെന്താ വെച്ചാൽ ഓൾസോ ഫൈൻഡ് ദ ഇമേജ് ഓഫ് പി ഓൺ ദിസ് ലൈൻ. ഇമേജ് എവിടെയാണ് ഉണ്ടാവുക മക്കളെ? ഇമേജ് എവിടെയാണ് ഉണ്ടാവുക? ഇവിടെ ആയിരിക്കും ഇമേജ് ഉണ്ടാവുക. ഇവിടെയാണ് ഇമേജ് ഉണ്ടാവുക. നേരെ കുത്തനെയാണ്, ഇതാണ് ഇമേജ്. ഇതാണ് ഇമേജ് ഉണ്ടാവുക. നേരെ നേരിൽ താഴെയാണ് ഇമേജ് ഉണ്ടാവുക. അപ്പോൾ ഇമേജിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇമേജ് ഇപ്പോൾ ഈ പോയിന്റ് അറിയാം, ഈ പോയിന്റ് അറിയാം. എങ്ങനെ ഇമേജ് കാണാം? നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഈ പി ഐയുടെ മിഡ് പോയിന്റ് ആയിരിക്കില്ലേ എഫ്. ഹൗ ടു ഫൈൻഡ് ദ ഇമേജ്? ഇമേജും പോയിന്റും കൂടി ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടണം? അതായത് ഇതിപ്പോൾ XYZ ആണെങ്കിൽ ഇതും കൂടി കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ പോയിന്റ് കിട്ടണം. അപ്പം എന്ത് കിട്ടണം? ദ പോയിന്റ് എഫ്. അപ്പോൾ വാട്ട് ഈസ് I plus F? I plus F will be equal to 2F. But what is I? Is equal to 2F minus the point. What is 2F? ഫുട്ടിൻ്റെ ഡബിളിൽ നിന്ന് പോയിന്റ് സബ്ട്രാക്ട് ചെയ്യുക. ഫുട്ട് എത്രയാ? 1 ഡബിൾ എടുക്കുക. അപ്പോൾ 2 12 0. പോയിന്റ് ഏതാ? 5 4 2. അപ്പോൾ വാട്ട് ഇസ് ദ ഇമേജ്? 2 മൈനസ് 5 മൈനസ് 3 12 മൈനസ് 4 8 0 മൈനസ് 2 മൈനസ് 2. അപ്പോൾ ഇതാണ് ഇമേജ്. ഇമേജസ് വാട്ട്സ് ദ ഇമേജ്? ഇമേജസ് -3 8 മൈനസ് 2. ഇത് വേറൊരു പേപ്പറിലേക്ക് എഴുതി അത് നാശമാവും. അതുകൊണ്ടാണ് ഞാൻ അതിൽ തന്നെ എഴുതിയത്. അപ്പോൾ എല്ലാം കൂടി അതിൽ തന്നെ ചെയ്തു. ഇത് സ്റ്റെമ്മായിട്ട് ചോദിക്കുക. ABC 3 ചോദ്യമായിട്ട് ചോദിക്കുക. എന്താണ്? വാട്ട് ഈസ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം എ പോയിന്റ് ടു എ ലൈൻ? വാട്ട് ഇസ് ദ ലെങ്ത് ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ? ഇപ്പോൾ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈനിന് വേറൊരു ഫോർമുല കൂടി ഉണ്ട് കേട്ടോ. A1 - A2 ക്രോസ് B ബൈ മോഡുലസ് B. അത് ഉപയോഗിച്ചിട്ട് വെരിഫൈ ചെയ്യാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് ചോദിക്കാൻ സാധ്യതയില്ല തോന്നുന്നു. പക്ഷെ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫുട്ടും ഇമേജും. ഫുട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇമേജ് കാണാം? ഫുട്ടിൻ്റെ ഡബിളിൽ നിന്ന് പോയിന്റ് സബ്ട്രാക്ട് ചെയ്താൽ ഇമേജ് കിട്ടും. ഫുട്ടിൻ്റെ ഡബിളിൽ നിന്ന് പോയിന്റ് സബ്ട്രാക്ട് ചെയ്താൽ യു ഗെറ്റ് ദ ഇമേജ്. അപ്പം ഫുട്ട് ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം എ പോയിന്റ് ടു എ ലൈൻ. വാട്ട് ഇസ് ദ ഇമേജ് ഓഫ് എ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു എ ലൈൻ? ഓക്കെ. അപ്പം ലൈൻസിൽ നിങ്ങൾ പഠിക്കേണ്ടത് ലൈൻസ് പാരലൽ ആവാനുള്ള കണ്ടീഷൻ, പെർപെൻഡിക്കുലർ ആവാനുള്ള കണ്ടീഷൻ, ലൈൻ തമ്മിലുള്ള ആംഗിൾ, ലൈൻ എപ്പോഴാണ് ഇന്റർസെക്റ്റ് ചെയ്യുക, ലൈൻ എപ്പോഴാണ് സ്ക്യൂ ആവുക, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാണുക, 2 ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പാരലൽ ലൈൻസ് എങ്ങനെയാണ് ചെയ്യുക, ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ എങ്ങനെ ചെയ്യുക, ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈനും ഇതേ ഫോമിലാണ്. പിന്നെ ഹൗ ടു ഫൈൻഡ് ദ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം എ പോയിന്റ് ടു എ ലൈൻ, വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം എ പോയിന്റ് ടു എ ലൈൻ, വാട്ട് ഇസ് ദ ഇമേജ് ഓഫ് എ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു എ ലൈൻ. ഇത്രയേ ഉള്ളൂ ലൈനിനെ പറ്റി പഠിക്കാൻ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പ്ലെയിൻസ് പഠിക്കാം. പ്ലെയിൻസിനെ പറ്റി പഠിക്കാൻ എന്താ വേണ്ടത്, അറിയേണ്ടത്? പ്ലെയിൻസ് പഠിക്കുമ്പോൾ പ്ലെയിൻസിനെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ 2 കാര്യങ്ങളാണ് പറയേണ്ടത്. R ഡോട്ട് ഇത് വേണ്ട. പ്ലെയിൻസിനെ പറ്റി പഠിക്കുമ്പോൾ ഈ 2 കാര്യങ്ങളാണ് നോക്കേണ്ടത്. എന്താണ്? R ഡോട്ട് R മൈനസ് A ഡോട്ട് N ഇസ് ഇക്വൽ ടു 0. ഇത്രയേ ഉള്ളൂ. പിന്നെ R ഡോട്ട് N ക്യാപ്പ് ഇസ് ഇക്വൽ ടു D. ഇതൊക്കെ നമ്മൾ കുറേ പ്രാവശ്യം ഡിസ്കസ് ചെയ്താണ്. പക്ഷേ നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി. ലൈൻ ആണെങ്കിൽ നമുക്ക് 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കാണണമെങ്കിൽ നമുക്ക് 2 കാര്യങ്ങളാണ് വേണ്ടത്. ഏതൊക്കെയാണ് വേണ്ടത്? ഒരു പോയിന്റും ഒരു പാരലൽ വെക്ടർ. പ്ലെയിൻ ആണെങ്കിൽ ഇതാണ് പ്ലെയിൻ ചോദിച്ചു. പ്ലെയിൻ ആണെങ്കിൽ പോയിന്റും പെർപെൻഡിക്കുലർ വെക്ടറാണ് വേണ്ടത്. ഈ 2 കാര്യങ്ങൾ നന്നായിട്ടൊന്ന് ഉറപ്പിക്കും. ഫോർ എ ലൈൻ യു നീഡ് എ പോയിന്റ് ആൻഡ് എ പാരലൽ വെക്ടർ. ഫോർ എ പ്ലെയിൻ യു നീഡ് എ പോയിന്റ് ആൻഡ് എ പെർപെൻഡിക്കുലർ വെക്ടർ. മനസ്സിലായോ? തീ ഉണ്ടെങ്കിൽ പുക ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ലൈൻ ഉണ്ടെങ്കിൽ പാരലൽ വെക്ടർ ഉണ്ടാവും. പ്ലെയിൻ ഉണ്ടെങ്കിലോ പെർപെൻഡിക്കുലർ വെക്ടർ ഉണ്ടാവും. അങ്ങനെ ആലോചിക്കാം. അപ്പം എപ്പോഴും ലൈനിൻ്റെ ഇക്വേഷൻ ചോദിച്ചാൽ പോയിന്റ് ഉണ്ടോ പാരലൽ വെക്ടർ ഉണ്ടോ എന്ന് നോക്കാം. എപ്പോഴെങ്കിലും
പ്ലെയിൻ ഉണ്ടെങ്കിൽ പോയിന്റ് ഉണ്ടോ, പെർപെൻഡിക്കുലർ വെക്ടർ ഉണ്ടോ നോക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ പ്ലെയിൻ ചോദിച്ചാൽ പെർപെൻഡിക്കുലർ വെക്ടറാണ് തരേണ്ടത്, ലൈൻ ചോദിച്ചാൽ പാരലൽ വെക്ടറാണ് തരേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഫോം r minus a dot m is equal to 0. r minus a dot m is equal to 0. ഇതാണ് ആദ്യത്തെ ഫോം. എന്താ r minus a dot m equal to 0? a ആണ് പോയിന്റ്, പ്ലെയിനിലെ a ആണ് പോയിന്റ്. ഇത് പാരലലോഗ്രാം ഒന്നും അല്ല കേട്ടോ, അത് ഇത് a ആണ് പോയിന്റ്, പെർപെൻഡിക്കുലർ വെക്ടർ ആണ് m. a ആണ് പോയിന്റ്, പെർപെൻഡിക്കുലർ വെക്ടർ ആണ് m. അങ്ങനെ ആലോചിച്ചാൽ മതി. a is a point, perpendicular vector is m. ഓക്കെ, ഇതൊന്നും തീരെ നിങ്ങൾ കേൾക്കാത്തവരോട് ഞാൻ ഒരോടായിട്ട് ഒരു കാര്യം പറയുകയാണ്. ഇപ്പോൾ ഒരു പ്ലെയിൻ ഒരു പോയിന്റ് കൂടി പാസ് ചെയ്യുന്ന വെച്ചോളൂ. ഈ പോയിന്റ് 1, 2, 3 ആണ്. ഇതിൻ്റെ പെർപെൻഡിക്കുലർ വെക്ടർ i മൈനസ് അല്ലെങ്കിൽ 2i മൈനസ് 3j പ്ലസ് 5k ആണ് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുല പ്രകാരം വാട്ട് ഇസ് ദ ഇക്വേഷൻ ടു ദാറ്റ് പ്ലെയിൻ? നോക്കൂ, എന്താ നിങ്ങൾ ചെയ്യുക? ഇവിടെ എ പറയുന്നത് i പ്ലസ് 2j പ്ലസ് 3k ആണ്. ഇതാണ് എം അല്ലേ? ഇത് എം ആണ്, ഇത് എം ആണ്, ഇത് എ ആണ്. അപ്പോൾ എന്താ ഫോർമുല? r മൈനസ് എ ഡോട്ട്. ഇത് സാധാരണഗതിയിൽ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുക, എപ്പോഴും നമ്മൾ ഇതാണ് ഉപയോഗിക്കുക. r മൈനസ് എ ഡോട്ട് m ഈക്വൽ 0 ആണ് ഉപയോഗിക്കുക. നോക്കാം ഫോർമുല എന്തായിരിക്കും? r മൈനസ് എ പറഞ്ഞാൽ എന്താ? i പ്ലസ് 2j പ്ലസ് 3k ഡോട്ട് എം. ഡോട്ട് എന്ന് പറഞ്ഞാൽ എം എന്താ അവിടെ? 2i മൈനസ് 3j പ്ലസ് 5k. ഇത് 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യുക. r മൈനസ് എ ഡോട്ട് എം ഈക്വൽ 0. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? r ഡോട്ട് ദിസ്, r ഡോട്ട് ദിസ്. ഇതിൻ്റെ സ്റ്റൈലിൽ ശ്രദ്ധിക്കുക കേട്ടോ. മൈനസ് 3j പ്ലസ് 5k മൈനസ് this dot this dot is എത്രയാ? 2 മൈനസ് 6, 2 മൈനസ് 6 എത്രയാ? മൈനസ് 4, മൈനസ് 4 15, മൈനസ് 4 15 ആകുമ്പം മൈനസ് 4 15 11. അപ്പം മൈനസ് 11 ഈക്വൽ 0 ഈസ് ഈക്വൽ ടു 11 വരും. ഇതാണ് ഈ പ്ലെയിനിൻ്റെ വെക്ടർ ഫോം. r ഡോട്ട് 2i മൈനസ് 3j പ്ലസ് 5k ഈക്വൽ ടു 11. ഇതാണ് ഈ പ്ലെയിനിൻ്റെ വെക്ടർ ഫോം. ഓർക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പം r ഡോട്ട്, അതിൻ്റെ സ്റ്റൈൽ ഇതാണ്. r ഡോട്ട് സം വെക്ടർ ഈസ് ഈക്വൽ ടു എ സ്കെയിലാർ. ഇതാണ് കാർട്ടീഷ്യൻ വെക്ടർ ഫോമിലെ പ്ലെയിനിൻ്റെ ഫോം. അപ്പോൾ ഇത് ഞാൻ വൃത്തിയിൽ എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും? r ഡോട്ട്, ഞാൻ വൃത്തിയിൽ എഴുതി നോക്കുള്ളൂ. r ഡോട്ട് 2i മൈനസ് 3j പ്ലസ് 5k, 2i മൈനസ് 3j പ്ലസ് 5k ഈസ് ഈക്വൽ ടു 11. ഇങ്ങനെ എഴുതിയാൽ അല്ലേ, r 2i മൈനസ് 3j പ്ലസ് 5k ഇസ് 11. ഇങ്ങനെ എഴുതിയാൽ ഇത് വെക്ടർ ഫോമാണ്. അപ്പോൾ ഇതിൻ്റെ കാർട്ടീഷ്യൻ ഫോം എങ്ങനെ എഴുതാം മക്കളെ? കാർട്ടീഷ്യൻ ഫോം എന്താ? ആറിന് പകരം xi പ്ലസ് yj പ്ലസ് zk വിചാരിക്കാം. അപ്പോൾ ഡോട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2x മൈനസ് 3y പ്ലസ് 5z ഇസ് ഈക്വൽ ടു 11 എന്ന് വരും അല്ലേ? ഇസ് ഈക്വൽ ടു 11. ഇത് കാർട്ടീഷ്യൻ ഫോമാണ്, ഇത് വെക്ടർ ഫോമാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഫോമിൽ ഏത് ഫോം വന്നാലും വെക്ടർ ഫോം തന്നാൽ കാർട്ടീഷ്യൻ ഫോമിൽ എഴുതാൻ പറ്റണം, കാർട്ടീഷ്യൻ ഫോം തന്നാൽ വെക്ടർ ഫോമിൽ എഴുതാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? r ഡോട്ട് ദിസ് ഉടനെ കാർട്ടീഷ്യൻ ഫോമിൽ എഴുതി, കാർട്ടീഷ്യൻ ഫോമിലുള്ള സാധനം ഉടനെ വെക്ടർ ഫോമിൽ എഴുതി. അപ്പോൾ ഈ വെക്ടർ ഫോമിലോ കാർട്ടീഷ്യൻ ഫോമിലോ തന്നാൽ ഇത് ഉടനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. ഇപ്പോൾ ലൈനിൻ്റെ കേസിൽ നമുക്ക് 3 സാധനങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും: പോയിന്റ്, പാരലൽ വെക്ടർ, ജനറൽ പോയിന്റ്. പ്ലെയിൻ്റെ കേസിൽ ഈ ഒരു സാധനം എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഇതെന്താണ്? ഇത് പ്ലെയിനിൻ്റെ പെർപെൻഡിക്കുലർ വെക്ടറാണ്. 2i മൈനസ് 3j പ്ലസ് 5k പറയുന്നത് പ്ലെയിനിൻ്റെ പെർപെൻഡിക്കുലർ വെക്ടറാണ്. അതായത് ആറിൻ്റെ കൂടെയുള്ള വെക്ടർ പ്ലെയിനിനോട് ലംബമായിട്ടുള്ള വെക്ടറാണ്. അഥവാ എക്സിൻ്റെ കൂടെയുള്ള ആളും കാർട്ടീഷ്യൻ ഫോം ആണെങ്കിൽ എക്സിൻ്റെ കൂടെയുള്ള ആളും വൈയുടെ കൂടെയുള്ള ആളും സെഡിൻ്റെ കൂടെയുള്ള ആളും എന്താ? ആ പ്ലെയിനിൻ്റെ പെർപെൻഡിക്കുലർ വെക്ടറിൻ്റെ dr ആണ്. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2 എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട് r ഡോട്ട് n ക്യാപ് ഈക്വൽസ് d. r ഡോട്ട് n ക്യാപ് ഈക്വൽസ് d. ഈ r ഡോട്ട് n ക്യാപ് ഈക്വൽസ് ഡിയും പ്ലെയിനിൻ്റെ ഇക്വേഷനാണ്. അവിടെ r ഉണ്ട്, ഇവിടെ r ആണ്. ദിസ് ഇസ് r. r ഡോട്ട് n ക്യാപ് ഈക്വൽസ് d. ദിസ് ഇസ് r ഡോട്ട് n ക്യാപ് ഈക്വൽസ് d. r ഡോട്ട് n ക്യാപ്
is equal to D. ഇവിടെ n cap എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടറാണ്. n cap is a യൂണിറ്റ് വെക്ടർ. അപ്പം ഇത് യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ ഇതെന്തായിരിക്കും? ദൂരമായിരിക്കും. ദൂരം ഫ്രം ദ ഒറിജിൻ. ഡി പറയുന്നത് ദൂരം ഫ്രം ദ ഒറിജിനാണ്, ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിനാണ്. അപ്പോൾ ഈ സാധനം നോക്കൂ, ആറിൻ്റെ കൂടെയുള്ള വെക്ടർ യൂണിറ്റ് വെക്ടർ ആയിരുന്നുവെങ്കിൽ ഇതെന്താവും? ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിനാവും അല്ലേ? അപ്പോൾ ഈ സാധനത്തിന് നമുക്ക് ഈ സാധനത്തിൻ്റെ ഡിസ്റ്റൻസ് കാണുകയും എന്ത് ചെയ്താൽ മതി? ഈ സാധനത്തിൻ്റെ ഡിസ്റ്റൻസ് കാണുകയും എന്ത് ചെയ്താൽ മതി? ആർ ഡോട്ട് 2y മൈനസ് 3j പ്ലസ് 5k ഈസിക്കൽ 11നെ ഞാൻ എന്ത് എഴുതാം? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഇവിടെയും ഡിവൈഡ് ചെയ്താൽ എന്താ വരിക? ഇപ്പം 2y മൈനസ് 3j പ്ലസ് 5kയുടെ മാഗ്നിറ്റ്യൂഡ് എന്താ? 25, 4, 29, 29, 9, 38. റൂട്ട് 38 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെയും ഡിവൈഡ് ചെയ്യുക. എന്തായാലും ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെയും ഡിവൈഡ് ചെയ്യണം. എന്താ ഇവിടെ ഡിവൈഡ് ചെയ്തുകൊണ്ടുള്ള ഗുണം? ഇത് കാർട്ടീഷ്യൻ ഫോമാണ്, ഓക്കെയാണ്. ഇതിന്ന് നമുക്ക് ഒരു സാധനങ്ങൾ മാത്രമേ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്താ? പെർപെൻഡിക്കുലർ വെക്ടർ. പക്ഷേ ഇതിനെ ഇങ്ങനെ എഴുതിയാൽ ഇത് ഈ ഫോമിലായി. കണ്ടോ? ആർ ഡോട്ട് എൻ ക്യാപ്. ഇവിടെ ആർ ഡോട്ട് ജസ്റ്റ് പെർപെൻഡിക്കുലർ വെക്ടറാണ്. ഇവിടെയോ യൂണിറ്റ് പെർപെൻഡിക്കുലർ വെക്ടറാണ്. ഈ എൻ ക്യാപ്പിനാണ് യൂണിറ്റ് നോർമൽ വെക്ടർ ആകുമ്പോൾ ഡി എന്താ? ഡിസ്റ്റൻസ് ഒറിജിനാണ്. അതുകൊണ്ട് ഇത് യൂണിറ്റ് വെക്ടർ ആവുന്ന മറക്ക് ഇതെന്താവും? ദൂരം ഫ്രം ദ ഒറിജിൻ ആയിരിക്കും. അപ്പോൾ അതായത് ഇത് ഈ ഫോമിൽ എഴുതിയുകൊണ്ട് 11/√38 എന്തായിരിക്കും? ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ആയിരിക്കും. അപ്പോൾ തൽക്കാലം ഇങ്ങനെ മാത്രം മനസ്സിലാക്കാം. ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ തന്നാൽ ഉടനെ രണ്ട് സാധനങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് രണ്ട് സാധനങ്ങൾ? ഒന്ന് പെർപെൻഡിക്കുലർ വെക്ടർ, രണ്ട് ദൂരം ഫ്രം ദ ഒറിജിൻ, ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ. അതായത് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ 2x പ്ലസ് 2y പ്ലസ് z ഇസിക്കൽ ടു 9. ഇത് കണ്ട ഉടനെ നിങ്ങൾക്ക് എന്ത് പറയാം? പ്ലെയിൻ ഇക്വേഷൻ ആണ്, കാർട്ടീഷ്യൻ ഫോമിൽ ഇക്വേഷൻ ആണ്. ഇതിൻ്റെ വെക്ടർ ഫോം എന്താ? ആർ ഡോട്ട് 2y പ്ലസ് 2j പ്ലസ് k ആണ്, ഇസിക്കൽ ടു 9 ആണ്. 2y പ്ലസ് 2j പ്ലസ് k ആണ് അതിൻ്റെ പെർപെൻഡിക്കുലർ വെക്ടർ. ദൂരം ഫ്രം ദ ഒറിജിൻ എന്താ? വാട്ട്സ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ? ഇതിന് ഞാൻ റീറൈറ്റ് ചെയ്യാം. എന്താ റീറൈറ്റ് ചെയ്യണം? ഈ ഫോമിൽ റീറൈറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ എഴുതാം? ആർ ഡോട്ട് 2y പ്ലസ് 2j പ്ലസ് k ഇസിക്കൽ ടു 9. ഇത് എൻ ക്യാപ്പ് ആവണമെങ്കിൽ ഇത് ചെയ്യണം, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെയും ഡിവൈഡ് ചെയ്യുക. വാട്ട്സ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ? 3. അപ്പം ഗിവൺ എ പ്ലെയിൻ ഇൻ ദ വെക്ടർ ഫോം ഓർ കാർട്ടീഷ്യൻ ഫോം, വെക്ടർ ഫോമിലെ സാധനം കാർട്ടീഷ്യൻ ഫോമിൽ എഴുതാൻ പറ്റും, കാർട്ടീഷ്യൻ ഫോമിലെ സാധനം വെക്ടർ ഫോമിൽ എഴുതാൻ പറ്റും. എന്തിൽ തന്നാലും നമുക്ക് ഈ രണ്ട് സാധനങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ രണ്ട് സാധനങ്ങൾ: ഒന്ന് പെർപെൻഡിക്കുലർ വെക്ടർ, രണ്ട് distance from the origin to that plane. But given a plane in any of the forms, whether it is Cartesian form or vector form, you will be able to extract two things. What are they? The vector perpendicular to the plane, the distance from the origin to the plane. Okay. ഇത്രയും കാര്യങ്ങൾ അറിയെങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് പ്രോബ്ലംസ് നോക്കാം. അപ്പം പ്ലെയിൻസിലാകെ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. എന്തൊക്കെയാണ്? ഒരു പോയിന്റും പെർപെൻഡിക്കുലർ വെക്ടറും അറിയണം. കാർട്ടീഷ്യൻ ഫോമിൽ എഴുതിയ സാധനം വെക്ടർ ഫോമിൽ എഴുതാൻ പറ്റണം, വെക്ടർ ഫോമിൽ എഴുതിയ സാധനം കാർട്ടീഷ്യൻ ഫോമിൽ എഴുതാൻ പറ്റണം. എന്തിലെഴുതിയാലും രണ്ട് സാധനങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റണം. എന്തൊക്കെയാണ് രണ്ട് സാധനങ്ങൾ? ദ പെർപെൻഡിക്കുലർ വെക്ടർ, ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ടു ദ പ്ലെയിൻ. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. കുറച്ച് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് വിൽ ഡിസ്കസ് സം ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. 3 പോയിന്റ്സ് കൂടി ഒരു പ്ലെയിൻ പാസ് ചെയ്യണം. ഇത് സാധാരണഗതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് കേട്ടോ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ ഡിറ്റർമിൻഡ് ബൈ ദ പോയിന്റ്സ് എ, ബി ആൻഡ് സി. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, സി തന്നെ. നോക്കൂ, 3 നോൺ കൊളീനിയർ പോയിന്റ്സ് തന്നാലേ ഒരു ട്രയാങ്കിൾ വരയ്ക്കാമല്ലോ. ഈ ട്രയാങ്കിൾ എന്തായാലും ഒരു പ്ലെയിൻ ഡിറ്റർമിൻ ചെയ്യില്ലേ? അപ്പം 3 നോൺ കൊളീനിയർ പോയിന്റ്സ് കൂടി പാസ് ചെയ്യുന്ന പ്ലെയിൻ്റെ ഇക്വേഷൻ എന്താ? ഹൗ ടു ഫൈൻഡ് ഇക്വേഷൻ ടു എ പ്ലെയിൻ പാസിംഗ് ത്രൂ 3 നോൺ കൊളീനിയർ പോയിന്റ്സ് ആൻഡ് ഓൾസോ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് 659 ഫ്രം ദ പ്ലെയിൻ. ഇതിപ്പം ഇതാണ് എ എന്നുള്ള പോയിന്റ്. എ ഇസ് 3 - 1 2. ബി എന്നുള്ള പോയിന്റ് 5 2 4. ഇത് നിങ്ങൾ എൻ്റെ കൂടെ ചെയ്തോളൂ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്.
C എന്നുള്ള പോയിന്റ് -1 -1 6. എന്താ പ്ലെയിൻ്റെ ഇക്വേഷൻ? ഒറ്റ ഇക്വേഷൻ ഉള്ളൂ. എന്താ പ്ലെയിൻ്റെ ഇക്വേഷൻ? R minus A dot M is equal to 0. ഇത് നിങ്ങൾ പഠിച്ചതാണെങ്കിൽ there is another formula. പക്ഷേ പഠിച്ചതല്ലെങ്കിൽ എൻ്റെ കൂടെ ഈ പരിപാടി മാത്രം ചെയ്യാൻ നല്ലത്. This is the best way. R minus A dot M equals 0. ഇതിൽ A പറഞ്ഞാൽ എന്താ? പോയിൻ്റാണ്. M എന്ന് പറഞ്ഞാൽ എന്താ? പെർപെൻഡിക്കുലർ വെക്ടർ അല്ലേ? ഈ A എന്നുള്ള പോയിന്റ് ഇതെടുത്താലും കുഴപ്പമില്ല, ഇതെടുത്താലും കുഴപ്പമില്ല, ഇതെടുത്താലും കുഴപ്പമില്ല, ഏതെങ്കിലും പോയിന്റ് ആയിട്ട് എടുത്തു. അപ്പോൾ വി ക്യാൻ ടേക്ക് A ആസ് ഏതെങ്കിലും ഒരു പോയിന്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ് എടുത്തോളൂ. 3i minus j plus 2k. ഇതെടുക്കാം, 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 ഏത് വേണേൽ എടുക്കാം. M കാണുക എങ്ങനെയാണ്? ഹൗ ടു ഫൈൻഡ് M? M എന്ന് പറയുന്നത് എന്താ? ഈ പ്ലെയിനോട് ലംബമായിട്ടുള്ള പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ. ഹൗ ടു ഫൈൻഡ് എ പെർപെൻഡിക്കുലർ വെക്ടർ? വെറുതെ രണ്ട് വെക്ടേഴ്സ് എടുക്കാം, ഇതാണ് ക്രോസ് ചെയ്യുക. ആ വശങ്ങൾ അതാണ് ക്രോസ് ചെയ്യുക. നിങ്ങൾക്കറിയാലോ, രണ്ട് വെക്ടേഴ്സ് ക്രോസ് ചെയ്യാൻ കിട്ടുന്ന വെക്ടർ രണ്ടിനോടും പെർപെൻഡിക്കുലർ ആയിരിക്കുന്നത്. അപ്പോൾ ഈ വെക്ടറും ഈ വെക്ടറും കൂടി എടുക്കുക, എന്നിട്ടാണ്ട് ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്താൽ കിട്ടുന്ന വെക്ടർ എന്തായിരിക്കും? M ആയിരിക്കും. അപ്പോൾ വാട്ട് ഈസ് M? M is the cross product of BA and BC. BAയും BCയും കൂടി ക്രോസ് ചെയ്യുക. അത് എഴുതൊന്നും വേണ്ട, ഡയറക്റ്റായിട്ട് എഴുതിക്കോളൂ. ഡയറക്റ്റായിട്ട് എഴുതിയാൽ മതി. M is IJK. M is, what is M? M is vector M is equal to BA cross BC. BA cross BC is equal to, that is M is equal to IJK. What is BA? BA പറഞ്ഞാൽ ഇത് മൈനസ് ഇത്, 5 മൈനസ് 3 മൈനസ് 5 മൈനസ് 2, -1 -2 -3, പിന്നെ 2 മൈനസ് 4 -2. ഇതാണ് BA. BC എന്തായിരിക്കും? പൊസിഷൻ വെക്ടർ ഓഫ് C മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് B എന്തായിരിക്കും? -1 -5 -6, -1 -2 -3, -6 6 -4, എല്ലാം മൈനസ് ആയി അല്ലേ? 3 -5 -2 -1 -2 -3 2 -4 -2. ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ ആകെ നാശമാവും. -1 -5 -6 -1 -2 is -3 6 -4 is 3 2. അത് ക്രോസ് ചെയ്യും, തെറ്റാതെ ക്രോസ് ചെയ്യും. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്താ മക്കളെ? Therefore M is equal to -6 -6 0 ഉണ്ടാവില്ല. J into -4 minus j into -4 -12 -16 plus k into 6 minus 18 6 minus 18 minus 12. ഒന്നുകൂടി നോക്കാം. I into -6 -6 0 minus j into -4 -12 -4 -12 അല്ലേ? -4 -12 -16, പിന്നെ പ്ലസ് k into 6 minus 18 6 minus 18 is -12. ശരിയാണ്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ അതാണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇറ്റ് ഈസ് R dot M is equal to A dot M അല്ലേ? ഇറ്റ് ഈസ് R dot M എന്താ? M എന്ന് പറഞ്ഞാൽ ഇതാണ് 16J പ്ലസ് -12K അല്ലേ? -12K is equal to A dot M. A dot M എന്താ? This dot M. It is 3i minus j plus 2k dot M. M എന്താ? R minus A. R dot M is A dot M. M എന്താ? അതന്നെ. It is 16j minus 12k. So what is your answer? 16y അല്ലെങ്കിൽ R dot 16j minus 12k is equal to എത്ര കിട്ടുക? -16 -24 ശരിയല്ലേ? അപ്പോൾ -40 മൈനസ് എത്ര കിട്ടുക? -40. This is -40. This is -40. അപ്പോൾ 4 കൊണ്ട് 1 ഡിവൈഡ് ചെയ്യാം. ഇറ്റ് ഇസ് R dot 4j minus 3k
is equal to minus 10. ഇതാണ് വെക്റ്റർ ഫോം. Now what is the Cartesian form? ഇത് വെക്റ്റർ ഫോം ആണ്. What is the Cartesian form? ആറിന് പകരം xi plus yj plus zk വയ്ക്കും. അപ്പോൾ എന്താവും? The Cartesian form is 4y minus 3z is equal to minus 10. അത്രയേ ഉള്ളൂ. Right? But that is the equation to a plane passing through 3 points. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഈ 3 പോയിന്റ്സിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എ ആയിട്ട് എടുക്കുക. എന്നിട്ട് എം എന്നുള്ള വെക്ടർ ഏതാ? ഏതെങ്കിലും 2 വെക്ടേഴ്സ് എടുത്തിട്ട് ക്രോസ് ചെയ്യും. അത് എം ആയിട്ട് എടുക്കുക. ഓക്കെ അല്ലേ? റൈറ്റ്. ആർ മൈനസ് എ ഡോട്ട് എം ഈക്വൽസ് 0. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു ഐഡിയ, ദൂരം ഫ്രം ദ ഓറിജിൻ. അപ്പോൾ ഇതിൽ ദൂരം ഫ്രം ദ ഓറിജിൻ എന്താ? 3 ചോദ്യങ്ങൾ ചോദിക്കുക അതിൽ. വാട്ട് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഓറിജിൻ? വാട്ട് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഓറിജിൻ എന്നാ ചോദിക്കുക. അപ്പം നമ്മളിപ്പോൾ ഈ ലൈൻ എന്തായിട്ട് 4y മൈനസ് 3z ഇസ് ഇക്വൽ ടു മൈനസ് 10 അല്ലേ? 4y മൈനസ് 3z പ്ലസ് 10 ഇസ് ഇക്വൽ ടു 0. അപ്പോൾ വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഓറിജിൻ? 2 ഫോർമുലാസ് പഠിക്കാം. ഡിസ്റ്റൻസ് ഫ്രം ദ ഓറിജിൻ, distance from the origin to the line to the plane, ax plus by plus cz plus d is equal to 0 is modulus of minus d by root of a square plus b square plus c square by 100 പഠിക്കാം. അപ്പോൾ what is the distance in the origin in this case? But distance in the origin is distance from origin is equal to the modulus of minus 10 divided by root of 4 square plus 3 square. എത്ര വരിക? ഇത് 5 ആണ്. അപ്പം 5 ആകുമ്പോൾ 2 സ്ക്വയർ 2 യൂണിറ്റ്സ് ഡിസ്റ്റൻസ് ഇൻ ദ ഓറിജിൻ. ഇനിയിപ്പം അതിൻ്റെ കൂടെ വേറൊരു ചോദ്യമുണ്ട്. അപ്പം ഇങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ട്. What is the distance from x1, y1, z1 to the plane ax plus by plus cz plus d equals 0? ഈ ദൂരം എന്താ? ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ പ്ലെയിൻ. ഒരു പോയിന്റിൽ നിന്ന് പ്ലെയിനിലേക്കുള്ള ദൂരം എങ്ങനെയാണ് കാണുക? ദ ഫോർമുല ഈസ് മോഡുലസ് ഓഫ് ax1. ഒരു ഡെറിവേഷൻ ഒന്നും പറയാൻ സമയമില്ല, അതുകൊണ്ടാണ് ഡെറിവേഷൻ പറയാത്തത്. ഇത് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. cz1 പ്ലസ് d divided by root of a square plus b square plus c square. ഇതാണ് ദൂരം ഫ്രം എ പോയിന്റ്. ബട്ട് ദൂരം ഫ്രം ദ ഒറിജിൻ ആണെങ്കിൽ മോഡുലസ് ഓഫ് മൈനസ് ഡി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ദൂരം ഫ്രം എ പോയിന്റ് x1 y1 z1 ആണെങ്കിൽ ax1 പ്ലസ് by1 പ്ലസ് cz1 പ്ലസ് d ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അപ്പോൾ ഈ ചോദ്യത്തിൽ അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അതായത് ഇപ്പോൾ 4x, ഇപ്പോൾ ഈ ചോദ്യത്തിൽ വാട്ട് ദ ഡിസ്റ്റൻസ് ഫ്രം എന്താണ് 659 ടു ദ പ്ലെയിൻ. അപ്പോൾ 659 എന്നുള്ള പോയിന്റിൽ നിന്ന് ആ പ്ലെയിനിലേക്കുള്ള ദൂരം എന്താണ്? 659 എന്നുള്ള പോയിന്റ്. അപ്പോൾ 659 ആണ് പോയിന്റ്. ഈ പ്ലെയിനിലേക്കുള്ള ദൂരം. ഏത് പ്ലെയിനിലേക്കുള്ള ദൂരം? 4y മൈനസ് 3z പ്ലസ് 10 ഈക്വൽ ടു 0ലേക്കുള്ള ദൂരം. എന്താ നിങ്ങൾ ചെയ്യുക? 4y മൈനസ് 3z പ്ലസ് 10. അപ്പോൾ വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം 659 to this plane? എന്താ നിങ്ങൾ ചെയ്യാം? It is modulus of 4 into 5 minus 3 into 9 plus 10 divided by root of 16 plus 9. That's the distance. അപ്പോൾ എത്ര ആൻസർ കിട്ടുക? 20, 30, 30 9 3 27. അപ്പം 3/5. അപ്പോൾ that's the distance. അപ്പം നമ്മളിവിടെ 4 കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്? ദൂരം ഫ്രം ദ ഓറിജിൻ, ദൂരം ഫ്രം എ പോയിന്റ് ടു എ ലൈൻ. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. r മൈനസ് എ ഡോട്ട് എം ഈക്വൽ 0, വെക്ടർ ഫോം കാർട്ടീഷ്യൻ ഫോം. ഗിവൺ എ വെക്ടർ ഫോമിൽ തന്ന സാധനം കാർട്ടീഷ്യൻ ഫോമിലേക്ക് ആക്കാൻ പഠിച്ചു. കാർട്ടീഷ്യൻ ഫോമിലെ സാധനം വെക്ടർ ഫോമിലേക്ക് ആക്കാൻ പഠിച്ചു. പിന്നെ ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ തന്നാൽ ദൂരം ഫ്രം ദ ഓറിജിൻ കാണാൻ പഠിച്ചു. പിന്നെയോ ദൂരം ഫ്രം എ പോയിന്റ് ടു എ പ്ലെയിൻ കാണാൻ പഠിച്ചു. പിന്നെ അവസാനം എന്താ പഠിച്ചത്? 3 പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന പ്ലെയിൻ്റെ ഇക്വേഷൻ കാണാൻ പഠിച്ചു. ഈ 3 പോയിന്റ് കൂടി പാസ് ചെയ്യുന്ന പ്ലെയിൻ്റെ ഇക്വേഷൻ കാണാൻ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ 3 പോയിന്റിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എ ആയിട്ട് എടുക്കുക.
ഏതെങ്കിലും രണ്ട് വെക്ടേഴ്സ് എടുത്ത് ക്രോസ് ചെയ്യാതെ m ആയിട്ട് എടുക്കുക. r minus a dot m equals 0. That's equation. അതിൽ ഇങ്ങനൊരു ചോദ്യം കൂടി ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഒരു പ്ലെയിൻ എക്സ് ഇൻ്റർസെപ്റ്റ് എ ആണ്, y ഇൻ്റർസെപ്റ്റ് ബി ആണ്, z ഇൻ്റർസെപ്റ്റ് സി ആണ്. ഷോ ദാറ്റ് ഇക്വേഷൻ ടു ദ പ്ലെയിൻ ഇസ് x by a plus y by b plus z by c equals 1. ഇത് നോട്ട് ചെയ്യൂ വേഗം. ഇഫ് ദ പ്ലെയിൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ലൈൻ്റെ കേസിൽ നമ്മൾ എപ്പോഴും പഠിച്ചത് ഓർമ്മയുണ്ടോ അറിയില്ല. ഒരു പ്ലെയിൻ എക്സ് ഇൻ്റർസെപ്റ്റ് എ ആണ്, y ഇൻ്റർസെപ്റ്റ് ബി ആണെങ്കിൽ ലൈൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? x by a plus y by b equals 1. ഇത് പ്ലെയിനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനാണ്. ഒരു പ്ലെയിൻ കോർഡിനേറ്റ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റാണ് a00, y ആക്സിൽ കട്ട് ചെയ്യുന്ന പോയിന്റാണ് 0b0, z ആക്സിൽ കട്ട് ചെയ്യുന്ന പോയിന്റാണ് 00c. അതായത് എക്സ് ഇൻ്റർസെപ്റ്റ് എ ആണ്, y ഇൻ്റർസെപ്റ്റ് ബി ആണ്, z ഇൻ്റർസെപ്റ്റ് സി ആണെങ്കിൽ ഇക്വേഷൻ ടു ദ പ്ലെയിൻ ഇസ് ഗിവൺ ബൈ x by a plus y by b plus z by c equals 1. ഇത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതും അതെ സ്റ്റെം ആയിട്ടാണ് ചോദിക്കുകയാണെങ്കിൽ എന്താ ചോദിക്കുക? ഇഫ് എ പ്ലെയിൻ മേക്ക് ഇൻ്റർസെപ്റ്റ്സ് എ ബി സി വിത്ത് ദ കോർഡിനേറ്റ് ആക്സിസ്, ഷോ ദാറ്റ് ദ ഇക്വേഷൻ ടു ദ പ്ലെയിൻ ഇസ് ഗിവൺ ബൈ x by a plus y by b plus z by c equals 1. അല്ലെങ്കിൽ എന്താ ചോദിക്കുക? ഇഫ് എ പ്ലെയിൻ കണ്ടെയ്ൻസ് 3 പോയിന്റ്സ് a00, 0b0, 00c, ഷോ ദാറ്റ് ഇക്വേഷൻ ടു പ്ലെയിൻ ഇസ് ഗിവൺ ബൈ x by a plus y by b plus z by c equals 1. ഇങ്ങനെയാണ് ചോദിക്കുക. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത മാതിരി തന്നെ ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഈ പ്ലെയിൻ ഒരു ട്രയാങ്കിൾ ഉണ്ട്. എന്താ ട്രയാങ്കിൾ? ഇത് a00 ആണ്, ഇത് എക്സ് ആക്സിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. ഇത് 0b0 ആണ്, y ആക്സിൽ കട്ട് ചെയ്യുന്ന പോയിന്റ്. ഇത് 00c ആണ്, z ആക്സിൽ കട്ട് ചെയ്യുന്ന പോയിന്റ്. ഇത് ക്യാപിറ്റൽ എ ചോദിച്ചോളൂ, ഇത് ക്യാപിറ്റൽ ബി ചോദിച്ചോളൂ, ഇത് ക്യാപിറ്റൽ സി ചോദിച്ചോളൂ. എന്താ ഇക്വേഷൻ ടു പ്ലെയിൻ അല്ലേ? ഈ പ്ലെയിൻ കണ്ടെയ്ൻ ചെയ്യുന്ന ട്രയാങ്കിൾ ആണിത്. അപ്പോൾ ആ പ്ലെയിൻ്റെ ഇക്വേഷൻ എന്താ? r minus a dot m is equal to 0 അല്ലേ? ഇവിടെ a എന്നുള്ള പോയിന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ് എടുക്കാം. ഏറ്റവും നല്ല പോയിന്റ് ഏതാ? ഇത് തന്നെ. We can take a as what is a? ai plus 0j plus 0k. We can take a as ai. Now what is vector m? Vector m എന്തെടുക്കാം? ഏതെങ്കിലും രണ്ട് വെക്ടേഴ്സ് ഇത് രണ്ടും കൂടി ക്രോസ് ചെയ്യുക. ഏതെങ്കിലും രണ്ട് വെക്ടേഴ്സ് ക്രോസ് ചെയ്യുക. എങ്ങനെ ക്രോസ് ചെയ്യുക? ദിസ് ഇസ് ഐ ജെ കെ. കുറച്ച് പേര് ചെയ്ത മാതിരി തന്നെ നോക്കൂ. ദിസ് മൈനസ് ദിസ് എ ഉണ്ടോ? വെക്ടർ ബി എ ആണ് ചെയ്യണത്. വെക്ടർ ബി എ ക്രോസ് വെക്ടർ ബി സി. വാട്ട് ഇസ് വെക്ടർ ബി എ? ദിസ് മൈനസ് ദിസ്, ദിസ് മൈനസ് ദിസ്, മൈനസ് ബി, ദിസ് മൈനസ് ദിസ്, 0. റൈറ്റ്? നൗ വാട്ട് ഇസ് വെക്ടർ ബി സി? ദിസ് മൈനസ് ദിസ്, 0, 0 മൈനസ് ബി, minus b, c minus 0, 0. m കാണാം. What is vector m? നോക്കാം. What is vector m? Vector m is equal to, നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. വെക്ടർ m എന്താ? I into 0 minus 0 ഉണ്ടാവില്ല. I ഉണ്ടാവില്ലല്ലോ. നോക്കൂ. ഓ ഇത് തെറ്റിയില്ലോ. c ആണല്ലേ ഇത്? ദിസ് ഇസ് c അല്ലേ? c അല്ലേ ഇത്? 0 minus 0, 0 minus b, c. ഇത് ഈ പോയിന്റ് c ആണ് കേട്ടോ മക്കളെ, c ആണ്. What is vector m? I into minus BCI. ശരിയല്ലേ? മൈനസ് ബി സി ഐ. പിന്നെ മൈനസ് ജെ ഇൻറ്റു എ സി. അപ്പോൾ മൈനസ് എ സി ജെ. പിന്നെയോ പ്ലസ് കെ ഇൻറ്റു മൈനസ് എ ബി. അപ്പോൾ മൈനസ് എ ബി കെ. കണ്ടോ ഒരു സ്റ്റൈലില്ലേ? എ ബി കെ. വാട്ട് ഇസ് ആർ മൈനസ് എ ഡോട്ട് എം ഈക്വൽ 0? ഇറ്റ് ഇസ് ആർ മൈനസ് എ ഡോട്ട് എം ഈക്വൽ 0. ആർ മൈനസ് എ ഡോട്ട് എം ഈക്വൽ 0നെ നമുക്ക് എങ്ങനെ എഴുതാം? r minus a dot m equals 0 can be written as r dot m is equal to a dot m. R dot m is equal to a dot m. Well, r dot m equals a dot m. What is r dot m? R dot m ന് പകരം എന്ത് എഴുതാം? ഇത് എഴുതാം. മൈനസ് ബി സി ഐ മൈനസ് എ സി ജി മൈനസ് എ ബി കെ is equal to a dot m. a പറഞ്ഞാൽ എന്താ? a ആയി ആണ്. ഇതായിട്ട് ഡോട്ട് ചെയ്താൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, മൈനസ് എ ബി സി മാത്രമേ ഉണ്ടാവുള്ളൂ. Can you understand that? ഓക്കെ. അപ്പോൾ ഇടത്ത് ഭാഗത്തും വലത്ത് ഭാഗത്തും മൈനസ് എയിലുണ്ട്. നമുക്ക് എങ്ങനെ എഴുതാം? വെക്ടർ ഫോം ഇതാണ്. ആർ ഡോട്ട് ബി സി ഐ പ്ലസ് എ സി ജെ പ്ലസ് എ ബി കെ ഇസ് ഈക്വൽ ടു എന്താണ്? എ ബി സി. അപ്പോൾ അതിൻ്റെ കാർട്ടീഷ്യൻ ഫോം എന്തായിരിക്കും മക്കളെ? എന്തായിരിക്കും കാർട്ടീഷ്യൻ ഫോം? എക്സ് ബി സി പ്ലസ് വൈ
AC plus ZAB equals ABC. In the ABC on throughout divide here. Divide throughout by ABC. What do you get? X by A plus Y by B plus Z by C equals 1. ഇതും പരീക്ഷയ്ക്ക് വരാൻ വളരെയധികം സാധ്യതയുള്ള ചോദ്യമാണ്. എന്താണ്? ഒന്നുകിൽ 3 പോയിന്റ്സ് തന്നിട്ട് വാട്ട്സ് ഇക്വേഷൻ ടു പ്ലെയിൻ ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് ഇഫ് എ പ്ലെയിൻ മേക്ക് ഇന്റർസെപ്റ്റ്സ് എ ബി സി വിത്ത് ദ കോർഡിനേറ്റ് ആക്സിസ് വാട്ട്സ് ഇക്വേഷൻ ടു പ്ലെയിൻ. ചിലപ്പം എ ബി സിക്ക് പകരം ഒരു ലൈൻ 2 0 2 0 0 0 3 0 0 4 അങ്ങനെയാണെങ്കിൽ പ്ലെയിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? എക്സ് ബൈ ടു പ്ലസ് y by 3 plus z by 4 equals 1 എന്ന് പറയും അല്ലേ? ഈ A00 വരെ 2 0 0 കൂടി പാസ് ചെയ്യണ്ടേ, 0 3 0 കൂടി പാസ് ചെയ്യണ്ടേ, 0 0 4 കൂടി പാസ് ചെയ്യണ്ടേ. വാട്ട് ഇസ് ദ ഇക്വേഷൻ ടു പ്ലെയിൻ? അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യുക? എക്സ് ബൈ 2 പ്ലസ് വൈ ബൈ 3 പ്ലസ് സെഡ് ബൈ 4 ഇസിക്കൽ ടു 1. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ വേണമെങ്കിൽ അത് ഭംഗിയിലാക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ ചോദ്യം എനിക്ക് തോന്നുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വരും തോന്നാം. അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം. അപ്പം പല രീതിയിലാണ് ചോദിക്കാം കേട്ടോ. എങ്ങനെയൊക്കെ ചോദിക്കാം? എന്താണ്? ഇഫ് എ പ്ലെയിൻ മേക്ക് ഇന്റർസെപ്റ്റ്സ് 2 3 4 വിത്ത് ആക്സസ് വാട്ട് ഇസ് ദ ഇക്വേഷൻ ടു പ്ലെയിൻ? ഇങ്ങനെ സ്റ്റെമ്മായിട്ട് ഇങ്ങനെ ചോദിക്കാം. ഇഫ് എ പ്ലെയിൻ മേക്ക് ഇന്റർസെപ്റ്റ്സ് 2 3 4 വിത്ത് ആക്സസ് വാട്ട് ഇസ് ദ ഇക്വേഷൻ ടു പ്ലെയിൻ? എന്താ ഇക്വേഷൻ ടു പ്ലെയിൻ? എക്സ് ബൈ 2 പ്ലസ് വൈ ബൈ 3 പ്ലസ് സെഡ് ബൈ 4 ഈക്വൽസ് 1. വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ടു ദ പ്ലെയിൻ. സ്റ്റെമ്മായിട്ടല്ലേ ചോദിക്കാം. Find the distance of the origin plane. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം 1 1 ടു ദാറ്റ് പ്ലെയിൻ. അപ്പോൾ ഇതിൽ ഈ ചോദ്യത്തിൽ വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ടു പ്ലെയിൻ ചോദിച്ചാൽ എന്താ ചെയ്യുക? അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ഇക്വേഷൻ? റൈറ്റ് ദാറ്റ് ഇൻ ദ കാർട്ടീഷ്യൻ ഫോം, അല്ലെ റൈറ്റ് ദാറ്റ് ഇൻ ദ വെക്ടർ ഫോം അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ഫോം. ഇതൊന്ന് വൃത്തിയിലാക്കുക എങ്ങനെയാണ്? 2 3 4 LCM എന്താ? 12 അല്ലേ? 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? 6x പ്ലസ് 4y പ്ലസ് 3z ഇസ് ഈക്വൽ ടു 12. അപ്പോൾ അതിൻ്റെ വെക്ടർ ഫോം എന്താ പറയുക? It is r dot 6i plus 4j plus 3k is equal to 12. What is the distance from the origin to that plane? Distance from the origin. ഇതൊക്കെ ചോദിക്കാം. Distance from the origin to the plane. To it. എന്തായിരിക്കും? 12 divided by root of 36 16 9 modulus. അല്ലേ? What is the distance from 1 1 1? ഏതെങ്കിലും ഒരു പോയിന്റ്. Distance from 1 1 1 to that plane. What is the distance from 1 1 1 to that plane? From 1 1 തന്നെ ആവണമെന്നില്ല കേട്ടോ. ഞാൻ സ്പീഡിൽ 1 1 1 പറഞ്ഞാണ്, കുറച്ചുകൂടി കോംപ്ലിക്കേറ്റ് ആയിരിക്കും. 1 -2 3 ഒക്കെ ആവും നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഗിവൺ ഒറിജിൻ എന്നുള്ള ദൂരം ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഴപ്പമുള്ള പോയിന്റ് എന്നുള്ള ദൂരം ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ആ ഫോമിലും കൂടി അറിയണം. 1 2 3 ആയിക്കോട്ടെ. 1 2 3 to it എന്നാൽ പ്ലെയിൻ. അപ്പോൾ എന്തായിരിക്കും? മോഡുലസ് ഓഫ് എന്തായിരിക്കും ഫോർമുല പറയൂ? വാട്ട് ഇസ് ദ ഫോർമുല? എന്താ ഫോർമുല ഓർമ്മയുണ്ടോ? ഇറ്റ് ഇസ് ax1 പ്ലസ് by1 പ്ലസ് cz1 പ്ലസ് d ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് c സ്ക്വയർ. അപ്പോൾ ഈ സാധനം ഭംഗിയിലേതാണ്. ax പ്ലസ് by പ്ലസ് cz പ്ലസ് d. അപ്പോൾ ഈ 12 ഇങ്ങോട്ട് എടുക്കണം. 12 ഇങ്ങോട്ട് എടുത്തിട്ടേ ആ ഫോമിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. 12 ഇങ്ങോട്ടേക്ക് എടുത്തിട്ടേ ആ ഫോമിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ എന്താ ആൻസർ വരിക? 6 × 1 പ്ലസ് 4 × 2 പ്ലസ് 3 × 3 മൈനസ് 12 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഈ സാധനം 36 പ്ലസ് 16 പ്ലസ് 9. മനസ്സിലായില്ലേ മക്കളെ? ഇങ്ങനെയും ചോദിക്കാം. ABC ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 2 3 4 ആണെങ്കിൽ ഷോ ദാറ്റ് ദ ഇക്വേഷൻ ടു പ്ലെയിൻ ഇസ് ദിസ്. റൈറ്റ് ദാറ്റ് ഇൻ ദ കാർട്ടീഷ്യൻ ഫോം, റൈറ്റ് ദാറ്റ് ഇൻ ദ വെക്ടർ ഫോം, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ടു എ പ്ലെയിൻ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ പ്ലെയിൻ. ഇത്രയും കാര്യങ്ങൾ ചോദിക്കാം. ഓക്കെ. അപ്പോൾ പ്ലെയിനിൽ ഇങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഉറപ്പായിട്ടും വരുന്ന ക്വസ്റ്റ്യനാണ്, പഠിക്കണം. പിന്നെ ഇതിൽ വളരെ സാധ്യതയുള്ള വേറൊരു ചോദ്യമുണ്ട്. എന്താ അറിയോ? ഈ പ്ലെയിനിൽ അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചില്ലേ, എയും ബിയും സിയും ആണ് ഇൻ്റർസെപ്റ്റ്സ് എങ്കിൽ വാട്ട്സ് ഇക്വേഷൻ? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി പ്ലസ് സെഡ് ബൈ സി. ഒന്നായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ആയിട്ട് ഭംഗിയിൽ എഴുതാം. ഇതിപ്പോൾ ഇങ്ങനെയാണെന്ന് ചോദിച്ചോളൂ. സപ്പോസ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ്. ഒരു പ്ലെയിൻ, ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതായത് ഒരു പ്ലെയിൻ കോർഡിനേറ്റ് ആക്സിൽ കട്ട് ചെയ്യുന്നു 3 പോയിന്റ്സിൽ. ഇത് ട്രയാങ്കിൾ അല്ലേ? ഒരു പ്ലെയിൻ കട്ട് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. ഒരു പ്ലെയിൻ കോർഡിനേറ്റ് ആക്സിൽ കട്ട് ചെയ്യുന്ന പോയിന്റ്സ് ആണ് ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും ക്യാപിറ്റൽ സിയും. തന്നിട്ടുണ്ട് ദ സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഗിവൺ ബൈ 1 2 3. The centroid of the triangle formed is
ഞാൻ ആ വാചകം ഫുൾ എഴുതാൻ സമയമില്ല, അതുകൊണ്ടാണ്. എന്താ വാചകം? എ പ്ലെയിൻ, ദർ ഇസ് എ പ്ലെയിൻ which cuts the coordinate axis at A, B and C. Cuts the coordinate axis at A, B, C. എന്നാൽ എക്സ് ആക്സിന് എയിലും വൈ ആക്സിന് ബിയിലും സെഡ് ആക്സിന് സിയിലും കട്ട് ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് ഗിവൻ ദാറ്റ് ദ സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ ഫോംഡ് ഇസ് 1, 2, 3. പോയിന്റ് ഇതൊക്കെ മാറാം. 1, 2, 3 ഞാൻ വെറുതെ പറയണം. 1, 2, 3 ഇതേ ചോദ്യം. വാട്ട് ഇസ് ദ ഇക്വേഷൻ ടു പ്ലെയിൻ? വാട്ട് ഇസ് ദ എക്സ് ഇന്റർസെപ്റ്റ്? വാട്ട് ഇസ് വൈ ഇന്റർസെപ്റ്റ്? വാട്ട് ഇസ് സെഡ് ഇന്റർസെപ്റ്റ്? വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ടു പ്ലെയിൻ? വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു പ്ലെയിൻ? ഇതൊക്കെ ചോദിക്കാം. സ്റ്റെം ആയിട്ട് ചോദിക്കുമ്പോൾ എപ്പോഴും ഇത് ചോദിക്കും. എന്തൊക്കെയാണ് ചോദിക്കുക? വാട്ട് ഇസ് ദ ദൂരം ഫ്രം ദ ഒറിജിൻ, ദൂരം ഫ്രം എ പോയിന്റ്, ദൂരം ഫ്രം പെർപെൻഡിക്കുലർ വെക്ടർ. എന്താണ്? റൈറ്റ് ദാറ്റ് ഇൻ ദ നോർമൽ ഫോം. ആർ ഡോട്ട് എൻ ക്യാപിറ്റൽ സി ഫോമിൽ എഴുതാൻ പറയും. പിന്നെ അതിന് ഡി കാണാൻ പറയും. പെർപെൻഡിക്കുലർ വെക്ടർ എന്താ ചോദിക്കും? കാർട്ടീഷ്യൻ ഫോമിൽ എഴുതാൻ പറയും. വെക്ടർ ഫോമിൽ എഴുതാൻ ചോദിക്കും. അപ്പോൾ എന്താ ചെയ്യാം? സെൻട്രോയിഡ് എ ബി സി ആണ് കേട്ടോ. ഇത് 1, 2, 3 ആണ്. അപ്പോൾ നമ്മൾ വെറുതെ വിചാരിക്കുക ഇത് A, 0, 0 ആണെന്ന് ചോദിച്ചു. A 0, 0 ആണെന്ന് ചോദിക്കുക. ഇത് 0, B 0 ആണെന്ന് ചോദിക്കുക. ലെറ്റ് ഇറ്റ് ബി 0, B 0 ആൻഡ് ലെറ്റ് ഇറ്റ് ബി 0, 0, C. അപ്പോൾ നമുക്കറിയാം ഇത് A 0, 0 ഇത് 0, B 0 ഇത് 0, 0, C ആണെങ്കിൽ ഇക്വേഷൻ ടു പ്ലെയിൻ അറിയാം നിങ്ങൾക്ക്. എന്താ ഇക്വേഷൻ പ്ലെയിൻ? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി പ്ലസ് സെഡ് ബൈ സി ഈക്വൽസ് 1 ആണ് അല്ലേ? അപ്പോൾ എയും ബിയും സിയും കിട്ടിയ പണി കഴിഞ്ഞു. അപ്പോൾ എയും ബിയും സിയും കിട്ടാൻ എന്താ വഴി? കണ്ടു, A പ്ലസ് 0 പ്ലസ് 0 ബൈ 3 1 അല്ലേ? അപ്പോൾ എയുടെ വാല്യൂ എന്താ? 3. അറിയില്ലേ? വാട്ട് ഇസ് ദ centroid of a triangle? x1 y1 z1, x2 y2 z2, x3 y3 z3. You know the centroid is x1 plus x2 plus x3 by 3, y1 plus y2 plus y3 by 3, z1. ആ പാട്ടൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പം ഇത് 1 ആണെങ്കിൽ A പ്ലസ് 0 പ്ലസ് 0 ബൈ 3 പറയുന്നത് 1 ആണ്. അപ്പോൾ എയുടെ വാല്യൂ എന്താ? 3. ബിയുടെ വാല്യൂ എന്തായിരിക്കും? സെയിം ലോജിക്. ബിയുടെ വാല്യൂ എന്തായിരിക്കും? 3b ആണ് 2. അപ്പോൾ ബിയുടെ വാല്യൂ ബി ബൈ 3 ആണ് 2. അപ്പോൾ ബിയുടെ വാല്യൂ 6 ആണ്. സി ബൈ 3 ആണ് 3. അപ്പോൾ സിയുടെ വാല്യൂ എന്താ? 9. വാട്ട് ഇസ് ഇക്വേഷൻ ടു ദ പ്ലെയിൻ? ദ ഇക്വേഷൻ ടു ദ പ്ലെയിൻ ഇസ് ഒന്ന് ഗസ് ചെയ്യൂ. വാട്ട് ഇസ് ഇക്വേഷൻ ടു പ്ലെയിൻ? വാട്ട് ഇസ് ഇക്വേഷൻ ടു പ്ലെയിൻ? ഇറ്റ് ഇസ് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി പ്ലസ് സെഡ് ബൈ സി is equal to 1. ഇത് വേണമെങ്കിൽ വെക്ടർ ഫോമിൽ എഴുതാം, കാർട്ടീഷ്യൻ ഫോമിൽ എഴുതാം, ഡിസ്റ്റൻസ് ഒറിജിൻ കാണാം, ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ എഴുതാം, എല്ലാം എഴുതാം. ഓക്കെ, അപ്പോൾ അതൊരു സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ്. ഇനി നമുക്ക് അപ്പോൾ അത് കഴിഞ്ഞു. ഈ ചോദ്യം ഒരു മിനിറ്റ്, നമുക്കതൊന്ന് ഓക്കെ, ഈ ചോദ്യം നോക്കാം. വാട്ട് ഇസ് ദ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ? Cartesian and vector equation of plane passing through the points this and this and parallel to the line. പ്ലെയിനിൽ ഇങ്ങനെ ചോദിക്കാം. നോക്കൂ, ഡയറക്റ്റായിട്ട് ചോദ്യം ചോദിക്കാം. എങ്ങനെ അറിയാം? ഒരു പ്ലെയിനിൽ നമ്മൾ ആദ്യം ചെയ്ത മാതിരി ഒരു പോയിന്റ് തരും, ഒരു പെർപെൻഡിക്കുലർ വെക്ടർ തരും. വാട്ട് ഇസ് ദ ഇക്വേഷൻ ടു പ്ലെയിൻ? എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു വരാം. ചിലപ്പോൾ ചോദിക്കും, ഒരു പോയിന്റ് തരും, ഒരു പെർപെൻഡിക്കുലർ ലൈൻ തന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ തന്നിട്ടുണ്ട്, നമ്മൾ തുളച്ചു പോകുന്നത് പെർപെൻഡിക്കുലർ ലൈൻ തന്നു. പെർപെൻഡിക്കുലർ ലൈൻ തന്നാൽ അതിൻ്റെ എഫക്റ്റ് എന്താ? ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, പെർപെൻഡിക്കുലർ ലൈൻ തന്നിട്ട് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ ലൈനിൻ്റെ പാരലൽ വെക്ടർ പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും. നമുക്കൊരു പ്ലെയിൻ്റെ ഇക്വേഷൻ കാണുമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി, പോയിന്റും പെർപെൻഡിക്കുലർ വെക്ടർ. അപ്പം ലൈൻ ഗിവൺ എ പോയിന്റ് ആൻഡ് എ പെർപെൻഡിക്കുലർ ലൈൻ, യു കുഡ് ഫൈൻഡ് ഇക്വേഷൻ ടു എ പ്ലെയിൻ. എങ്ങനെ കാണാം? ഈ വെക്ടർ ആയിരിക്കും എം. അപ്പോൾ ഈ പോയിന്റ് അറിയാം, പെർപെൻഡിക്കുലർ വെക്ടർ അറിയാം, ഡയറക്റ്റാണ്. അപ്പോൾ എന്താണ്? ഒരു പോയിന്റും പെർപെൻഡിക്കുലർ വെക്ടറും നിന്നാൽ പ്ലെയിൻ്റെ ഇക്വേഷൻ കാണാൻ പറ്റും. ഒരു പോയിന്റും പെർപെൻഡിക്കുലർ ലൈൻ തന്നാലും വെക്ടർ പ്ലെയിൻ്റെ ഇക്വേഷൻ കാണാൻ പറ്റും. എന്താ? ലൈനിൻ്റെ പാരലൽ വെക്ടർ പ്ലെയിനിൻ്റെ പെർപെൻഡിക്കുലർ വെക്ടർ ആയിരിക്കും. അപ്പോൾ യു ക്യാൻ ടേക്ക് ദാറ്റ് വെക്ടർ ആസ് വെക്ടർ പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ. ലൈനിനോട് പാരലായിട്ടുള്ള വെക്ടറിനെ പ്ലെയിനിൻ്റെ പെർപെൻഡിക്കുലർ വെക്ടറായിട്ട് എടുത്തിട്ട് കാര്യങ്ങൾ നടത്താൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ചെയ്യേണ്ട. നമുക്ക് ഈ ചോദ്യം ചെയ്യാം. ഈ ചോദ്യത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. എന്താ ചോദ്യം? ഇവിടെ വെക്ടർ പ്ലെയിൻ ഉണ്ട്. അതൊക്കെ ഞാൻ പറയണമെന്ന് വെച്ചാൽ ഈ ചിലപ്പം ഈ ചാപ്റ്ററിന്
കുറച്ച് ഓഫ് ഷൂട്ടായിട്ട് ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം അതിന് വേണ്ടിയിട്ടാണ്. കാർട്ടീഷ്യൻ ആൻഡ് വെക്ടർ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ പാസ് ടു പോയിന്റ് 0, 0, 0. നോക്കൂ, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് 0, 0, 0. 2 പോയിന്റ് കൂടി പാസ് ചെയ്യുന്നു. ആൻഡ് 3, 1, 3 minus 1, 2. 3 minus 1, 2. And is parallel to the line. ഇവിടെ ഒരു ലൈൻ പാരലൽ എന്താണ്? x minus 4 by 1 is equal to y minus y plus 3 by minus 4 is equal to z plus 1 by 7. ഈ പ്ലെയിൻ്റെ ഇക്വേഷൻ ഇവിടെ നോക്കൂ, 2 പോയിന്റും പാരലൽ ലൈനുമാണ് തന്നിട്ടുള്ളത്. 2 പോയിന്റും പാരലൽ ലൈൻ. അപ്പോൾ ഹൗ ടു ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ ഗിവൺ 2 points ആൻഡ് എ പാരലൽ ലൈൻ? എന്താ നിങ്ങൾ ചെയ്യാം? ഒരു ലൈൻ്റെ പ്ലെയിൻ്റെ ഇക്വേഷൻ കാണാൻ എന്താ വേണ്ടത്? പോയിന്റും പെർപെൻഡിക്കുലർ വെക്ടറും മാത്രം. ഗിവൺ എ പോയിന്റ് ആൻഡ് എ പെർപെൻഡിക്കുലർ വെക്ടർ, ദ പ്ലെയിൻ ഇസ് given a point and perpendicular vector, the plane is determined. അപ്പോൾ ഇവിടെ 2 പോയിന്റ്സിൻ്റെ പാരലൽ വെക്ടറാണ്, പാരലൽ പ്ലെയിൻ ആണ്. അപ്പോൾ ഇവിടെ പാരലൽ ലൈനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ വെക്ടറാണ് എടുക്കുക. ഈ വെക്ടർ നോക്കൂ, ഈ വെക്ടർ പ്ലെയിനിൻ്റെ മേലെയാണ്. അപ്പോൾ ആ വെക്ടർ പ്ലെയിനോട് പാരലാണ്. നോക്കൂ, ഇവിടെ ഒരു വെക്ടർ ഉണ്ട്, ഈ ലൈനിന് പാരലൽ വെക്ടർ. ലൈനിൻ്റെ പാരലൽ വെക്ടർ പറയൂ. I minus 4j plus 7k. നിങ്ങൾക്കറിയാലോ, ഈ താഴെയുള്ള ആളാണ് ലൈൻ്റെ DR. അപ്പോൾ ഈ ലൈനിൻ്റെ പാരലൽ വെക്ടർ I minus 4j plus 7k ആണ്. അപ്പോൾ I minus 4j minus 7k ഈ ലൈനോട് പാരലാണ്. എന്ന് വെച്ചാൽ പ്ലെയിനോടും പാരലാണ്. കാരണം ഈ ലൈൻ പ്ലെയിനോട് പാരലായിട്ടുള്ള ലൈനാണിത്. നിങ്ങൾ നോക്കണം, 3 ഡയമെൻഷനിലാണ്. ഇങ്ങനെ ഒരു പലക വെച്ചിരിക്കുകയാണ്. ആ പലകയുടെ മുകളിൽ ഒരു ഇർക്കലുണ്ട്. ഇങ്ങനെ പലകയ്ക്ക് പാരലായിട്ടൊരു ലൈൻ ഉണ്ട്. അപ്പം ഈ പ്ലെയിനോട് പാരലായിട്ടുള്ള ലൈൻ ഇതാണെങ്കിൽ ഈ ലൈൻ നമ്മളെ പ്ലെയിനിൻ്റെ മുകളിലുള്ള 2 പോയിന്റ്സ് യോജിപ്പിച്ചാൽ കിട്ടുന്ന ലൈനിനോട് പാരലാവണമെന്നില്ല. അതുകൊണ്ട് ഈ വെക്ടറും പ്ലെയിനിൻ്റെ പാരലായിരിക്കും, ഈ വെക്ടറും പ്ലെയിനോട് പാരലായിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 2 വെക്ടേഴ്സ്, ഈ 2 വെള്ള വെക്ടേഴ്സ് ക്രോസ് ചെയ്യുക. എന്താ ചെയ്യുക? ഈ 2 വെള്ള വെക്ടേഴ്സ് ക്രോസ് ചെയ്താൽ അത് m ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഏതെടുക്കാം? ഈ പോയിന്റ് നമുക്ക് ടേക്ക് എന്താ ഫോർമുല? r minus a dot m is equal to 0. ഇതിൽ a എന്നുള്ള പോയിന്റ് ഏതാ എടുക്കുക? വാട്ട് ഇസ് a? ഈ പ്ലെയിനിൻ്റെ മുകളിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കാം. ഇവിടെ സൗകര്യമുള്ള പോയിന്റ് 0, 0, 0 ആണ്. വി ക്യാൻ ടേക്ക് 0, 0, a 0 വെക്ടർ. അതാ ഏറ്റവും നല്ലത്. ഇത് എടുക്കുന്നതിനേക്കാൾ നല്ലത് 0, 0, 0 ആണ്. 0, 0 എടുക്കാം. m എങ്ങനെയാണ് കാണുക? ഈ വെക്ടറും ഈ വെക്ടറും കൂടി ക്രോസ് ചെയ്യുക. അപ്പോൾ വാട്ട് ഈസ് വെക്ടർ m? കാരണം എന്താ? ഈ വെക്ടർ പ്ലെയിനിൻ്റെ മുകളിലാണ്, ഈ വെക്ടർ പ്ലെയിനോട് പാരലാണ്. അപ്പോൾ ഈ 2 വെള്ള വെക്ടേഴ്സും പ്ലെയിനോട് പാരലാണ്. അപ്പോൾ 2 വെക്ടേഴ്സ് കൂടി ക്രോസ് ചെയ്താൽ യു ഗെറ്റ് എ വെക്ടർ പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ. അപ്പോൾ ഈ 2 വെക്ടേഴ്സ് കൂടി ക്രോസ് ചെയ്യുക. ഇറ്റ് ഈസ് I, J, K. കേട്ടോ? ഈ വെക്ടർ എന്താ? വാട്ട് ഈസ് ദിസ് വെക്ടർ? 3I minus j plus 2k. ഈ വെക്ടർ എന്താ? 1 minus 4, 7. അപ്പോൾ അതാണ് m. അപ്പോൾ യു ഫൈൻഡ് ദ വാല്യൂ ഓഫ് m ഫ്രം ദിസ്. ഒന്ന് m കാണും മക്കളെ. m is a vector perpendicular to plane. അപ്പോൾ m കാണുമ്പോൾ എന്താ കിട്ടുക? -7 plus 8. അപ്പോൾ I minus j into 21 minus 2. 21 minus 2 19 അല്ലേ? അപ്പം -19j plus k into -12 plus 1 -11k. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ. I into 7 -7 plus 8 1 minus j into, ഞാൻ എപ്പോഴും രണ്ടാമത് ചെയ്യും, j into 21 minus 2 19 -19 j ശരിയാണ്. പ്ലസ് k into -12 plus 1 -12 plus 1 -11k ശരിയാണ്. അപ്പോൾ വാട്ട് ഈസ് ദ ഫോർമുല? r minus r dot m is equal to a dot m. a 0 ആയതുകൊണ്ട് r dot m equals 0. 0 വെക്ടർ അല്ല, 0 സ്കെയിൽ ആണ്. 0. വാട്ട് ഇസ് ദ ആൻസർ? r dot m എന്താ? m എന്താ മക്കളെ? ഇവിടെ m കിട്ടിയില്ലേ? ഇറ്റ് ഈസ് I minus 19j plus -11k is equal to 0. ഇതാണ് വെക്ടർ ഫോം. വാട്ട് ഇസ് ദ കാർട്ടീഷ്യൻ ഫോം? x minus 19y
minus 11z is equal to 0. ശ്രദ്ധിക്കുക, origin കൂടി പാസ് ചെയ്യുന്നതുകൊണ്ടാണ് ആ d ഇല്ലാത്തത്. ഓക്കെ അല്ലേ? അപ്പം we have discussed equation to the plane passing through 2 points. കണ്ടോ? Passing through 2 points and parallel to the vector this. അപ്പം 3 പോയിന്റ് കൂടി പാസ് ചെയ്യുന്ന പ്ലെയിൻ്റെ ഇക്വേഷൻ പഠിച്ചു, ഒരു പോയിന്റും പെർപെൻഡിക്കുലർ വെക്ടറും പാസ് ചെയ്യുന്ന ഇക്വേഷൻ പഠിച്ചു, ഒരു പോയിന്റും പെർപെൻഡിക്കുലർ ലൈനും ആണെങ്കിൽ ഇക്വേഷൻ പഠിച്ചു, 2 പോയിന്റും പാരലൽ ലൈനും ആണെങ്കിൽ പഠിച്ചു. ഓക്കെ അല്ലേ? എപ്പോഴും അതേ ഇങ്ങനത്തെ ചോദ്യം വന്നാൽ പ്ലെയിൻ്റെ ഇക്വേഷൻ വന്നാൽ എപ്പോഴും എന്തുണ്ടാവും? ദൂരം ഫ്രം ദ ഒറിജിൻ ഉണ്ടാവും. അപ്പം ഇവിടെ ദൂരം ഫ്രം ദ ഒറിജിൻ ഉണ്ടാവില്ല, ദൂരം ഫ്രം ദ ഒറിജിൻ 0 അല്ല, കാരണം 0 കൂടി പാസ് ചെയ്യുന്നത്. അപ്പോൾ ദൂരം ഫ്രം എ പോയിന്റ്, വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ ചോദിക്കാം. അപ്പോൾ ഫോമിൽ എന്താ? ax1 plus by1 plus cz1 minus d by root of a square plus b square plus c square. റൈറ്റ്. അപ്പോൾ ആ ചോദ്യം നിങ്ങൾ മനസ്സിലായി. ഇനി ഇതും അതെ സാധാരണഗതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. Find the equation of the perpendicular drawn from the point this to the plane. Also find the coordinates of the foot of the perpendicular. ഇത് എ ബി സി ഡി ആയിട്ടാണ് ചോദിക്കുക കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴും എ ബി സി ഡി ആയിട്ടാണ് ചോദിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക? നിങ്ങൾ എങ്ങനെയാണ്? ഒരു പ്ലെയിൻ ഉണ്ട്, നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? ഒരു പ്ലെയിൻ ഉണ്ട്. ഞാൻ എ ബി സി ഡി ആക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കാതെ. ഇതാണ് പ്ലെയിൻ്റെ ഇക്വേഷൻ. പ്ലെയിൻ്റെ ഇക്വേഷൻ എന്താ മക്കളെ? 2x minus 3y plus 4z plus 9 is equal to 0. ഇത് കാർട്ടീഷ്യൻ ഫോമിൽ എഴുതാം, വെക്ടർ ഫോമിൽ എഴുതാം. ഇതിപ്പോൾ വെക്ടർ ഫോമിലാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാം? r dot 2y minus 3j plus 4k is equal to minus 9. അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ പ്ലസ് 9 is equal to 0 ആണ് വെക്ടർ ഫോം. എന്താ ചോദ്യം? ചോദ്യം എന്താ? ഒരു പോയിന്റ് ഇതാണ് പോയിന്റ്. പോയിന്റ് ഏതാ? 1 minus 2 3. ഇവിടുന്ന് ഒരു വെർട്ടിക്കലി ഒരു വര വരച്ചു. ഈ വര ഇങ്ങനെ. What is the equation of the perpendicular drawn from the point to the plane? ഈ വരയുടെ ഇക്വേഷൻ എന്താണ്? What is the equation of the line, equation of the perpendicular drawn from the point 1 minus 2 3 to the plane? Actually ഇതെന്താ അറിയോ? ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ കാണാനുള്ള ഓരോ സ്റ്റെപ്സ് ആണ്. അപ്പോൾ അത് സ്റ്റെപ്പായിട്ട് ആ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഈ വരയുടെ ഇത് പെർപെൻഡിക്കുലർ ആണ്, ചെരിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഇത് കുത്തനെയാണ്, കുറച്ച് ചെരിഞ്ഞു പോയി, സാരമില്ല. ഇത് സ്ട്രെയിറ്റ് ആണ്, കുത്തനെയാണ്, 90 ഡിഗ്രിയാണ്, പ്ലെയിനോട് കുത്തനെയാണ് വര. അപ്പോൾ ആ മഞ്ഞ വരയുടെ ഇക്വേഷൻ എന്താണെന്ന് ചോദ്യം. നോക്കൂ, ഒരു വരയുടെ ഇക്വേഷൻ കാണാൻ എന്ത് വേണം? പോയിന്റും പാരലൽ വെക്ടർ വേണം അല്ലേ? പ്ലെയിനിന് എപ്പോഴും എന്തുണ്ടാവും? ഒരു പെർപെൻഡിക്കുലർ വെക്ടർ ഉണ്ടാവും. നോക്കൂ, ഈ പ്ലെയിനിൻ്റെ പെർപെൻഡിക്കുലർ വെക്ടർ ഏതാ? ഈ പ്ലെയിനിൻ്റെ പെർപെൻഡിക്കുലർ വെക്ടർ ഇതാണ്. ഈ പ്ലെയിനിന് ഒരു പെർപെൻഡിക്കുലർ വെക്ടർ ഉണ്ട്. നോക്കൂ, ഇതിൻ്റെ പെർപെൻഡിക്കുലർ വെക്ടർ എന്താ? 2y minus 3j plus 4k ആണ് ഈ പ്ലെയിനിൻ്റെ പെർപെൻഡിക്കുലർ വെക്ടർ. നന്നായിട്ട് ശ്രദ്ധിക്കുക. എക്സിൻ്റെ കൂടുതലുള്ള ആൾ നമ്മൾ പറഞ്ഞു r ഡോട്ട് എ വെക്ടർ ഇസ് ഇക്വൽ ടു എ സ്കെയിലാർ, അതാണ് ഫോം. അപ്പോൾ ആറിൻ്റെ അതെ വെരി ഗുഡ്, ആറിൻ്റെ കൂടെയുള്ള വെക്ടറാണ് പെർപെൻഡിക്കുലർ വെക്ടർ. അതുപോലെ എക്സിൻ്റെ കൂടുതലുള്ള ആളും വൈയുടെ കൂടുതലുള്ള ആളും സെറ്റിൻ്റെ കൂടുതലുള്ള ആളാണ് ആ പ്ലെയിനിൻ്റെ പെർപെൻഡിക്കുലർ വെക്ടറിൻ്റെ dr. ഉറപ്പല്ലേ? അപ്പോൾ ഈ വെക്ടർ 2y minus 3j plus 4k എന്നുള്ള വെക്ടർ ഈ മഞ്ഞ വരയിനോട് പാരലൽ ആയിരിക്കില്ലേ? അല്ലേ? ആ വെക്ടറും, കാരണം ആ മഞ്ഞ വര പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ആ ലൈനിനോട് പാരലൽ ആയിരിക്കില്ലേ? അപ്പോൾ ലൈനിനോട് പാരലൽ ആകുമ്പോൾ എന്താവും? ലൈനിനോട് പാരലൽ ആകുമ്പോൾ ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ പറ്റും. അപ്പോൾ വാട്ട് ഇസ് ഇക്വേഷൻ ടു ലൈൻ? ഇക്വേഷൻ ടു ദ മഞ്ഞ ലൈൻ, ഇക്വേഷൻ ടു ദ പെർപെൻഡിക്കുലർ ലൈൻ. മഞ്ഞ ലൈൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ലൈൻ. ഇക്വേഷൻ ടു ദ പെർപെൻഡിക്കുലർ ലൈൻ ഇസ് എന്താണ്? പോയിന്റ് ഇത് കൂടി പാസ് ചെയ്യുന്നത് എന്തായിരിക്കും? x minus 1 by എന്തൊക്കെയോ is equal to y minus minus 2 by എന്തൊക്കെയോ is equal to z minus 3 by എന്തൊക്കെയോ. Is that clear മക്കളെ? x minus 1 by എന്തൊക്കെയോ is equal to y minus minus 2 by എന്തൊക്കെയോ is equal to z minus 3 by എന്തൊക്കെയോ. ഈ എന്തൊക്കെയോ എന്തായിരിക്കും? പാരലൽ വെക്ടർ ആണ്. അപ്പോൾ ഇവിടെ 2, ഇവിടെ -3, ഇവിടെ 4. ഓക്കെ അല്ലേ? റൈറ്റ്. ഓക്കെ അല്ലേ? അപ്പം അതാണ് ഇക്വേഷൻ ടു അല്ല. അപ്പോൾ അത് ചെയ്തു. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദ പോയിന്റ്. അപ്പോൾ ഇത് ആദ്യത്തെ ചെയ്തു. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഓൾസോ ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ. അതായത് ഈ പോയിന്റ് ഇത് ഫുട്ടായിട്ട് വിചാരിക്കുക. ശ്രദ്ധിക്കുക, നമ്മൾ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം എ പോയിന്റ് ടു എ ലൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏതാ? ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം എ പോയിന്റ് ടു എ പ്ലെയിൻ.
Now we are going to discuss what is the foot of the propeller drawn from a point to a plane. ഈ പോയിന്റാണ് കാണുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ മഞ്ഞ വരയുടെ ജനറൽ പോയിന്റ് എടുക്കാം. ഈ മഞ്ഞ വരയുടെ ജനറൽ പോയിന്റ് ഇവിടെ ഒരു ലാംഡ വിചാരിച്ചാൽ what is the general point of the yellow line, that is perpendicular line to the plane, അത് എഫ് ആയിട്ട് എടുക്കാം. what will be f? ഒന്ന് പറയൂ, എന്തായിരിക്കും എഫ്? ലാംഡ ആണെങ്കിൽ എക്സ് മൈനസ് 1 ആണ് 2 ലാംഡ. അപ്പോൾ എക്സ് എന്തായിരിക്കും? 2 ലാംഡ പ്ലസ് 1, റൈറ്റ്? y മൈനസ് 2 ഇസ് ഈക്വൽ ടു മൈനസ് 3 ലാംഡ. അപ്പോൾ y എന്തായിരിക്കും? മൈനസ് 3 ലാംഡ മൈനസ് 2. z മൈനസ് 3/4 ആണ് ലാംഡ. അപ്പോൾ z എന്തായിരിക്കും? 4 ലാംഡ പ്ലസ് 3. അപ്പോൾ ഇതാണ് പോയിന്റ്. ഇസ് ദാറ്റ് ക്ലിയർ? റൈറ്റ്. ഇനി ലാംഡ കിട്ടിയാൽ പണി കഴിഞ്ഞു. ഹൗ ടു ഫൈൻഡ് ലാംഡ? ഫുട്ട് കാണണമെങ്കിൽ ലാംഡ കിട്ടിയാൽ മതി. അപ്പോൾ ഈ പോയിന്റ്, ഈ എഫ് എന്നുള്ള പോയിന്റ് പ്ലെയിനിലെ പോയിന്റാണ്. ഈ പി എഫ് എന്നുള്ള പോയിന്റ് പ്ലെയിനിലെയും പോയിന്റാണ്. കാരണം ലൈനിലെ ജനറൽ പോയിന്റാണ്. ലൈനും പ്ലെയിനും ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ് ആ പോയിന്റ്. അപ്പം യൂസിങ് ദ കണ്ടീഷൻ ദാറ്റ് എഫ് എന്നുള്ള പോയിന്റ് പ്ലെയിനിൻ്റെ മുകളിലുള്ള പോയിന്റ് ആണെന്നുള്ള കണ്ടീഷൻ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സിന് പകരം, ഈ എക്സിന് പകരം 2 ലാംഡ പ്ലസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ വൈക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സെറ്റിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അന്ന് ലാംഡയുടെ വാല്യൂ വേണം, ലാംഡ പ്ലഗ് ചെയ്യും. അതാണ് ഫുട്ട്. നോക്കാം ഒന്ന് ചെയ്യൂ. വാട്ട് യു ഗെറ്റ്? ഇറ്റ് ഇസ് എഫ് ലൈസ് ഓൺ ദ പ്ലെയിൻ. എഫ് ലൈസ് ഓൺ ദ പ്ലെയിൻ. എഫ് ലൈസ് ഓൺ ദ പ്ലെയിൻ. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു എന്ത് പറയാം? 2 ലാംഡ പ്ലസ് 1 മൈനസ് 3 ഇൻറ്റു മൈനസ് 3 ലാംഡ മൈനസ് 2 പ്ലസ് 4 ഇൻറ്റു സെറ്റിന് പകരം 4 ലാംഡ പ്ലസ് 3 പ്ലസ് 9 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അതൊന്ന് ലാംഡയുടെ വാല്യൂ ആണ്. യു ഫൈൻഡ് എ വാല്യൂ ഓഫ് ലാംഡ. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ലാംഡ? നോക്കൂ, ഈ പോയിന്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 ഇൻറ്റു 2 ലാംഡ പ്ലസ് 1 മൈനസ് 3 ഇൻറ്റു മൈനസ് 3 ലാംഡ മൈനസ് 2 പ്ലസ് 4 ഇൻറ്റു 4 ലാംഡ പ്ലസ് 3 പ്ലസ് 9. അതിന് ലാംഡയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 4 ഉണ്ടാവും, ഇവിടെ 9, 4 9 13, 13 16 29 ആണോ? 29 ലാംഡയാണോ? പിന്നെ ഇവിടെ 2 ഉണ്ടാവും, ഇവിടെ 6 ഉണ്ടാവും. 2 6 2 6 6 8 8 8 8 8 12 8 12 8 12 20 29. ഓ, ഭംഗിയിൽ കിട്ടുന്നുണ്ടല്ലോ. പ്ലസ് 29 ഇസ് ഈക്വൽ ടു 0. കണ്ടോ? എപ്പോഴും ലാംഡ ഭംഗിയിൽ കിട്ടും കേട്ടോ. ലാംഡ ഭംഗിയിൽ കിട്ടില്ലെങ്കിൽ എവിടെയോ കുഴപ്പമുണ്ടെന്നാണ്. കണ്ടു, കുറച്ച് മുമ്പേ നമ്മൾ ലാംഡ 1 കിട്ടിയില്ലേ? ഫുട്ട് ഓഫ് ദ പ്രൊപ്പല്ലർ ഡ്രോൺ ഫ്രം എ പോയിന്റ് ടു എ ലൈൻ ചെയ്തപ്പോൾ. ഇവിടെ ഫുട്ട് ഓഫ് ദ പ്രൊപ്പല്ലർ ഡ്രോൺ ഫ്രം എ പോയിന്റ് ടു പ്ലെയിൻ ചെയ്തപ്പോൾ ലാംഡ മൈനസ് കിട്ടി. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ലാംഡ മൈനസും കൊടുക്കുമ്പോൾ ഈ പോയിന്റ് എന്താ മക്കളെ? ഈ പോയിന്റ് എന്താവും? ഇവിടെ മൈനസും കൊടുക്കുക. അപ്പോൾ -1, ഇവിടെ മൈനസും കൊടുക്കുക 3 - 2 1, ഇവിടെ മൈനസും കൊടുത്താൽ -1. അപ്പോൾ ഇതാണ് നമ്മളെ ഫുട്ട്. അപ്പോൾ വാട്ട് ഇസ് ദ ഫുട്ട്? എഫ് ഇസ് ഈക്വൽ ടു -1 1 -1. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചോദ്യം കൂടി ചോദിക്കാം. എന്താ അറിയോ? എന്താ ചോദ്യം? ഒന്ന് ഗസ് ചെയ്യൂ. ഇതിന് കൂടെ ഒരു ഗസ് കൂടി ചോദിക്കാം. എന്താ? വാട്ട് ഇസ് ദ ഇമേജ് ഓഫ് ദ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു എ ലൈൻ? ഇമേജ് എങ്ങനെയാണ് കാണുക? ഹൗ ടു ഫൈൻഡ് ദ ഇമേജ്? ഇതാണ് ഇമേജ് ഉണ്ടാവുക. ദിസ് ഇസ് ദ ഇമേജ്. ഫുട്ട് വെച്ചാൽ അപ്പോഴും ഇമേജ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹൗ ടു ഫൈൻഡ് ദ ഇമേജ്? ഇമേജ് എങ്ങനെ ചോദിക്കുക? ഇമേജ് ഇസ് ഈക്വൽ ടു, ഇമേജിൻ്റെ ഫോർമുല എന്താ? ട്വൈസ് ദ ഫുട്ട്. അത് മറ്റേതിൻ്റെ മാതിരി തന്നെ ഇവിടെയും വർക്ക് ചെയ്യും. മൈനസ് ദ പോയിന്റ്. അപ്പോൾ വാട്ട് ഇസ് ദ ഇമേജ്? ഇസ് ഈക്വൽ ടു ട്വൈസ് ദ ഫുട്ട്. ഫുട്ടിൻ്റെ ഡബിൾ എടുക്കുക. ഇറ്റ് ഇസ് -2 2 -2 minus the point. What is the point? 1 -2 3. What is the image? I is equal to -2 - 1 -3. 2 - 2 4. -2 -3 -5. അപ്പം 4 സബ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെയാണ്. ഫൈൻഡ് ദ perpendicular drawn from a point -1 -2 to the plane. Find the point of intersection. Find the foot of the perpendicular drawn from a point to a plane. Find the image of a point with respect to the plane. Okay. ഈ ചോദ്യം ഷുവറായിട്ട് വരും. പഠിച്ചിട്ട് പോവാം. ഓക്കെ, ഇനി നമുക്ക് ഇതൊക്കെ നമ്മൾ ചെയ്തു.
ഇതിൽ ചിലതൊക്കെ എന്താണ് നമുക്ക് ചിലത് 1-2 ചോദ്യം കൂടെ ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് വിൽ ക്ലോസ്. എവിടെയാണ് കാണുന്നില്ല ആ ക്വസ്റ്റ്യൻ? ഒരു മിനിറ്റ്, ജസ്റ്റ് 1 മിനിറ്റ്. ഓക്കെ, നമ്മൾ ചെയ്തതാണ്. 3 പോയിൻ്റ് കൂടി പാസ് ചെയ്യുന്നത് ചെയ്തല്ലേ, അപ്പോൾ അത് വേണ്ട. പിന്നെ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് പോപ്പുലർ ഇലക്ട്രോൺ നമ്മൾ ചെയ്തതാണ്. പിന്നെ ഫൈൻഡ് ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദ പോയിന്റ്സ് ചെയ്തതാണ്. റിപ്പീറ്റേഷനാണിത്. ഓക്കെ, ഈ ചോദ്യം ഇതൊക്കെ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് അത് സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് എ ലൈൻ ആൻഡ് ദ പ്ലെയിൻ. ഇതിലിപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് ഇതൊരു ലൈനാണ്, ഇതൊരു പ്ലെയിനാണ്. അതായത് ഒരു പ്ലെയിൻ ഉണ്ട്, ഇതാണ് പ്ലെയിൻ. ഒരു ലൈൻ ഇങ്ങനെ ഉണ്ട്, ദിസ് ഇസ് എ ലൈൻ. ലൈൻ ഇങ്ങനെ തുളച്ച് പോവാണ്. അയ്യോ, ലൈൻ ഇങ്ങനെ പറയാം അല്ലേ, ഇങ്ങനെ തുളച്ച് പോവാം. ദിസ് ഇസ് എ ലൈൻ. അപ്പം ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് 1 - 5 10 ഫ്രം ദ പോയിന്റ് സെക്ഷൻ ഓഫ് ദ ലൈൻ വിത്ത് ദ പ്ലെയിൻ. അപ്പം ഇതാണ് ഈ പോയിന്റ്, ഇതാണ് പോയിന്റ് സെക്ഷൻ. ഇവിടുന്ന് ഇടയ്ക്കുള്ള ദൂരം, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, -1 -5 -10. അപ്പോൾ ഏകദേശം വരച്ചാൽ എങ്ങനെ ഉണ്ടാവുക? 3 ഡയമെൻഷനായിട്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതായത് ഒരു പ്ലെയിൻ ഉണ്ട്, ആ പ്ലെയിനും ഒരു ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാനൊരു ചെറിയൊരു കാര്യം പറയട്ടെ. ഒരു പ്ലെയിൻ, ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, അതിൽ ചിലപ്പോൾ ചോദ്യം വന്നാലോ. ഇങ്ങനൊരു പ്ലെയിൻ ഉണ്ട്, ഒരു ലൈനുണ്ട്. എപ്പോഴാണ് ലൈനും പ്ലെയിനും പാരലാവുക? അതൊരു ചോദ്യമാണ്. എപ്പോഴാണ് ലൈനും പ്ലെയിനും പാരലാവുക? ഇപ്പോൾ പ്ലെയിനും തമ്മിലുള്ള ആംഗിൾ cos θയാണ്. ലൈനും തമ്മിലുള്ള ആംഗിളും cos θ ആയിട്ട്. ലൈനും പ്ലെയിനും തമ്മിലുള്ള ആംഗിൾ sin θ ആണ്. അത് ശ്രദ്ധിക്കണേ. അതൊന്ന് നിങ്ങൾ NCERT ബുക്കിൽ നോക്കിയിട്ട് പോകണം പരീക്ഷയ്ക്ക്. ലൈനും തമ്മിലുള്ള ആംഗിൾ sin θ ലൈനിൻ്റെ പാരലൽ വെക്ടേഴ്സ് ഇതാക്കാം, മോഡുലസ് വേണം. പ്ലെയിനും തമ്മിലുള്ള ആംഗിളും cos θ പ്ലെയിനിൻ്റെ പോപ്പുലർ വെക്ടേഴ്സ് എടുക്കാം. ലൈനും പ്ലെയിനും ആണെങ്കിൽ ലൈനിൻ്റെ പാരലൽ വെക്ടർ കൊടുക്കുക, പ്ലെയിനിൻ്റെ പോപ്പുലർ വെക്ടർ കൊടുക്കുക. sin θ മോഡുലസ് ദാറ്റ്. ഓക്കെ, ആ 3 കാര്യങ്ങൾ പഠിക്കാം. പിന്നെ ലൈൻ എപ്പോഴാണ് പ്ലെയിനോട് പാരലാവുക? അവിടെ എവിടെയെങ്കിലും ഒരു ലാംഡ വരും. ലൈനും പ്ലെയിനും പാരലാണെങ്കിൽ ലാംഡ എന്താ ചോദിക്കും. പിന്നെയോ അടുത്ത ചോദ്യം, ലൈൻ എപ്പോഴാണ് പ്ലെയിൻ്റെ മുകളിൽ കിടക്കുക? പിന്നെ ലൈൻ എപ്പോഴാണ് പ്ലെയിൻ ഇൻ്റർസെക്റ്റ് ചെയ്യുക? 3 കാര്യങ്ങൾ. എപ്പോഴാണ് ലൈൻ പ്ലെയിനോട് പാരലാവുക? ലൈനിൻ്റെ പാരലൽ വെക്ടറും ഇതും അതേ. ചിലപ്പം ഏതെങ്കിലും ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലാംഡ ഫോർ വിച്ച് ദാറ്റ് ഹാപ്പൻസ്, പ്ലെയിനിൻ്റെ പോപ്പുലർ വെക്ടർ കൂടി ഡോട്ട് ചെയ്താൽ 0 ആവും. ലൈൻ എപ്പോഴാണ് പ്ലെയിനോട് പാരലാവുക? ലൈനിൻ്റെ പാരലൽ വെക്ടറും പ്ലെയിനിൻ്റെ പോപ്പുലർ വെക്ടർ കൂടി ഡോട്ട് ചെയ്താൽ 0 ആവും. പിന്നെയോ ലൈനിലെ പോയിന്റ് പ്ലെയിനിൽ കൊടുത്താൽ വർക്ക് ചെയ്യില്ല. ദിസ് ഇസ് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഇതെപ്പോഴാണ് ലൈൻ പ്ലെയിനിൻ്റെ മുകളിൽ കിടക്കുക? ലൈനും പ്ലെയിനും പാരലാവണം. പിന്നെയോ ലൈനിലെ പോയിന്റ് പ്ലെയിനിൽ കൊടുത്താൽ വർക്ക് ചെയ്യണം. പ്ലെയിനിലെ പോയിന്റ് ലൈനിൽ കൊടുത്താൽ വർക്ക് ചെയ്യണമെന്നല്ല, ലൈനിലെ പോയിന്റ് പ്ലെയിനിൽ കൊടുത്താൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഒന്നുകൂടി പറയാം. ലൈൻ പ്ലെയിൻ പാരലാവ് എപ്പോഴാണ്? ലൈനിൻ്റെ പാരലൽ വെക്ടർ പ്ലെയിനിൻ്റെ പോപ്പുലർ വെക്ടറായിട്ട് ഡോട്ട് ചെയ്താൽ 0 ആവണം. മനസ്സിലായി? ഞാൻ അതിൽ പ്രോബ്ലം ചെയ്യാം. എങ്ങനെയാണ് പ്രോബ്ലം വേണമെങ്കിൽ ചെയ്യാം. ഇപ്പം ഇങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ട്, ലൈൻ ഉണ്ട്, x - 1/1 y - 2/3 z - 5/λ ഇതാണ് പ്ലെയിൻ, ഇതാണ് ലൈൻ ഇക്വേഷൻ ചോദിച്ചോളൂ. z - 5/λ ചിലപ്പോൾ ഞാൻ പരീക്ഷയ്ക്ക് വന്നാലോ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ. അപ്പം 3 ഇനി പ്ലെയിൻ്റെ ഇക്വേഷൻ ഇതാണ്. പ്ലെയിൻ്റെ ഇക്വേഷൻ x + y + z 10 ആണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ ലൈൻ പ്ലെയിനുമായിട്ട് പാരലാണ്. നോക്കൂ, ലൈനിൻ്റെ മേളിലെ പോയിന്റ് 1 to 5 ആണ്. 1 to 5 ഇതിൽ കൊടുത്താൽ 10 കിട്ടുന്നില്ലല്ലോ.
അതുകൊണ്ട് ലൈനും പ്ലെയിനും ലൈനിലെ പോയിന്റ് പ്ലെയിനിലില്ല. ഇനി ലൈൻ പ്ലെയിന് പാരലൽ ആണ് എന്താണ് I plus 3j plus lambda k I plus j plus k യും കൂടി ഡോട്ട് ചെയ്താൽ 0 ആണ്. Is that clear? അപ്പം ചോദ്യം ഇങ്ങനെ ചോദിക്കാം, ഈ ലൈനും പാരലൽ ആണെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ലാംഡ? എന്ത് ചെയ്താൽ മതി? I plus 3j plus lambda k dot I plus j plus k is equal to 0. അതിന് ലാംഡയുടെ വാല്യൂ വേണം. സിമ്പിൾ അല്ലേ? 1 plus 3 plus lambda is equal to 0. Lambda equals -4. ക്ലിയർ അല്ലേ? ഇനി ലൈൻ്റെ പ്ലെയിൻ്റെ മുകളിൽ കിടക്കപ്പോഴാ ഇത് നടക്കും വേണം. ലൈനിൻ്റെ മുകളിലെ പോയിന്റ് ഇപ്പം ഇതേ ചോദ്യം തന്നെ ഇങ്ങനെയായിരുന്നു ചോളൂ. ഇപ്പം x പ്ലസ് 1 2 3 5 2 7 1 8. ഇപ്പം ഈ ലൈൻ്റെ ഇക്വേഷൻ x പ്ലസ് വൈ പ്ലസ് സെഡ് ഇസിക്കൽ 8 ആയിരുന്നെങ്കിൽ വാട്ട്സ് ദ ആൻസർ? ഇതേ ചോദ്യം ഈ പ്ലെയിൻ്റെ ഇക്വേഷൻ x പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽസ് 8 ആയിരുന്നെങ്കിൽ എന്താവും? ലൈൻ വിൽ ലൈ ഓൺ ദ പ്ലെയിൻ. ലൈൻ വിൽ ലൈ ഓൺ ദ പ്ലെയിൻ. ഇസ് ദാറ്റ് ക്ലിയർ? ലൈൻ വിൽ ലൈ ഓൺ ദ പ്ലെയിൻ. ഇതിപ്പോൾ ഇങ്ങനെയാണെങ്കിലോ ലൈൻ എപ്പോഴാണ് പ്ലെയിൻ ഇൻ്റർസെക്റ്റ് ചെയ്യുക? ലൈനും പ്ലെയിനും പാരലൽ അല്ലെങ്കിൽ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യും. When will line and plane intersect? If they are not parallel, they will intersect. Okay. അപ്പോൾ എപ്പോഴാണ് പാരലൽ ആവുക? എപ്പോഴാണ് ലൈൻ പ്ലെയിൻ്റെ മുകളിൽ കിടക്കുക? എപ്പോഴാണ് ലൈനും പ്ലെയിനും ഇൻ്റർസെക്റ്റ് ചെയ്യുക? എപ്പോഴാണ് ലൈനും പ്ലെയിനും ഇൻ്റർസെക്റ്റ് ചെയ്യുക? ലൈനും പ്ലെയിനും പാരലൽ അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ചോദ്യം ഇതാണ്, ഈ പ്ലെയിനും ലൈനും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കാണാം, എന്നിട്ട് അത് ഡിസ്റ്റൻസ് ഫോമിൽ വെച്ചിട്ട് ദൂരം കാണാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പ്ലെയിൻ്റെ ഇക്വേഷൻ കാണാം. ഈ പ്ലെയിൻ്റെ ഇക്വേഷൻ എന്താ? ഈ പ്ലെയിൻ എന്താ? x minus 2 അല്ല ലൈൻ ഇക്വേഷൻ x minus 2 by 3 is equal to y plus 1 divided by 4 is equal to z minus 2 divided by വെക്ടർ ഫോം കാർട്ടീഷ്യൻ ഫോമിലേക്ക് ആക്കാം. x minus 2 by 3 is equal to y plus 1 by 4 is equal to z minus 2 by 2. എന്നിട്ട് അതിലെ ജനറൽ പോയിന്റ് ഇതായിട്ട് എടുക്കാം. ജനറൽ പോയിന്റ് എന്താ? 3 ലാംഡ പ്ലസ് 2, പിന്നെ 4 ലാംഡ മൈനസ് 1, പിന്നെ 2 ലാംഡ പ്ലസ് 2. അത് പ്ലെയിൻ്റെ മുകളിൽ സാറ്റിസ്ഫൈ ചെയ്യണം, കാരണം അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് അല്ലേ. അപ്പോൾ ഈ പോയിന്റ് പ്ലെയിനിൽ കിടക്കണമെങ്കിൽ എന്താണ്? പ്ലെയിനിൽ സാറ്റിസ്ഫൈ. പ്ലെയിൻ്റെ ഇക്വേഷൻ എന്താ? എക്സ് മൈനസ് വൈ പ്ലസ് സെഡ് ഇസ് ഇക്വൽ ടു 5 ആണ് അല്ലേ? എക്സ് മൈനസ് വൈ പ്ലസ് സെഡ് ഇസ് ഇക്വൽ ടു 5 ആണ്. അപ്പോൾ ഈ പോയിന്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലാംഡയുടെ വാല്യൂ വേണം. ഈ പോയിന്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്താ കിട്ടുക? യു ഗെറ്റ് 3 ലാംഡ. യു ഗെറ്റ് 3 ലാംഡ. ഒന്ന് ലാംഡയുടെ വാല്യൂ കാണും. 3 ലാംഡ പ്ലസ് 2 സിമ്പിളാണ്. മൈനസ് 4 ലാംഡ മൈനസ് 1. വൈക്ക് പകരം 4 ലാംഡ മൈനസ് 1. സെഡിന് പകരം 2 ലാംഡ പ്ലസ് 2 0 ആണ്. അപ്പോൾ ലാംഡയിലും കൂടി ഗ്യാദർ ചെയ്യാം. 3 ലാംഡ ലാംഡ വരും അല്ലേ? 2 പ്ലസ് 1 3, 3 പ്ലസ് 2 5, പ്ലസ് 5 ഇസ് ഈക്വൽ ടു 0. 5 ആണ്. ഇവിടെ 5 ആണ്. അപ്പോൾ ഇത് 5 ആണ്. ലാംഡയുടെ വാല്യൂ 0 കിട്ടുക അല്ലേ? യു ഗോട്ട് ദ വാല്യൂ ഓഫ് ലാംഡ ആസ് 0. ലാംഡ ഈക്വൽ 0 കിട്ടും. ലാംഡ 0 ആണെങ്കിൽ പോയിന്റ് ഏതാ? 2 മൈനസ് 1 2 തന്നെ. അപ്പോൾ 2 1 മൈനസ് 2 ആണ് പോയിന്റ്. 2 മൈനസ് 1 2 ആണ് പോയിന്റ്. ശരിയല്ലേ? അപ്പോൾ ഇത് ഡിസ്റ്റൻസ് ഫോമിൽ ചോദിച്ചാൽ മതി. വാട്ട്സ് ദ ഡിസ്റ്റൻസ്? 2 മൈനസ് 1 2 ആണ് പോയിന്റ് സെക്ഷൻ. അപ്പോൾ ദൂരം കാണാം. വാട്ട്സ് ദ ദൂരം? 2 മൈനസ് ദിസ് ദൂരം ഡിസ്റ്റൻസ് ഫോമിൽ വയ്ക്കാം. 2 മൈനസ് മൈനസ് 1 3 സ്ക്വയർ പ്ലസ് മൈനസ് 1 മൈനസ് 4 4 16 പ്ലസ് 2 മൈനസ് മൈനസ് 10 12 144 അതിൻ്റെ റൂട്ട്. അപ്പോൾ ദാറ്റ്സ് എ ഡിസ്റ്റൻസ്. 169 13 അല്ലേ? 13 is the distance. Okay. I think with that we'll close this today's class. Lambda equals 0. Very good. അപ്പോൾ അവിടെ lambda equals 0 വളരെ സിമ്പിളായി. ചിലപ്പോൾ ലാംഡയുടെ വാല്യൂ വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പം ഇതും അത് നല്ല ചോദ്യമാണ്. ഹൗ ടു ഫൈൻഡ് ദ പോയിന്റ് സെക്ഷൻ ഓഫ് എ ലൈൻ വിത്ത് എ പ്ലെയിൻ. ഓക്കെ. അപ്പോൾ അതിൽ 2 ലൈൻസ് തമ്മിലുള്ള ദൂരം, 2 പ്ലെയിൻസ് തമ്മിലുള്ള ദൂരം, 2 പ്ലെയിൻസ് തമ്മിലുള്ള ദൂരം എന്താ? d1 മൈനസ് d2 ബൈ, അത് ചോദിക്കാറ്, d1 മൈനസ് d2 ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചോദ്യം എക്സ് പ്ലസ് ഇപ്പോൾ 2x പ്ലസ് 2y പ്ലസ് z ഇസ് ഈക്വൽ ടു 10. പിന്നെ 2x പ്ലസ് ഇപ്പം ഇതിങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് തരിക. ഇത് ഇങ്ങനെ 4x പ്ലസ് 4y പ്ലസ് 2z പ്ലസ് 5 is equal to 0. ഇത് തമ്മിലുള്ള ദൂരം. വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പാരലൽ ലൈൻസ്, പാരലൽ പ്ലെയിൻസ്? വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പാരലൽ പ്ലെയിൻസ്? എന്താ നിങ്ങൾ ചെയ്യുക? ഒരേപോലെ എഴുതാം. ഒരേപോലെ എഴുതുക എങ്ങനെയാണ്?
ഇതെങ്ങനെ ഒരേപോലെ എഴുതാം? 2x plus 2y plus z minus 10 equal to 0. ഇതെങ്ങനെ എഴുതാം? രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒരേപോലെ എന്ന് പറഞ്ഞാൽ എക്സ് ടേമും വൈ ടേമും സെഡ് ടേമും ഒരേപോലെ ഉണ്ടാവണം. ഡിഫറൻസ് ഷുഡ് ബി ഓൺലി കോൺസ്റ്റന്റിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പം 2x plus 2y plus z ഇങ്ങോട്ട് എടുക്കാം, എല്ലാം ഒരേ ഭാഗത്തേക്ക് എടുക്കാം. അപ്പം പ്ലസ് 5/2 is equal to 0. എന്താ ഫോർമുല? ഫോർമുല ഇതാണ്, മോഡുലസ് ഓഫ് d minus d dash by root of a square plus b square plus c square. ഓർക്കട്ടോ, distance between two parallel planes. It is modulus of d minus d dash by root of a square plus b square plus c square. Right? But what is your answer? Is equal to modulus of d minus d dash. 10 2 12 അല്ലേ? അപ്പോൾ 12 12.5 എടുത്തോളൂ, അല്ലെങ്കിൽ 25/2 12 എഴുതിയാൽ മതി. 12.5 ഡിവൈഡഡ് ബൈ root of a square plus b square plus c square. What is a square plus b square plus c square? Root of 4 plus 4 plus 4 3. അപ്പോൾ 12/3. അപ്പോൾ വേണമെങ്കിൽ ഭംഗിയിലാക്കാം, നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഒക്കെ കൊണ്ടുപോകാമല്ലോ. 12 പറഞ്ഞാൽ 25 12 1/2 ആണ്. 12 1/2 പറഞ്ഞാൽ 25/2 ആണ്. അപ്പോൾ 25/6 മോഡുലസ്. ദാറ്റ്സ് ആൻസർ. ഓക്കെ അല്ല, അതെ 25/6. ദാറ്റ്സ് ആൻസർ. ഓക്കെ, അപ്പോൾ വിത്ത് ദാറ്റ് വിൽ ക്ലോസ് ടുഡേയ്സ് ക്ലാസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് ചെയ്യുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങളൊന്ന് ഇതൊക്കെ ഒന്ന് എഴുതിയെടുക്കുക, ഒന്നുകൂടി വീഡിയോ കാണുക, എന്നിട്ട് എഴുതിയെടുക്കുക, ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കുക. കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ഒറ്റയ്ക്ക് ഒന്ന് ചെയ്യാൻ നോക്കുക. ഒരു പ്രാവശ്യം ഒറ്റയ്ക്ക് ചെയ്താൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.